സംഭവിച്ചിരിക്കുന്നു. അത് തിരുവനന്തപുരത്തും കൊല്ലത്തുമുള്ള സ്വദേശികളാണ്. അവർ ISRO ക്യാൻറ്റീനിലെ ജീവനക്കാരായിരുന്നു. വലിയ ദാരുണമായ ഒരു സംഭവം ഇന്ന് വെളുപ്പിന് 1:30 മണിക്കാണ് സംഭവിച്ചത്. മറ്റൊന്ന്, ഇന്ന് നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്കറിയാം, ഗവർണർ സർക്കാർ പോര് അതിൻ്റെ മറ്റു തലത്തിലേക്ക് എത്തിയ പശ്ചാത്തലമുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഗവർണറും സർക്കാരുമായി ഏറ്റുമുട്ടുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ഒപ്പം PT7 ഇന്നലെ വലിയ വാർത്തയായിരുന്നു. PT7 എന്ന PT7നെ കുങ്കിയാന ആക്കാനുള്ള പരിശീലനം ആരംഭിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. മിഷൻ PT7 ദൗത്യം വനംവകുപ്പിന്റെ വലിയ ദൗത്യങ്ങളിലൊന്നായി ഇന്നലെ വന്നിരുന്നു. അത് വിജയകരമായി നടക്കുകയും ചെയ്തു. ഇന്നു മുതൽ അവന് പരിശീലനം അടക്കം ആരംഭിക്കുകയാണ്. ഇങ്ങനെ നിരവധിയായ വാർത്തകളുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്താ ദിനം തന്നെയാണ് ഈ തിങ്കളാഴ്ച ദിവസം. നമുക്കാദ്യം തലക്കെട്ടുകളിലേക്ക് ഒന്ന് പോകാം. കുറെ നാളായി തുടരുന്ന സർക്കാർ ഗവർണർ പോര് അത് നിയമസഭാ സമ്മേളനത്തിലേക്ക് എത്തിയ സാഹചര്യത്തിൽ ഏതു തരത്തിൽ അതിന്റെ ഒരു വ്യാപ്തി വർദ്ധിക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് ഇന്ന് ബജറ്റ് സമ്മേളനം ആരംഭിക്കുക. സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തുകയോ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നതുമായ പരാമർശങ്ങൾ നയപ്രഖ്യാപനത്തിൽ ഉണ്ടാകുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സഭയിൽ ഉന്നയിക്കാനുള്ള നിരവധി വിഷയങ്ങൾ പ്രതിപക്ഷ നേതാവ് ഇന്നലെ തന്നെ എണ്ണിപ്പറഞ്ഞ ഒരു സാഹചര്യം കൂടി നമ്മൾ കാണണം. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട പശ്ചാത്തലം ഒരുങ്ങി വരുന്നു. നമുക്ക് അതിന്റെ വിശദാംശങ്ങളുമായി BV അരുൺ ചേരുന്നു. അരുൺ, ഈ നിയമസഭാ സമ്മേളനം അത് ഏറെ അനിശ്ചിതത്വങ്ങൾ ഉണ്ടായിരുന്നു. ഏത് തരത്തിലായിരിക്കും സർക്കാർ അതിനെ കാണുക എന്നുള്ളത്, ഏറ്റവും ഒടുവിലൊരു കോംപ്രമൈസ് എന്ന തരത്തിൽ നയപ്രഖ്യാപനത്തിലെ കാര്യങ്ങൾ നീങ്ങിയതൊക്കെ നമ്മൾ കണ്ടു. ഇന്ന് എന്താകും സഭയിൽ സംഭവിക്കുക? മറ്റ് പ്രധാനപ്പെട്ട വിവരങ്ങൾ സഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നൽകാനുള്ളത് എന്താണ്? രഞ്ജിത്ത്, മല പോലെ വന്നത് എലി പോലെ പോയി എന്നൊരവസ്ഥയാണ് കേരള നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു നയപ്രഖ്യാപന പ്രസംഗമാണ് ഇന്ന് നടക്കേണ്ടത്. ഇന്ന് ആരംഭിക്കുന്ന ബജറ്റ് സമ്മേളനത്തിൽ നയപ്രഖ്യാപന പ്രസംഗത്തോടെ വേണമോ എന്ന കാര്യത്തിൽ വലിയ തർക്കം സർക്കാരിലുണ്ടായിരുന്നത്. വേണ്ട എന്ന അഭിപ്രായം സർക്കാരിൽ ഉയർന്നു വന്നതുമാണ്. കാരണം സർക്കാരും ഗവർണറുമായി വലിയ പോരിൽ നിൽക്കുന്ന സാഹചര്യം. അത്തരമൊരു സാഹചര്യത്തിൽ ഗവർണറെ കൊണ്ട് സർക്കാരിന് നയം പ്രഖ്യാപിക്കേണ്ട എന്ന നിലപാടിലേക്ക് ഒരു ഘട്ടത്തിൽ സർക്കാരും ഇടതു മുന്നണിയും എത്തിച്ചേർന്നതാണ്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ഡിസംബറിൽ ചേർന്ന സഭാ സമ്മേളനം തുടർച്ചയായി ഈ സമ്മേളനം പോകട്ടെ എന്നൊരു നിലപാടിലേക്ക് സർക്കാർ ഒരു ഘട്ടത്തിൽ എത്തിച്ചേർന്നു. പക്ഷേ പിന്നീട് വളരെ വേഗം മഞ്ഞുരുകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. സർക്കാർ ഗവർണർ പോരിൽ വളരെ വേഗം മഞ്ഞുരുകി. സജി ചെറിയാന്റെ തിരിച്ചുവരവ് സാധ്യമാക്കിയ സത്യപ്രതിയോടുകൂടി തന്നെ ആ പ്രശ്നങ്ങൾക്ക് ഒരു അയവ് വന്നു. അതിനെ തുടർന്നാണ് നയപ്രഖ്യാപന പ്രസംഗത്തോടെ തന്നെ ഈ സഭാ സമ്മേളനം ആരംഭിക്കട്ടെ. ഒരു പുതിയ കലണ്ടർ വർഷത്തിൽ സഭാ സമ്മേളനം തുടങ്ങുമ്പോൾ അത് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ആകണം. ആ പതിവ് തെറ്റിക്കേണ്ട, അത് ഭരണഘടനാപരമായ ഒരു ഉത്തരവാദിത്തമാണ് സർക്കാരിനുള്ളത്. ഗവർണറെ കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം നടത്തിക്കുക എന്നുള്ളത് ഗവർണർ തന്റെ ഉത്തരവാദിത്തം നിർവഹിച്ച സാഹചര്യത്തിൽ അതിനൊരു വീഴ്ച വേണ്ടെന്ന് സർക്കാർ തീരുമാനമെടുത്തു. അങ്ങനെയാണ് ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിന് അരങ്ങൊരുങ്ങിയത്. അപ്പോൾ ഉണ്ടായത് മറ്റൊരു പ്രശ്നം, കഴിഞ്ഞ നയപ്രഖ്യാപന പ്രസംഗങ്ങളിലൊക്കെ കേന്ദ്ര സർക്കാരിന് രൂക്ഷ വിമർശനം സർക്കാർ ഈ നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഒരു തവണ ഗവർണർ അതിൽ ഒപ്പിടാതെ സർക്കാരിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് നയപ്രഖ്യാപന തൊട്ട് തലേ ദിവസം രാത്രി വരെയും നയപ്രഖ്യാപനത്തിൽ ഒപ്പിടാൻ തയ്യാറായില്ല. മറ്റൊരവസരത്തിലാകട്ടെ ഗവർണർ കേന്ദ്ര സർക്കാർ രൂക്ഷ വിമർശനങ്ങൾ തന്റെ വിയോജിപ്പ് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്നൊരു വേളയും ഉണ്ടായി. ഏതായാലും അത്തരം കാര്യങ്ങളൊന്നും ഇത്തവണ ഉണ്ടായില്ല. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരട് ഗവർണർക്ക് സമർപ്പിക്കുമ്പോൾ അതിൽ കേന്ദ്രത്തിനെതിരെ പരിധി കടന്നുള്ള വിമർശനങ്ങളില്ല എന്നത് ശ്രദ്ധേയമാണ്. അത് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അത്തരത്തിലാണ് നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കിയിട്ടുള്ളത്. കേരളത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്രത്തെ അറിയിക്കുക, അതിൽ കേന്ദ്രം വീഴ്ച വരുത്തുമെന്ന മയപ്പെടുത്തിയ വിമർശനം മാത്രം. ഇങ്ങനെ ഇന്ന് ഗവർണർ സർക്കാരിന് വേണ്ടി നയം പ്രഖ്യാപിക്കാൻ വരുമ്പോഴും രണ്ട് പ്രധാനപ്പെട്ട ബില്ലുകൾ, അത് ലോകായുക്ത ഭേദഗതി ബില്ലും അതിനൊപ്പം തന്നെ
സർവകലാശാല ഭേദഗതി ബില്ലും ഇപ്പോഴും ഗവർണറുടെ രാജ്ഭവനിൽ പരിഗണനയിലാണ്, അവിടെ അല്ലെങ്കിൽ പിടിച്ചു വച്ചിരിക്കുകയാണ്. എന്നാൽ ആ വിഷയങ്ങളൊന്നും തന്നെ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ സർക്കാർ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഗവർണർക്ക് വളരെ തൃപ്തിയോടുകൂടി അവതരിപ്പിച്ചു പോകാവുന്ന ഒരു നയപ്രഖ്യാപന പ്രസംഗമാണ് സർക്കാർ വച്ചു നീട്ടുന്നത്. അതുകൊണ്ട് തന്നെ നാടകീയ സംഭവവികാസം കഴിഞ്ഞ ആഴ്ച തമിഴ്നാട് നിയമസഭയിൽ മറ്റും കണ്ടതുപോലുള്ള നാടകീയ സംഭവവികാസങ്ങൾ ഇവിടെ ഉണ്ടാകില്ലെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. എങ്കിലും മറ്റൊരു പശ്ചാത്തലം പുതുതായി ഉള്ളത്, കഴിഞ്ഞ ദിവസം മലയാളം സർവകലാശാലയുടെ VC നിയമനത്തിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർക്ക് സംസ്ഥാന സർക്കാർ കത്ത് നൽകിയിട്ടുണ്ട്. കത്ത് നിലവിൽ ഇപ്പോൾ ഇല്ലാത്ത നിയമം, അതായത് ഗവർണർ തടഞ്ഞു വച്ചിരിക്കുന്ന സർവകലാശാല ഭേദഗതി നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണമാണ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ സർക്കാരും ഗവർണറുമായുള്ള ഇപ്പോഴത്തെ ബന്ധത്തെ മോശമാക്കുമോ അല്ലെങ്കിൽ ബന്ധത്തിൽ ഉരച്ചുണ്ടാക്കുമോ എന്ന കാര്യം മാത്രമാണ് അറിയേണ്ടത്. എങ്കിലും ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് സ്വാഭാവികമായും ഗവർണർ സർക്കാരിൻ്റെ നയം പ്രഖ്യാപിക്കും. അതിൽ ഒരു തർക്കവുമില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. പ്രതിപക്ഷം ഏത് തരത്തിലാകും ഈ നയപ്രഖ്യാപന പ്രസംഗത്തെ കാണുന്നതെന്ന് കൂടി വളരെ ശ്രദ്ധേയമാണ്. കാരണം സർക്കാരും ഗവർണറും ഒത്തുകളിക്കുന്നു. സർക്കാർ പ്രതിരോധത്തിൽ പ്രതിസന്ധിയിലാകുമ്പോഴൊക്കെ രക്ഷാദൗത്യം നിലയിൽ ഗവർണർ അവതരിക്കുന്നു. പരസ്പരമുള്ള പോർവിളികളിലൂടെ സർക്കാരിൻ്റെ വിവാദ വിഷയങ്ങൾ മാറ്റിയെടുക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നത് എന്ന ആരോപണമാണ് പ്രതിപക്ഷത്തിന്. അതുകൊണ്ട് തന്നെ ഈ നയപ്രഖ്യാപന പ്രസംഗത്തെ എങ്ങനെ സ്വീകരിക്കണമെന്ന കാര്യത്തിൽ പ്രതിപക്ഷം ഇന്ന് രാവിലെ ചേരുന്ന UDFന്റെ നിയമസഭാ കക്ഷി യോഗത്തിൽ തീരുമാനമെടുക്കും. ഇന്ന് നയപ്രഖ്യാപനം 9 മണിക്കാണ് നടക്കുക. അതിനുശേഷം സഭ പിരിയും. 3-നാണ് ബജറ്റ്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള ബജറ്റാണ് ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിക്കുക എന്നതും ശ്രദ്ധേയമാണ്. ഏതായാലും ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയാണ് നയപ്രഖ്യാപന പ്രസംഗത്തിനായി ഗവർണർ ഇവിടെ എത്തിച്ചേരാനും നയപ്രഖ്യാപന പ്രസംഗം നടത്താനും. ഏതായാലും വലിയ സർക്കാർ ഗവർണർ പോരിനിടെ ഇന്നും നമുക്ക് പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് സർക്കാർ ഈ സെർച്ച് കമ്മിറ്റിയുമൊക്കെ ബന്ധപ്പെട്ട് ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇതിനടക്കം ഒരുപാട് വിഷയങ്ങൾ ഉള്ളപ്പോഴാണ് നയപ്രഖ്യാപനവുമായി ഗവർണർ എത്തുകയും ഇന്ന് അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമാവുകയും ചെയ്യുക. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനമടക്കം വലിയ തോതിൽ കുറച്ചുകൊണ്ടുള്ള ഒരു നയപ്രഖ്യാപന പ്രസംഗമായിരിക്കുമെന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട വിവരമായി ഘട്ടത്തിൽ നൽകാനുള്ളത്. നമുക്ക് ഇന്നലെ ഒരു പകൽ മുഴുവൻ കേരളത്തിൻ്റെ ശ്രദ്ധ പാലക്കാട്ടെ ധോണിയിലായിരുന്നു. അവിടെ കാട്ടാന PT7 മെരുക്കാനുള്ള വലിയ ശ്രമം കുങ്കിയാനകളുടെ ഭാഗത്തു നിന്ന് വനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഏറ്റവും ഒടുവിൽ ഇന്നലെ രാവിലെ 7:10 PT7 വെടിവെക്കുന്നു. കുങ്കിയാനകൾ അവിടെ എത്തിക്കുന്നു. ഏതാണ്ട് 12 മണിക്ക് ശേഷം ഇതിനെ ധോണിയിലെ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ PT7 അവൻ്റെ കുറുമ്പ് അവിടെ തുടരുകയാണ്. ദൃശ്യങ്ങളിൽ കാണാം വലിയൊരു കൂട് അവന് വേണ്ടി ഒരുക്കിയിരുന്നു. അത് കാറ്റാടി തടി കൊണ്ടുള്ള കൂട്, അത് തകർക്കാനുള്ള ശ്രമങ്ങളൊക്കെ അവൻ നടത്തുന്നുണ്ട്. കാരണം നാട്ടിൽ സ്വൈര്യവിഹാരം നടത്തിയിരുന്ന ഒരു കൊമ്പനാണ് ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് കൂട്ടിൽ അടയ്ക്കപ്പെടുന്നത്. അതിൻ്റെ എല്ലാ അസ്വസ്ഥതകളും അവൻ പ്രകടിപ്പിക്കുന്ന ദൃശ്യങ്ങളും കാഴ്ചകളും ഒക്കെ നമ്മൾ ഇന്നലെ മുഴുവൻ കണ്ടു. ഇന്നും രാവിലെ കാണുന്ന ദൃശ്യങ്ങൾ അതുതന്നെയാണ്. ഏതായാലും PT7 കൂട്ടിലാക്കിയ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം ദൗത്യ സംഘം ഇന്ന് വയനാട്ടിലേക്ക് മടങ്ങുകയാണ്. ധോണി എന്ന് പേര് മാറ്റിയ PT7 കുങ്കി ആനയാക്കാനുള്ള പരിശീലനങ്ങൾ ഒരാഴ്ചയ്ക്ക് ശേഷം ആരംഭിക്കും. കാട്ടാന ഈ കൂട്ടിൽ ആയിട്ട് ഒരു ദിവസം പിന്നിടുമ്പോഴുള്ള വിശേഷങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി. ശരി പ്രസാദ്, 24 മണിക്കൂർ പിന്നിടുകയാണ് ഇവൻ കൂട്ടിലായിട്ട്. കൂട്ടിലേക്ക് ഇവനെ എത്തിക്കാൻ ആയിട്ട് 24 മണിക്കൂർ പിന്നിടാൻ ഏതാനും സമയം മാത്രമാണ് ബാക്കിയുള്ളത്. എന്താണ് അവൻ്റെ കുറുമ്പ് ഇപ്പോഴും തുടരുകയാണോ? ഈ പുതിയ സാഹചര്യം PT7 അല്ലെങ്കിൽ നമ്മുടെ പുതിയ പേരായ ധോണിയെ ഏത് തരത്തിലാണ് ഇപ്പോൾ സ്വാധീനിച്ചിട്ടുള്ളത്? രഞ്ജിത്ത്, എന്തായാലും PT7 നമ്മൾ ഇന്നലെ കണ്ടതാണ്. PT7 പിടിച്ച് അത് കൂട്ടിലായതിനു ശേഷം കാണിച്ചിട്ടുള്ള അതിന്റെ കുറുമ്പും അസ്വസ്ഥതയും എല്ലാം തന്നെ കണ്ടതാണ്. ഇന്നലെ രാത്രിയും അത്തരത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പറയുന്നത്. കാരണം അതിന് എപ്പോഴും അത് 2-3 ദിവസം അങ്ങനെ സാധാരണ ഈ കൂട് തകർത്ത് പുറത്തേക്ക് വരാനുള്ള ശ്രമം സാധാരണഗതിയിൽ ഇത്തരത്തിൽ പിടികൂടുന്ന എല്ലാ കാട്ടാനകളും ചെയ്യാറുണ്ട്. അതുതന്നെയാണ് PT7 ചെയ്തിട്ടുള്ളത്. എന്തായാലും രാത്രി ഏറെ വൈകി, പക്ഷേ അല്പം ശാന്തനായി നിൽക്കുന്ന PT7 അവിടെ കാണാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ ക്യാമ്പിലുള്ള ഉദ്യോഗസ്ഥർ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ ദൗത്യം വിജയിച്ചിട്ട് സാഹചര്യത്തിൽ വളരെ സമാധാനപരമായി, കാരണം 2 ദിവസം ഇത് പൂർത്തിയാക്കാൻ വേണ്ടി അവർക്ക് എടുക്കേണ്ടി വന്നു. വയനാട് സംഘം, ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് വയനാട്ടിലേക്ക് മടങ്ങും. അതോടൊപ്പം തന്നെ 3 കുങ്കിയാനകളും അവിടെ നിന്നും വയനാട്ടിൽ നിന്നും വന്നിട്ടുണ്ട്. ആ കുങ്കിയാനകളിൽ ഒരു കുങ്കിയാനയെ ഇന്ന് വൈകിട്ട് തിരിച്ച് വയനാട്ടിലേക്ക് കൊണ്ടുപോകും. മറ്റ് 2 കുങ്കിയാനകളെ അടുത്ത ദിവസം തന്നെ
കൊണ്ടുപോകും എന്നുള്ളതാണ്. ഇന്ന് 2 കുങ്കിയാനകളെ കൊണ്ടുപോകാനായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ PT7 കൊണ്ടുവന്ന ആ ലോറി, നമുക്കറിയാം ആ ലോറി തുടക്കത്തിൽ ആ വനം നമ്മൾ പിടിച്ച സ്ഥലത്ത് നിന്ന് പിന്നീട് പ്രധാന റോഡിലേക്ക് വളരെ പതുക്കിയാണ് വന്നത്. പിന്നീട് ഇത്രയും ദൂരം പോകേണ്ടി വന്നു. ഈ വനത്തിലൂടെ വന്നതുകൊണ്ട് തന്നെയാണ് ലോറിയുടെ മുൻവശത്തെ ഗ്ലാസിന് ചില തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്ലാസ് എല്ലാം മാറ്റിയ ശേഷമാണ് ആ വാഹനം പോകുക. എന്തായാലും നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലോ ഈ മറ്റ് കുങ്കിയാനകളും തിരിച്ച് വയനാട്ടിലേക്ക് പോകും. പിന്നീട് വളരെ ശാന്തനായി 2 കുങ്കിയാനകൾ ഇവിടെ ധോണി ഫോറസ്റ്റ് സ്റ്റേഷനിൽ തന്നെയുണ്ട്. പ്രമുഖ അഗസ്ത്യ എന്ന് പറയുന്ന 2 കുങ്കിയാനകളുണ്ട്. ഒരാഴ്ചയ്ക്ക് ശേഷം ആണ് ഈ പരിശീലന പരിപാടികളെല്ലാം തന്നെ തുടങ്ങുക. അത് ഒരു പാപ്പാനെ ആദ്യം നിയോഗിക്കേണ്ടതുണ്ട്. ഈ പാപ്പാനാണ് പിന്നീട് ഈ PT7 ധോണിയുമായി പിന്നീട് ഇടപഴകുക, അതിന് തീറ്റ കൊടുക്കുന്നതും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുക പുതിയതായി നിയോഗിക്കപ്പെട്ട പാപ്പാനായിരിക്കും. അങ്ങനെ പുതിയ പാപ്പാനെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അതിനുള്ള നടപടികളെല്ലാം ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ ഉണ്ടാകും എന്നതും വനം വകുപ്പ് പറയുന്നു. ഈ ഒരാഴ്ചയോളം PT7 ഇവിടെ കൂട്ടിലിട്ട് അതിന്റെ ഈ അസ്വസ്ഥതകളും അതിന്റെ ശാന്ത സ്വഭാവത്തിലേക്ക് വരേണ്ടതുണ്ട്. ഒരാഴ്ച കൊണ്ട് അതാവും എന്നുള്ളതാണ് വനംവകുപ്പും കരുതുന്നത്. എന്തായാലും ഇനി കുങ്കിയാനയാക്കി മാറ്റാനുള്ള പരിശീലനമാണ്. ധോണി എന്ന പേരിൽ ഒരു കുങ്കിയാന കൂടി നമുക്ക് കേരളത്തിൽ ഉണ്ടാകാൻ പോവുകയാണ്. അതോടൊപ്പം ധോണി ഫോറസ്റ്റ് സ്റ്റേഷൻ ഇതുവരെ അതൊരു ഫോറസ്റ്റ് സ്റ്റേഷൻ മാത്രമായിരുന്നെങ്കിൽ ഇതൊരു ആനത്താവളം കൂടിയായി മാറുന്നു. നമുക്ക് മുത്തങ്ങയിലെയും കോന്നിയിലെയും എല്ലാം തന്നെ പോലെ ഇവിടെയും ഇനി ആനയെ പരിശീലിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാകുന്നു. അതിനുള്ളൊരു കൂട് വളരെ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. ആ കൂട്ടിലാണ് ഇപ്പോൾ ധോണി അല്ലെങ്കിൽ PT7 ഉള്ളത്. എന്തായാലും ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു 2 മാസം കൊണ്ടോ അല്ലെങ്കിൽ 2 വർഷം കൊണ്ടോ നമുക്ക് PT7 എന്ന ധോണിയെ ഒരു കുങ്കിയാനയാക്കി മാറ്റാൻ കഴിയും. എന്തായാലും ഈ ദൗത്യ സംഘത്തിലുള്ള മുഴുവൻ ആളുകളും വലിയ ആശ്വാസത്തിലും എല്ലാം വളരെ സന്തോഷത്തിലുമാണ്. കാരണം അത്രയേറെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. 2 മന്ത്രിമാർ, വനം വകുപ്പ് മന്ത്രി ശശീന്ദ്രനും അതോടൊപ്പം തന്നെ മന്ത്രി MP രാജേഷും എല്ലാ സ്ഥലത്തെത്തി ഈ ദൗത്യ സംഘത്തിലുള്ള മുഴുവൻ ആളുകളെയും അഭിനന്ദിക്കുന്നു. അതിലപ്പുറം അവർക്ക് സന്തോഷം ആ നാടിന്റെ ഒരു അഭിനന്ദനങ്ങളും അവരുടെ വാക്കുകളും എല്ലാം തന്നെയാണ്. നമ്മൾ തന്നെ കണ്ടതാണ്. ഒരുപാട് പേർ അതിൽ മുഴുവൻ നമ്മളോട് സംസാരിച്ച മുഴുവൻ ആളുകളും ഈ ദൗത്യ സംഘത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് അവരുടെ പ്രശ്നങ്ങൾ പറയുന്നത്. അതായത് പക്ഷേ ഈ PT7 പിടിച്ചെങ്കിൽ പോലും ഇനിയും ആ പ്രദേശത്തുള്ള ആശങ്കകളുണ്ട്. എന്തായാലും ഇന്നലെ രാത്രി അത്തരം കുഴപ്പങ്ങളൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സന്തോഷകരമായ കാര്യം. നമ്മൾ രാവിലെ തന്നെ അന്വേഷിച്ചത്, നമുക്ക് നിലവിൽ ആദ്യത്തെ അന്വേഷണത്തിൽ എവിടെയും മറ്റ് കാട്ടാനകൾ ഇറങ്ങിയതായി, ധോണി മേഖല ഇറങ്ങിയതായി വിവരം ലഭിച്ചിട്ടില്ല. ഇനി നമുക്ക് ചില പ്രദേശങ്ങളിൽ കൂടി നമുക്ക് വിവരങ്ങൾ തേടേണ്ടതുണ്ട്. എന്തായാലും ആദ്യ വിവരങ്ങൾ ആദ്യം നമ്മൾ 1-2 പ്രദേശത്ത് നമ്മൾ നിരന്തരം ആളുകളെ വിളിക്കാറുണ്ട്. അപ്പൊ അവരെ വിളിക്കുമ്പോൾ ആദ്യം കിട്ടുന്ന വിവരം എവിടെയെങ്കിലും കാട്ടാന ഇറങ്ങി എന്നുള്ളതാണ്. പക്ഷെ ആ വിളിയിൽ നമുക്കത് അങ്ങനെ ഇല്ല എന്നുള്ളതാണ്. ഇനി വേറെ സ്ഥലങ്ങളിൽ കൂടി വിളിച്ച ശേഷം മാത്രമേ നമുക്കത് ഉറപ്പിക്കാനാവൂ. എന്തായാലും ഒരു ആശ്വാസകരമായ രാത്രി ആയിരുന്നു ഇന്നലെ ധോണിക്കാരെ സംബന്ധിച്ചിടത്തോളം. അവർ പലരും പറഞ്ഞതുപോലെ സുഖമായി പല കർഷകർക്കും ഉറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഈ PT7 എന്ന ധോണിയെ അതിനെ ഇനി പരിശീലിപ്പിക്കുക എന്നുള്ള ഒരു നടപടിയിലേക്കാണ് ഇനി പോവുക. അത് ഒരാഴ്ചയ്ക്ക് ശേഷം ആയിരിക്കും ആ നടപടികളെല്ലാം ഉണ്ടാകുക. എന്തായാലും ഇന്നലെ PT7 കൂട്ടിലായ PT7 ശാന്തരാകുന്നതുവരെ കാത്തു നിൽക്കുന്നു. അതിനുശേഷമായിരിക്കും പരിശീലനം തുടങ്ങുക. ഏതായാലും ധോണി PT7 പേര് ഇന്നലെ മന്ത്രിയാണ് ധോണി എന്ന് പ്രഖ്യാപിച്ചത്. വനവകുപ്പ് മന്ത്രി ധോണി എന്ന പേര് പ്രഖ്യാപിക്കുകയായിരുന്നു. PT7 പരിശീലനം ഒരാഴ്ചയ്ക്കകം തുടങ്ങും. ഇന്ന് ദൗത്യസംഘം തിരികെ വയനാട്ടിലേക്ക് മടങ്ങും. വലിയ ദൗത്യമായിരുന്നു മിഷൻ PT7മായി ബന്ധപ്പെട്ട് പാലക്കാട് നടന്നത്. ഏതായാലും ഇപ്പോഴും അവൻ ശാന്തനായിട്ടില്ല. കൂട്ടിലങ്ങനെ അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. കൂടുതൽ തകർക്കാനുള്ള ശ്രമമൊക്കെ PT7 ഇപ്പോൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് പ്രസാദ് അടക്കം ഇന്ന് രാവിലെ വരെയുള്ള അനുഭവങ്ങളിൽ നമുക്ക് വ്യക്തമാകുന്നത്. മറ്റൊന്ന് ഹൈക്കോടതി വാർത്തകളിലേക്കൊന്ന് പോകണം. അവിടെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയ റിപ്പോർട്ട് ഇന്ന് സർക്കാർ ഹൈക്കോടതിയിൽ നൽകുന്ന സാഹചര്യമുണ്ട്. കാരണം അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലായി ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്ന് വലിയ നടപടികൾ സംസ്ഥാനത്തുടനീളം നേതാക്കളുടെയും പാർട്ടി ഓഫീസുകളുടെയും ഒക്കെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള വലിയ നടപടികൾ ഹൈക്കോടതിയുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഒപ്പം ലക്ഷദ്വീപ് MP മുഹമ്മദ് ഫൈസൽ ഒരു കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ജാമ്യത്തിൽ വിടണമെന്ന ആവശ്യം ഉന്നയിച്ച പശ്ചാത്തലമുണ്ട്. ഇതടക്കം നിരവധി വാർത്തകൾ ഹൈക്കോടതിയിൽ സംഭവിക്കാനുണ്ട്. ഒപ്പം ഈ നഗരസഭയ്ക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവുമായി ഹോട്ടൽ ഉടമകളും വ്യാപാര വ്യവസായി സമിതിയും നിയമനടപടി ഒരുങ്ങുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. കളമശ്ശേരി നഗരസഭയ്ക്കെതിരെ വ്യാപാരി വ്യവസായ സമിതിയും നഗരസഭയും തമ്മിലുള്ള തർക്കം വലിയൊരു വിഷയമായി അവിടെ നിൽക്കുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. കൊച്ചിയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി ഡാനി പോൾ ചേരുകയാണ്. ഡാനി, ആദ്യം നമുക്ക് ഈ പോപ്പുലർ ഫ്രണ്ട് വിഷയത്തിലേക്കൊന്ന് പോകാം. അവിടെ പോപ്പുലർ ഫ്രണ്ടിന്റെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയ വിഷയം അത് സർക്കാർ വലിയ തോതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഊർജിതമായി നടത്തിയിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി. ആ വിഷയത്തിൽ സർക്കാർ എന്താണ് ഇനി കോടതിയെ ബോധിപ്പിക്കാനുള്ളത്? ഈ നടപടികളിൽ കോടതി തൃപ്തി രേഖപ്പെടുത്താനുള്ള സാഹചര്യമാണോ ഒരുങ്ങുന്നത്?
രഞ്ജിത്ത, ഇതിൽ ഇന്ന് കോടതിയിലേക്ക് ഈ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേസ് നാളെയാണ് പരിഗണിക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ നടപടികൾ പൂർത്തിയാക്കി, അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് അത് റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കേണ്ടതുണ്ട്. അതിൻ്റെ മുന്നൊരുക്കങ്ങൾ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട റവന്യൂ വകുപ്പ് അടക്കമുള്ള ഡിവിഷനുകൾ. ഇതിൽ 5.5 കോടിയോളം രൂപയുടെ നാശനഷ്ടമാണ് മിന്നൽ ഹർത്താൽ മുഖേന സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നതെന്നാണ് കോടതി നിരീക്ഷിക്കുകയും ആ റിപ്പോർട്ടുകൾ പരിഗണിച്ചും വന്നിട്ടുള്ളത്. ഇതിൽ തുടർച്ചയായി ഈ നഷ്ടപരിഹാരം ഈടാക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിൻ്റെ അന്ത്യശാസനം പോലും ലംഘിക്കപ്പെട്ട ഘട്ടത്തിലാണ് കോടതി കർശന നടപടികളിലേക്ക് കടക്കുകയും പൊടുന്നനെ സർക്കാർ ഇതിന് അനുസൃതമായിട്ട് കൊണ്ട് പ്രതികരിക്കാൻ തയ്യാറാകുകയും റവന്യൂ വകുപ്പ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്തത്. സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ ഈ മുൻ PFI നേതാക്കളുടെ വസ്തുവകൾ, വീടുകൾ, അതോടൊപ്പം തന്നെ ഓഫീസുകൾ ഉൾപ്പെടെയുള്ള പലതും തന്നെ ഇതിനോടൊപ്പം ഈ അറ്റാച്ച്മെൻറ്റ് ചെയ്യപ്പെട്ടു അതിൻ്റെ നടപടികളിലേക്ക് കടന്നിരുന്നു. കൂടുതൽ നടപടികളുണ്ടായത് മലപ്പുറം ജില്ലയിലായിരുന്നു. അങ്ങനെ പല ജില്ലകളിലായിട്ട് തന്നെ വ്യാപിച്ചു കിടക്കുന്ന പലരെയും വസ്തുവകൾ ഇതിനോടൊപ്പം ചേർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച് ഇത് എത്ര രൂപയോളം വരുന്ന ഒരു സ്വത്തുക്കൾ, അതിൻ്റെ വിവരങ്ങൾ, വിശദമായ കണക്കുകൾ, ആരുടെയൊക്കെയാണ് ഭൂമി, ഇതെല്ലാം തന്നെ വളരെ വിശദമായിട്ട് തന്നെ ഇവർക്ക് സംഘടനയുമായുള്ള ബന്ധം, അങ്ങനെ അതെല്ലാം തന്നെ നേരിട്ട് വ്യക്തമാക്കുന്ന രീതിയിലുള്ള വിശദമായ റിപ്പോർട്ട് തന്നെയാവും ഇന്ന് ഹൈക്കോടതിക്ക് മുൻപാകെ എത്തുക. ഹൈക്കോടതിക്ക് ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് അത് അന്ത്യശാസനമാണ്. ഇന്ന് റിപ്പോർട്ട് നൽകണം. അതിനുശേഷം അടുത്ത ദിവസമായിരിക്കും ഈ കേസ് കോടതിയുടെ പരിഗണനയിലേക്ക് വരിക. കൂടുതൽ വിശദാംശങ്ങളും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളും എല്ലാം തന്നെ കോടതി അത് സംബന്ധിച്ച് പരിശോധിക്കുന്നതും വരും ദിവസങ്ങളിൽ നാളെ തന്നെയായിരിക്കും കേസ് പരിഗണിക്കുന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ലക്ഷദ്വീപ് മുൻ MP മുഹമ്മദ് ഫൈസലിൻ്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അദ്ദേഹം ഈ കേസ് റദ്ദാക്കണം, തനിക്കെതിരെയുള്ള നടപടികൾ റദ്ദാക്കണം. ഇപ്പോൾ വിധിച്ചിരിക്കുന്ന ഈ കവരത്തെ മജിസ്ട്രേറ്റ് കോടതി വിധിച്ചിരിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് 10 വർഷം തടവും 1 ലക്ഷം രൂപയുമാണ് ഫൈസലും കൂട്ടാളികളും ഒരു കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ ഇതിൽ തങ്ങൾ കൊടുത്തിട്ടുള്ള കൗണ്ടർ ഹർജികളുണ്ട്. ഇതൊന്നും പരിഗണിക്കാതെയാണ് ഈ ശിക്ഷാവിധിയിലേക്ക് കടന്നിരിക്കുന്നതെന്നാണ് MP-യുടെയും അതോടൊപ്പം തന്നെ കൂട്ടരുടെയും തന്നെ പ്രധാന വാദം. അതുകൊണ്ട് ഇത്തരം ഈ വാദങ്ങൾ പരിഗണിച്ച് വേണം പോകേണ്ടത്. കാരണം അല്ലാത്ത പക്ഷം അത് സുപ്രീം കോടതിയുടെ മുൻ വിധികളുടെ ലംഘനമാണ് എന്നാണ് ഇവർ ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് തങ്ങളുടെ വാദമുഖങ്ങൾ കൂടി പരിഗണിക്കണം എന്നാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന് ലക്ഷദ്വീപ് ഭരണകൂടം വളരെ നിശിതമായിട്ട് തന്നെ എതിർത്തിട്ടുണ്ട്. കാരണം ഇതൊരു തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്നും അത് തെറ്റായ സന്ദേശം സമൂഹത്തിന് നൽകുമെന്നും ഇവർ വാദിക്കുന്നു. എന്തായാലും ഈ കവരത്തി കോടതിയിൽ നിന്ന് ഇതിൻ്റെ രേഖകളടക്കം വിളിച്ചു വരുത്താനായിട്ട് കോടതി രജിസ്ട്രാറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതിൽ പരാതിക്കാരനെയും അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെയും എല്ലാം തന്നെ ആർഗ്യുമെൻറ്റ്സ്, അവരുടെ വാദങ്ങളെല്ലാം തന്നെ കോടതി വിശദമായിട്ട് കേൾക്കും. വരും ദിവസങ്ങളിലായിരിക്കും ഒരുപക്ഷെ ഇന്ന് അതിൻ്റെ വിശദമായ വാദം കേൾക്കൽ മാത്രമാണ്, അത്തരം നടപടികളായിരിക്കും കോടതിയിൽ നിന്ന് ഉണ്ടാകുക. മറ്റൊന്ന്, ഒരു പ്രധാനപ്പെട്ട കേസ് കൂടി കോടതിയുടെ മുന്നിലേക്ക് വരുന്നത് സാങ്കേതിക സർവകലാശാല നിയമനം സംബന്ധിച്ച കാര്യങ്ങളാണ്. അതിൽ വൈസ് ചാൻസലർ നിയമനം ഗവർണർ നടത്തിയതിന് ചോദ്യം ചെയ്തുകൊണ്ടാണ് സർക്കാർ സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹർജി എന്ന് പറയുന്നത്. അതിൽ നേരത്തെ സിസ ജേക്കബിനെ നിയമിച്ചത് അത് ചോദ്യം ചെയ്തത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ച് അത് ശരിവെച്ചിരുന്നു. പക്ഷേ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഡിവിഷൻ ബെഞ്ചിലേക്ക് വീണ്ടും സർക്കാർ സമീപിച്ചിരിക്കുന്നത്. ഇതിൽ UGC അവർ സാവകാശം ചോദിച്ചിരുന്നു. കാരണം ഇത് അഡീഷണൽ സോളിസിറ്റർ ജനറൽ അദ്ദേഹം ഹാജരാകുന്നതിന് വേണ്ടി വിശദീകരണം നൽകുക അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനുവേണ്ടി സാവകാശം ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് കേസ് നീട്ടിയത്. ആ കേസ് കൂടി ഇന്ന് പരിഗണനയിലേക്ക് വരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഡാനി, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നേരത്തെ പറഞ്ഞതുപോലെ ഡാനി തുടങ്ങിയതായിരിക്കാം ഈ കളമശ്ശേരി നഗരസഭയിലെ വിഷയമാണ്. അത് വ്യാപാരി വ്യവസായികളും നഗരസഭയുമായി ബന്ധപ്പെട്ടുള്ള വലിയ തർക്കമായി ഉടലെടുക്കുന്നതിന്റെ പശ്ചാത്തലം നമ്മൾ കണ്ടു. നഗരസഭയ്ക്കെതിരെ വ്യാപാരികൾ രംഗത്ത് വരുന്നു. അനാവശ്യമായ റെയ്ഡുകളാണ്, അനാവശ്യമായ പരിശോധനകളാണ് എന്ന് പറയുന്നു. ആ വിഷയത്തിൽ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണോ വ്യാപാരികൾ? രഞ്ജിത്ത്, ഇപ്പോൾ കളമശ്ശേരി നഗരസഭയെ പ്രതിക്കൂട്ടിലാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഈ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ, അതോടൊപ്പം തന്നെ കേരള വ്യാപാരി വ്യവസായി സമിതി, വ്യാപാരികളുടെ കൂട്ടായ്മ ഇവരടക്കം നീങ്ങുന്നത്. സമിതി എന്ന് പറയുന്നത് ഇടത് ഒരു മനോഭാവമുള്ളൊരു സംഘടനയാണ്. ഇവരടക്കം നീങ്ങുന്നത് കളമശ്ശേരി നഗരസഭയുടെ നടപടികൾ തിടുക്കപ്പെട്ടിട്ടുള്ളതായിരുന്നു. ഈ ഹോട്ടൽ ഉടമകൾ അവരെല്ലാം തന്നെ ഹോട്ടലുകളുടെ പേരുകൾ പുറത്തുവിടുമ്പോൾ അതിൽ കൃത്യമായ രീതിയിലൊരു പരിശോധനകൾ നടത്താതെ ആരെ എന്ന് വാങ്ങിച്ചു എന്നതുപോലും വ്യക്തമാക്കാത്ത രീതിയിലാണ്
ഈ പേരുകൾ പുറത്തുവിട്ടത്. ഇത് ഹോട്ടൽ ഇൻഡസ്ട്രിയെ തന്നെ തകർക്കുന്ന രീതിയിലാണ്. ഇതിൽ കൃത്യമായൊരു ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ നഗരസഭ പരാജയപ്പെട്ടു. പലരും പണ്ട് വാങ്ങിച്ചിരുന്ന കണക്കുകളും കാര്യങ്ങളുമാണ് പറയുന്നത്. സമീപകാലത്തൊന്നും ഈ ഹോട്ടലുകളൊന്നും അവരിൽ നിന്ന് ഈ ഇറച്ചി വാങ്ങിച്ചിട്ടില്ല എന്നത് അടക്കമുള്ള വാദമുഖങ്ങൾ ഇവർ നിരത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു നടപടിക്കെതിരെ ഇത്തരം ഉത്തരവാദിത്വം ഇല്ലായ്മയാണ് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതിയെ സമീപിക്കുന്നത്. നിലവിൽ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അവരുടെ നിയമ നടപടികൾ തുടങ്ങും. നോട്ടീസ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രഞ്ജിത, ഏതായാലും ഒരുപാട് വിഷയങ്ങൾ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് ഇന്ന് വരുന്നുണ്ട്. ഇതൊക്കെ വരും മണിക്കൂറുകളിൽ വാർത്തകൾ തലക്കെട്ടുകളായി മാറുന്ന പശ്ചാത്തലം കൂടി ഒരുങ്ങി വരുന്നു. ഏതായാലും നമുക്ക് ഡാനി പോളും ബി അരുണും അടക്കമുള്ളവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്. ഒപ്പം പ്രസാദ് ഉടുമ്പശ്ശേരിയും പാലക്കാട്ടെ ധോണി ആനയുടെ വിശേഷങ്ങളുമായി ചേർന്നിരുന്നു. നമുക്ക് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ഇപ്പോൾ കൂട്ടിലേക്ക് ഇറക്കിയിരിക്കുന്നു. നിലവിൽ PT7 ശാന്തനാണ്. കാരണം മയക്കം വിട്ടുമാറാൻ ഇനിയും ഏറെ സമയമെടുക്കും. മയക്കം വിട്ടുവന്നതിന് ശേഷമായിരിക്കും ഇതെങ്ങനെയാണ് ഈ ഒരു മാറിയ സാഹചര്യത്തോട് പ്രതികരിക്കുക എന്ന് പറയാനാവുക. കാരണം ഈ പലതരത്തിലും ഈ ആന ഈ പ്രതിരോധം തകർക്കുവാൻ, പ്രതിരോധം ഇല്ലാതെയാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് ഉറപ്പാണ്. നിലവിൽ ആന മയക്കത്തിലായതുകൊണ്ട് തന്നെ കൂട്ടിൽ ശാന്തനായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഇനിയുള്ള മണിക്കൂറുകളിൽ ഈ സെഡേഷൻ മാറിയതിന് ശേഷം എന്ത് തരത്തിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ പ്രതികരണം എന്നതാണ് അറിയാനുള്ളത്. നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. മിഷൻ PT7 ഈ സമയം വരേക്കും വിജയമാണ്. കാരണം നിർദ്ദിഷ്ട കാര്യങ്ങൾ, ഉദ്ദേശിച്ച കാര്യങ്ങൾ അണുവിട തെറ്റാതെ കൃത്യമായ പ്ലാനിങ്ങോടെ, കൃത്യമായ എക്സിക്യൂഷനോടെ നടപ്പാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞു. രാവിലെ പുലർച്ചെ മുതൽ, കഴിഞ്ഞ ദിവസം മുതൽ ആനയെ കൃത്യമായി ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അനുയോജ്യമായ സ്ഥലത്ത് ആന എത്തിയെന്ന് പുലർച്ചെ 3 മണിക്ക് തന്നെ അരുൺ സഖറി അടങ്ങുന്ന സംഘത്തിന് ഇൻഫർമേഷൻ ലഭിച്ചു. 5:30 അരുൺ സഖറി അടങ്ങുന്ന സംഘം അവിടെ എത്തുന്നു. 7:10 വെടിവെക്കുന്നു. 11:30 കുങ്കിയാനകളുടെ സഹായത്തോടെ PT7 വാഹനത്തിലേക്ക് കയറ്റുന്നു. വളരെ വേഗത്തിൽ 12:30 ധോണി ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിലൊരുക്കിയ ആനക്കൊട്ടിലേക്ക് ആനയെ മാറ്റിയിട്ടുണ്ട്. നിലവിൽ ആന ശാന്തനാണ്. സെഡേഷൻ പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല. പക്ഷേ നിലവിൽ സ്ഥിതികൾ നിയന്ത്രണ വിധേയമാണ്. എന്താണെങ്കിലും ഈ ഒരു ദൗത്യം ഉദ്ദേശിച്ച പോലെ തന്നെ വിജയകരമായി നടപ്പിലാക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു ആശ്വാസം അധികൃതർക്കുണ്ട്. PT7 പിടിയിലായതിൻ്റെ ഒരു വലിയ ആശ്വാസം നാട്ടുകാർക്കും പങ്കുവെക്കാനുണ്ട്. നമ്മൾ അല്പസമയം മുമ്പ് നാട്ടുകാരുടെ എല്ലാം തന്നെ പ്രതികരണം തേടിയപ്പോഴും അവർക്കെല്ലാം പറയാനുള്ളത് ഇതിൻ്റെ ഒരു ആശ്വാസവും സന്തോഷവും, ഒരു ലോട്ടറി കിട്ടിയാൽ പോലും ഇതിലേറെ സന്തോഷം ഉണ്ടാകില്ല എന്നൊക്കെയാണ് നാട്ടുകാരുടെ പ്രതികരണം. എന്താണെങ്കിലും വളരെ ആശ്വാസത്തോടെയാണ്, വളരെ സന്തോഷത്തോടെയാണ് ഈ ഒരു മിഷൻ അധികൃതർ പൂർത്തിയാക്കിയിരിക്കുന്നത്. ശരി, അനുമോദാണ് അവിടെ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അനുമോദ തുടരുക. എന്തായാലും PT7 ദൗത്യം പൂർണ്ണമായിരിക്കുന്നു. അതിന്റെ ആശ്വാസത്തിലാണ് ധോണി മേഖല. ധോണിയിലെ ജനങ്ങൾ ഒരു ലോട്ടറി കിട്ടിയാൽ പോലും ഇത്രയധികം സന്തോഷമുണ്ടാകില്ല എന്നാണ് തൊട്ടുമുമ്പ് അനുമോദിനോടക്കം അവിടുത്തെ പ്രദേശവാസികളടക്കം പ്രതികരിച്ചത്. എന്തായാലും PT7 കൂട്ടിലായിരിക്കുന്നു. ആനയെ കൂട്ടിൽ കയറ്റുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. സോളം പറഞ്ഞാ പ്രഭാത കേരളം തുടരുകയാണ്. ഇല്ലായ്മകളോട് പൊരുതി വിദ്യാഭ്യാസ വിജയം നേടിയ മലയാളി ഓസ്ട്രേലിയയിൽ അഭിമാന താരമാകുന്നു.
എഡിത്ത് കോവാൻ സർവകലാശാലയിൽ അധ്യാപകനായ ഡോക്ടർ ഷാജിമോൻ പീറ്ററാണ് ജീവിതം തന്നെ പാഠപുസ്തകമാക്കുന്നത്. വിദേശ രാജ്യങ്ങളിലെ പഠനം മലയാളികൾ അഭിമാന പ്രശ്നം എന്ന നിലയിൽ കാണരുതെന്നും അദ്ദേഹം പറയും. നടന്നു തീർത്ത വഴികൾ നിരവധിയാണ്. പല തൊഴിലുകൾ, പല വേഷങ്ങൾ. അവയ്ക്കെല്ലാം ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: പഠിച്ച് മുന്നേറുക എന്നത്. ഇടുക്കി മേലുകാവിലെ കർഷകനായ പീറ്ററിൻ്റെയും മറിയത്തിൻ്റെയും മകൻ പ്രീ ഡിഗ്രി തോറ്റ് പഠനം നിർത്തി റബ്ബർ ടാപ്പിങ്ങിന് പോയ കുട്ടിയാണ്. പിന്നെ പല പണികളെടുത്ത് പഠിച്ച് പാലാ സെൻറ് തോമസ് കോളേജിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദം നേടി. ഇംഗ്ലണ്ടിലെയും ഓസ്ട്രേലിയയിലെയും വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് മാസ്റ്റർ ബിരുദവും PhDയും എടുത്തു. വിദേശ രാജ്യങ്ങളിലെ പഠനം ഇത്ര കണ്ട് സൗകര്യമാർന്ന കാലത്തല്ല ഷാജിമോൻ ഈ വിജയങ്ങൾ നേടിയത്. ഇന്ന് വിദേശ പഠനം ലക്ഷ്യമിടുന്നവരോട് അദ്ദേഹത്തിന് പറയാനും ചിലതുണ്ട്. പണ്ടേതോ സിനിമയിലൊക്കെ കേട്ടതുപോലെ എൻ്റെ മോൻ അമേരിക്കയിലാണ്, അല്ലെ എൻ്റെ മോള് ഓസ്ട്രേലിയയിലാണെന്നൊക്കെ പറയുന്നത് ഒരു സ്റ്റേറ്റസ് സിമ്പിളായിട്ട് മാറിക്കഴിഞ്ഞു. അങ്ങനെ പോയാൽ ഒരുപക്ഷെ കുട്ടികൾ വലിയ പ്രതിസന്ധികളെ നേരിടാം. കാരണം അവരെന്ത് കോഴ്സാണ് പഠിക്കുന്നത്, അതിന് സാധ്യതകളുണ്ടോ, അവിടെ അതിന് സ്ഥിരതാമസം കിട്ടാനുള്ള സാധ്യതകളുണ്ടോ, സ്റ്റേ ബാക്ക് ഓപ്ഷൻസ് ഉണ്ടോ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊരു കോഴ്സ് എടുക്കുന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയണം. ഇടക്കാലത്ത് ജസ്യൂട്ട് സന്യാസ സമൂഹത്തിന്റെ ഭാഗമായിരുന്നു. പിന്നെ സെമിനാരി വിട്ട് ഫോർഡ് ഫൗണ്ടേഷന്റെ ഫെലോഷിപ്പോടെയാണ് വിദേശത്തേക്ക് പോയത്. വിദേശ സർവകലാശാലകൾ സംസ്ഥാനത്ത് സ്വാഗതം ചെയ്യപ്പെടുമ്പോൾ അത് എത്ര കണ്ട് സ്വീകരിക്കപ്പെടുമെന്ന സംശയവും അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അതിൽ നമ്മൾ കാണേണ്ടത് ഈ വിദ്യാഭ്യാസത്തിന്റെ ഗുണവും അത് കുട്ടികൾക്ക് നൽകുന്ന അറിവുമാണ്. പക്ഷെ ഇവിടെ ഉണ്ടാകുന്നൊരു ചോദ്യം ഇതാവും: ഇവിടുത്തെ ഈ ക്യാമ്പസിൽ പഠിച്ചാൽ ഈ കുട്ടികൾക്ക് വിദേശത്തേക്ക് പോകാൻ സാധിക്കുമോ, അവിടെ സ്ഥിരതാമസം കിട്ടുമോ, അവിടെ ജോലി കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ അതിനൊരു ഉത്തരം കാണില്ല, അല്ലേ? കാരണം അവരിവിടെയാണല്ലോ പഠിക്കുന്നത്, ഇവിടുത്തെ എക്സ്പീരിയൻസ്. അപ്പോൾ അത്തരം കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ ഹയർ ലെവലിൽ നെഗോഷിയേഷൻസിലേക്ക് വരുന്നത്. ഇതിനുള്ള സാധ്യതകൾ എന്താണ്, ഇവിടെ പഠിച്ചാൽ അവിടെ പോയി സ്റ്റേ ബാക്ക് കിട്ടുമോ, അവിടെ ജോലി കിട്ടുമോ, അവിടെ സ്ഥിരതാമസം കിട്ടുമോ എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു കുട്ടികളെ ആകർഷിക്കണമെങ്കിൽ. ഭാര്യ മരിയയും മക്കൾ ശ്രീഷ, ഷാൽവിൻ എന്നിവരും അടങ്ങുന്നതാണ് ഷാജിമോന്റെ കുടുംബം. അധ്യാപനത്തിന്റെ അനന്ത സാധ്യതകളിൽ പൊള്ളുന്ന അനുഭവങ്ങളും ചേർത്ത് അവതരിപ്പിക്കുന്ന ഡോക്ടർ ഷാജിമോൻ ജീവിത വിജയത്തിന്റെ വിസ്മയ പാഠങ്ങളാണ് പകർന്നു നൽകുന്നത്. ന്യൂസ് 18 കൊച്ചി. കേരളത്തിന്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ അഷ്ടമുടിക്കായലിന് പ്രത്യേക ഇടം കണ്ടെത്താൻ വിവിധ പദ്ധതികളുമായി ടൂറിസം വകുപ്പ്. കൊല്ലം DTPCയുമായി ചേർന്ന് ഹൗസ് ബോട്ട് സംഘടന ഒരുക്കുന്ന അഷ്ടമുടിയെ അറിയാം യാത്രയിൽ കായൽ സൗന്ദര്യം ആവോളം ആസ്വദിക്കാം. വ്യത്യസ്തമായ കായൽ വിഭവങ്ങളും രുചിച്ച് യാത്ര ചെയ്യാമെന്നതാണ് മറ്റൊരു പ്രത്യേകത. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ ജട്ടിയിൽ നിന്ന് ആരംഭിക്കുന്ന കായൽ യാത്ര മൺട്രോത്തുരുത്ത് കല്ലടയാർ വരെ 35 കിലോമീറ്റർ നീളും. തീരജീവിതം, കയർ നിർമ്മാണം, മത്സ്യബന്ധനം, നാടൻ കല, നാടൻ പാട്ട്, കണ്ടൽക്കാടുകൾ, മത്സ്യബന്ധന യാനങ്ങൾ, വിളക്കമ്മ, ദേശാടന കിളികൾ, പഞ്ചനക്ഷത്ര ഹോട്ടൽ തുടങ്ങി കണ്ടു തീർക്കാനാകാത്ത വിധം കാഴ്ചകളാൽ സമ്പന്നമാണ് അഷ്ടമുടിയെ അറിയാം യാത്ര. റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഒപ്പം നമ്മൾ സസ്റ്റൈനബിൾ ടൂറിസവും എക്സ്പീരിയൻസ് ടൂറിസവും ഒക്കെ ഉള്ള യഥാർത്ഥ ആശയങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും അതുവഴി നമ്മുടെ ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളെയും വിദേശ ടൂറിസ്റ്റുകളെയും കൊല്ലത്തിൻ്റെ അഷ്ടമുടിക്കായലിൻ്റെ സൗന്ദര്യവും അതിൻ്റെ പ്രത്യേകതകളും ഒക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. കായൽ യാത്രയിലെ മറക്കാനാകാത്ത കാഴ്ചകളിലൊന്നാണ് സാമ്പ്രാണിക്കൊടി. ഇവിടെ വെള്ളം മുട്ടറ്റം മാത്രം, തണലൊരുക്കി കണ്ടൽ മരങ്ങളും, പാദങ്ങളിൽ മുട്ടിയുരുമ്മി കടന്നു പോകുന്ന കരിമീനും ചെമ്മീനും. ഇടത്തോടുകളിൽ തുഴഞ്ഞ് മൺട്രോത്തുരുത്തിലെ ഗ്രാമജീവിതം നേരിൽ കാണാനും ഹൗസ് ബോട്ട് സംഘടന അവസരമൊരുക്കും. കായൽ വിഭവങ്ങൾ രുചിച്ചുകൊണ്ട് യാത്ര തുടരാമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. വരും നാളുകളിൽ ആലപ്പുഴയെ വെല്ലും വിധത്തിൽ
ഹൗസ് ബോട്ട് ടൂറിസം വളർത്താമെന്ന പ്രതീക്ഷയിലാണ് DTPCയും ഹൗസ് ബോട്ട് സംഘടനയും. ന്യൂസ് 18 കൊല്ലം. കാർഷിക സംസ്കൃതിയുടെ നേർക്കാഴ്ച വിളിച്ചോതി കണ്ണൂർ ചെറുപുഴയിൽ നടക്കുന്ന വിത്തുത്സവം ശ്രദ്ധേയമാകുന്നു. ഫെയർ ട്രേഡ് അലയൻസ് കേരളയുടെ നേതൃത്വത്തിലാണ് ചെറുപുഴ പഞ്ചായത്ത് ഓഫീസിന് സമീപം വിത്തുത്സവം നടക്കുന്നത്. നാടൻ വിളകളുടെ വിസ്മയലോകം തീർത്താണ് വിത്തുത്സവം കടന്നുപോകുന്നത്. നാടൻ രീതിയിൽ തയ്യാറാക്കിയ വിത്തുപുര പരമ്പരാഗത വിത്തുക്കളുടെയും മറ്റ് നടീൽ വസ്തുക്കളുടെയും കാർഷികോൽപ്പന്നങ്ങളുടെയും വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. അന്യം നിന്നു പോകുന്ന വിത്തുകളുമായി കണ്ണൂർ ജില്ലയ്ക്ക് പുറമെ കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളും തമിഴ്നാട്ടിൽ നിന്നുള്ള കർഷക സംഘങ്ങളും വിത്തുത്സവത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. കർഷകരും വിദ്യാർത്ഥികളുമെല്ലാം ഒഴുകിയെത്തിയ വിത്തുത്സവത്തിൽ കർഷക പ്രക്ഷോഭ നേതാവ് രാകേഷ് ടിക്കായത്തിന്റെ സാന്നിധ്യം ശ്രദ്ധേയമായി. हमको आने वाले टाइम पे MSP गारंटी कानून भारत सरकार से चाहिए, उसी से ही किसान बच सकता है. मिनिमम सपोर्ट प्राइस, MSP, स्वामीनाथन कमेटी की रिपोर्ट, इन दो चीज़ पे एक बड़े आंदोलन की फिर हम तैयारी कर रहे हैं. समस्त साउथ के किसानों से अपील है कि वे आंदोलन में हिस्सेदारी की तैयारी करें. ടിക്കായത്തിനെ കൂടാതെ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള 19 കർഷക നേതാക്കളും ഈ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നുണ്ട്. അന്യം നിന്നു പോകുന്ന ചെടികളും വിത്തുകളും വാങ്ങാൻ ആദ്യ ദിവസം മുതൽ തന്നെ നല്ല തിരക്ക് അനുഭവപ്പെട്ടു. സ്ത്രീ സംരംഭകരുടെ പോഷകഭക്ഷ്യമേളയും ഭക്ഷ്യോൽപ്പന്നങ്ങളും വിത്തുത്സവത്തിന് മാറ്റുകൂട്ടി. കാർഷിക രാജ്യമായ ഇന്ത്യയിൽ കർഷകരെ ഏവരും അവഗണിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കൃഷിക്കും കർഷകനും പ്രോത്സാഹനം നൽകുന്ന രീതിയിൽ കാർഷികോൽപ്പന്നങ്ങൾക്ക് മതിയായ വില നൽകുന്നതിനും ആവശ്യപ്പെട്ടുകൊണ്ട് ട്രേഡ് കേരള സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടി കർഷക കേരളത്തിന് എന്തുകൊണ്ടും അഭിമാനകരമാണ്. കാർഷികോൽപ്പന്നങ്ങളുടെ വിലത്തകർച്ചയും കാർഷിക മേഖലയിലെ പ്രതിസന്ധിയും കാരണം ദുരിതമനുഭവിക്കുന്ന കർഷകർക്ക് പ്രതീക്ഷയുടെ പൊൻകിരണം നൽകുന്നതാണ് ഇത്തരം ഫെസ്റ്റുകളെന്ന് ചെറുപുഴ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ജോയി. ഇവിടെ ഈ നമ്മുടെ തനതായി ഉൽപ്പാദിപ്പിക്കുന്ന വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന വിത്തുകൾ ഇവിടെ കൊടുക്കുകയാണ്, അതിൻ്റെ തൈ ഇവിടെ കൊടുക്കുകയാണ്. അതിനപ്പുറത്ത് കൃഷിക്കാരൻ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പം അവരൊരു പുതിയ സന്ദേശം, എനിക്ക് തോന്നുന്നു ഒരു പുതിയ സന്ദേശം കൊടുക്കുക. നമ്മൾ പ്രതിസന്ധി വരുമ്പോൾ അവിടെ വിറങ്ങലിച്ച് നിൽക്കലല്ല, ഇതാ ഇങ്ങോട്ട് വാ, ഈ കാര്യങ്ങളൊക്കെ ചെയ്യേ, ഇതാ ഞങ്ങൾ പുതിയ വാഴവിത്തുണ്ടാക്കിയിരിക്കുന്നു, ചേന, വിവിധ പരിപാടികളോടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതൊരു ചെറുത്തുനിൽപ്പിൻ്റെ ഗാഥയാണ്. ശ്രീനി ആലക്കോട്, ന്യൂസ് 18 കണ്ണൂർ. കോന്നി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിൽ സഞ്ചാരികളുടെ തിരക്കേറുന്നു. കല്ലടയാറിന്റെ ഓളപ്പരപ്പിൽ കുട്ടവഞ്ചി സവാരിക്കായി എത്തുന്നത് വിദേശികളും സ്വദേശികളുമടക്കം നിരവധി സഞ്ചാരികളാണ്. കോന്നി അടവി ഇക്കോ ടൂറിസം സെന്ററിൽ വലിയ തിരക്കാണ് എപ്പോഴും അനുഭവപ്പെടുന്നത്. വശ്യമായ കാനന സൗന്ദര്യം ആസ്വദിച്ച് കല്ലടയാറിന്റെ ഓളപ്പരപ്പിലൂടെയുള്ള കുട്ടവഞ്ചി യാത്രയാണ് സഞ്ചാരികളെ അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നത്. നാലു പേർക്കിരിക്കാവുന്ന കുട്ടവഞ്ചി യാത്രയിൽ കല്ലടയാറിന്റെ തീരത്തുള്ള കാനന ഭംഗി ആവോളം ആസ്വദിക്കാം. അരമണിക്കൂറുള്ള യാത്രയിൽ കാട്ടുമൃഗങ്ങളെയും ചിലപ്പോൾ സഞ്ചാരികൾക്ക് അടുത്ത് കാണാം. ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്ക് ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള റൈഡാണ് ഈ കുട്ടവഞ്ചി. നല്ലായിരുന്നു, മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു വൺ ഡേ വീക്കെൻഡൊക്കെ നമുക്കൊന്ന് വന്നു പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. വേനൽക്കാലത്ത് നദിയിൽ വെള്ളം കുറവാണെങ്കിലും സവാരിക്കെത്തുന്ന സഞ്ചാരികളുടെ തിരക്കിന് ഒട്ടും കുറവില്ല. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേരാണ് കുട്ടവഞ്ചി സവാരിക്കായി എത്തുന്നത്. മറ്റിടങ്ങളിലെ യാത്രകളേക്കാൾ കുട്ടവഞ്ചി യാത്ര സഞ്ചാരികൾക്ക് വേറിട്ട അനുഭവമാകുന്നു. ഞാൻ മുമ്പ് ഒരിക്കൽ ഹൊഗനക്കിൽ പോയിട്ടുണ്ട്. അപ്പം കേരളത്തിൽ ആദ്യം ഇവിടെ മാത്രമേ ഉള്ളൂ ആകെ. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നതാണ്. ആക്ച്വലി നല്ല ഒരു റൈഡായിരുന്നു. ഇവിടുത്തെ സ്റ്റാഫാണെങ്കിലും അവരെല്ലാവരും കാര്യമായിട്ട് ചോദിച്ചിട്ടാണ് അവർ തന്നെ എക്സ്പ്ലനേഷൻ എല്ലാം തരുന്നുണ്ട്. ഇവിടെ എങ്ങനെയായിരുന്നു വെള്ളത്തിൻ്റെ പൊക്കവും കാര്യങ്ങളും എല്ലാം അവർ തന്നെ അതും പറഞ്ഞു തരുന്നുണ്ട്. നല്ല
നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ വരുമാനത്തിലും വൻ വർധനവാണ്. നിരവധി സിനിമകളുടെ ചിത്രീകരണവും അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിൽ നടന്നിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. മാധവ് ഗാഡ്ഗിലിനോടുള്ള സമീപനത്തിൽ കത്തോലിക്ക സഭ നിലപാട് മാറ്റുന്നു. ഗാഡ്ഗിൽ മുന്നോട്ട് വെച്ച വന്യജീവി ശല്യം തടയാനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങൾ അംഗീകരിക്കണമെന്ന നിലപാടിലാണിപ്പോൾ സഭ. മലയോര കർഷകരുടെ സംഘടനയായ സേവ് വെസ്റ്റേൺ ഘട്ട് പീപ്പിൾ ഫൗണ്ടേഷൻ വന്യജീവി പ്രശ്നങ്ങളെക്കുറിച്ച് സംഘടിപ്പിച്ച ഓൺലൈൻ യോഗത്തിൽ മാധവ് ഗാഡ്ഗിലായിരുന്നു മുഖ്യ അതിഥി. പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ തയ്യാറാക്കിയ പശ്ചിമഘട്ട സംരക്ഷണ റിപ്പോർട്ടിനെതിരെ മലയോര മേഖലയിൽ നിരവധി സമരങ്ങൾ നടന്നിരുന്നു. ഗാഡ്ഗിൽ റിപ്പോർട്ട് കത്തിച്ചും മാധവ് ഗാഡ്ഗിലിന്റെ കോലം കത്തിച്ചും നടന്ന സമരത്തിന് നേതൃത്വം നൽകിയത് കത്തോലിക്ക സഭയായിരുന്നു. വലിയ പ്രതിഷേധങ്ങൾ നടന്നത് താമരശ്ശേരി മേഖലയിലായിരുന്നു. താമരശ്ശേരി റേഞ്ച് ഓഫീസിന് പ്രതിഷേധക്കാർ തീയിട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഗാഡ്ഗിലിനോടുള്ള സമീപനത്തിൽ സഭയും കർഷക സംഘടനകളും നിലപാട് മാറ്റുകയാണ്. വന്യജീവികളുടെ പോപ്പുലേഷൻ നിയന്ത്രിക്കാൻ കള്ളിങ് ഉൾപ്പെടെ നടത്താവുന്നതാണെന്ന ഗാഡ്ഗിലിന്റെ അഭിപ്രായത്തെ സ്വാഗതം ചെയ്ത് സഭാധ്യക്ഷന്മാർ തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്ന വന്യജീവികളുടെ കണക്കിൽ വസ്തുതയുണ്ടോ എന്ന സംശയവും ഗാഡ്ഗിൽ പ്രകടിപ്പിച്ചിരുന്നു. മലയോര കർഷക സംഘടനയായ സേവ് വെസ്റ്റേൺ ഘട്ട് പീപ്പിൾ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ഓൺലൈൻ യോഗത്തിൽ മാധവ് ഗാഡ്ഗിലും താമരശ്ശേരി ബിഷപ്പ് റമജിയോസ് ഇഞ്ചനാനിയലും പങ്കെടുത്ത് സംസാരിച്ചു. വന്യജീവി വിഷയത്തിൽ മാധവ് ഗാഡ്ഗിലിനെ കേരളത്തിൽ കൊണ്ടുവരുന്നതടക്കമുള്ള കാര്യങ്ങൾ സഭയുടെ നിയന്ത്രണത്തിലുള്ള കർഷക കൂട്ടായ്മ ആലോചിക്കുന്നുണ്ട്. മാധവ് ഗാഡ്ഗിലിന്റെ മുൻ നിലപാട് ഇങ്ങനെയായിരുന്നോ എന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ ചോദിക്കുന്നു. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളാണ്. ആ അഭിപ്രായ പ്രകടനം നടത്തിയ കൂട്ടത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ നിയമം പര്യാപ്തമല്ല. ഉദ്യോഗസ്ഥന്മാർക്കും ഗവൺമെന്റിനും നിലവിലുള്ള നിയമം അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ എന്ന വസ്തുത ഞങ്ങളെപ്പോലെ തന്നെയോ അതിൽ കൂടുതലും അറിയുന്നവരാണ് ഗാഡ്ഗിലിനെ പോലുള്ള പ്രശസ്തർ. അദ്ദേഹം ഇന്നും പറഞ്ഞിട്ടുണ്ട്, നിയമമാണ് പൊളിച്ചെഴുതേണ്ടത്, നിയമം പൊളിച്ചെഴുതേണ്ടത് കേന്ദ്രമാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേന്ദ്ര നിയമം നിലനിൽക്കുന്നിടത്തോളം കാലം വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പൊതുസമൂഹം എന്തൊക്കെ പറഞ്ഞാലും അതിനനുസരിച്ച് മാത്രമേ പോകാൻ കഴിയൂ എന്ന യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് വേണം എന്തു ചെയ്യാൻ. അപ്പോൾ നിലവിൽ നിയമം മാറ്റുന്നത് വരെ ഒന്നും ചെയ്യേണ്ട എന്നാണോ? ഗാഡ്ഗിൽ റിപ്പോർട്ടും കസ്തൂരിരംഗൻ റിപ്പോർട്ടും പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമുള്ള ഉമ്മൻ വി ഉമ്മൻ റിപ്പോർട്ടും സഭ തള്ളിയിരുന്നു. S വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കി UAE-യിലെ സ്കൂളുകൾ. രാജ്യവ്യാപകമായി പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിരോധിക്കുന്നതിന്റെ ഭാഗമായാണ് സ്കൂളുകളുടെ നടപടി. വാട്ടർ ഫിൽറ്ററുകൾ, ചണം, ബാഗുകൾ അടക്കമുള്ളവയുടെ ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുകയാണ്. 2024 ജനുവരി 1 മുതലാണ് ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ബാഗുകൾക്ക് പൂർണ്ണമായും നിരോധനം പ്രാബല്യത്തിൽ വരുന്നത്. ദേശീയ നയത്തിനനുസൃതമായി രാജ്യത്തെ സ്കൂളുകളിലും പ്ലാസ്റ്റിക് ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കാനുള്ള നടപടികളാണ് ആവിഷ്കരിക്കുന്നത്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് പകരം ബദൽ മാർഗങ്ങൾ ഉപയോഗിക്കാനാണ് കുട്ടികൾക്കും മാതാപിതാക്കൾക്കും സ്കൂളുകൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വെള്ളം കുടിക്കുന്നതിന് സ്കൂളുകളിൽ വാട്ടർ ഫിൽറ്ററുകൾ സജ്ജമാണ്. വെള്ളക്കുപ്പികളിലും ലഞ്ച് ബോക്സുകളിലും പ്ലാസ്റ്റിക് ഒഴിവാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വർഷം അവസാനത്തോടെ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ പൂർണ്ണമായി ഒഴിവാക്കുമെന്ന് എമിറേറ്റിലെ വിവിധ സ്കൂളുകൾ വ്യക്തമാക്കി. കുട്ടികളും അധ്യാപകരും മറ്റ് ജീവനക്കാരും ഉൾപ്പെടെ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ വേണ്ട നടപടിയും സ്കൂളുകൾ കൈക്കൊണ്ടിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം ഒഴിവാക്കി പ്രകൃതി സംരക്ഷണം ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത ഉയർത്തി സ്കൂളുകളിൽ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കും. സ്വന്തമായി പച്ചക്കറികൾ കൃഷി ചെയ്യുന്നതിന് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടിയും സ്കൂളുകൾ കൈക്കൊള്ളുന്നുണ്ട്. പ്രകൃതിയെ അടുത്തറിയാൻ കൃഷി കുട്ടികൾക്ക് പ്രചോദനമാകുമെന്ന് അധ്യാപകർ വ്യക്തമാക്കുന്നു. 2026ഓടെയാണ് പ്ലാസ്റ്റിക് കപ്പുകൾ, സ്റ്റെറോഫോം ബോക്സുകൾ അടക്കമുള്ളവ പൂർണ്ണമായും നിരോധിക്കുന്നത്. ന്യൂസ് 18 UAE. ബുറൈദയിലെ സൗദി ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അതിന്റെ ഭാഗമായി സൗദിയുടെ പരമ്പരാഗത തനിമ നിലനിർത്തി ഡെറിറ്റി പാർക്ക് സന്ദർശകരെ ആകർഷിക്കും. ബുറൈദയിലെ സൗദി ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പാർക്ക്. സൗദിയുടെ പരമ്പരാഗത തനിമ നിലനിർത്തി പാർക്ക് സന്ദർശകരെ ആകർഷിക്കുന്നു.
ഒട്ടകങ്ങളാണ് തോട്ടങ്ങളിലേക്ക് ആവശ്യമായ വെള്ളം എത്തിക്കുന്നത്. കുതിരസവാരി, മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ മനോഹരമായ ഇരിപ്പിടങ്ങൾ എന്നിവ ഇവിടെ കാണാം. സൗദിയുടെ പരമ്പരാഗത കളികൾ, പഴയ കാറുകൾ, പ്രദേശത്തെ ജലധാരകളുടെ സാന്നിധ്യവും തുടങ്ങിയവയെല്ലാം ഈ സ്ഥലത്തെ വ്യത്യസ്തമാക്കുന്നു. 10 റിയാലാണ് പ്രവേശന ഫീസ്. ന്യൂസ് 18 സൗദി. 11ാമത് ലുലു എക്സ്ചേഞ്ച് ഭരത് മുരളി നാടകോത്സവത്തിന്റെ 4ാം ദിനം അൽഖൂസ് തിയേറ്റേഴ്സ് അവതരിപ്പിച്ച ശ്രീജിത്ത് പോയിക്കാവിന്റെ രചനയിൽ അജയ് അന്നൂർ സംവിധാനം ചെയ്ത ദ്വയം അരങ്ങേറി. കേരള സാഹിത്യ അക്കാദമിയുടെ നാടകരചനയ്ക്കുള്ള പുരസ്കാരം നേടിയ രചനയാണ് ശ്രീജിത്ത് പോയിക്കാവിന്റെ ദ്വയം. രാമായണത്തിന്റെ പുനരാഖ്യാനത്തിലൂടെ ജാതി വ്യവസ്ഥയ്ക്ക് നേരെ നടത്തുന്ന വിമർശനമാണ് നാടകം. വടക്കേ മലബാറിൽ കെട്ടിയാടുന്ന നെടുബാലി അഥവാ ബാലി തെയ്യത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളും തെയ്യം കെട്ടിയാടുന്ന കലാകാരന്മാരുടെ ജീവിതവുമാണ് ഈ നാടകത്തിന്റെ ആധാരം. സമൂഹത്തിലെ അസമത്വത്തിനും ജാതി വ്യവസ്ഥിതിക്കുമെതിരെ ചന്തു എന്ന തെയ്യം കലാകാരൻ നടത്തുന്ന ചെറുത്തുനിൽപ്പ് കൂടിയാണ് ദ്വയം. ആചാരങ്ങളെയും നിയമസംഹിതയെയും തങ്ങൾക്കനുകൂലമാക്കുന്ന അധികാരവർഗത്തിന്റെ ഗൂഢതന്ത്രങ്ങളാണ് നാടകത്തിലൂടെ വരച്ചുകാട്ടുന്നത്. കേരളത്തിൽ നിന്നും പ്രവാസ ലോകത്തെത്തിയ നാടകപ്രേമികൾ നാടകത്തെ എത്രത്തോളം ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു എന്നതിന് ഉദാഹരണമാവുകയാണ് ഭരത് മുരളി നാടകോത്സവത്തിന് പ്രവാസി മലയാളികൾ നൽകിവരുന്ന പിന്തുണ. ഓരോ വർഷവും കഴിയുമ്പോൾ ഭരത് മുരളി നാടകോത്സവത്തിന് ആഗോളതലത്തിൽ കിട്ടുന്ന സ്വീകാര്യത വളരെ വലുതാണ്. ഗൗരവപൂർണമായ സംഘടനവും പ്രമുഖ നാടക സംവിധായകരും അവരുടെ മികച്ച നാടകങ്ങൾ അവതരിപ്പിക്കാൻ സംഘടനകൾ നടത്തുന്ന പ്രവർത്തനവും നാടകോത്സവത്തെ കൂടുതൽ മികവുറ്റതാക്കുന്നു. ജനുവരി 26 വ്യാഴാഴ്ച കല അബുദാബി അവതരിപ്പിക്കുന്ന ജിനോ ജോസഫ് രചനയും സംവിധാനവും ചെയ്ത സ്റ്റേജ് എന്ന നാടകവും അരങ്ങിലെത്തും. ന്യൂസ് 18 അബുദാബി. പോലീസിലെ ഗുണ്ടാബന്ധവും അഴിമതിയും ദിവസേന ചർച്ചയാണ്. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ കോട്ടയത്തെ ഒരു മോട്ടോർ വാഹന വകുപ്പ് ഓഫീസ് അടിമുടി അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിട്ടും വകുപ്പ് ഉറക്കം നടിക്കുകയാണ്. കോട്ടയം തെള്ളകത്തെ ഓഫീസ് ഇതുമായി ബന്ധപ്പെട്ട് 13 മാസത്തിനിടെ തട്ടിയെടുത്തത് 6 ലക്ഷം രൂപയുടെ ആണ്. അത് മാസപ്പടിയുടെ പട്ടിക അടക്കം വിജിലൻസ് പിടികൂടിയ ഒരു സാഹചര്യം കൂടി നമ്മൾ കണ്ടു. ഇത് നടന്ന് ഒരാഴ്ചയായിട്ടും ഈ ഉദ്യോഗസ്ഥർക്ക് എതിരെ യാതൊരു നടപടിയും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അഴിമതിയിൽ മുങ്ങിയുള്ള ഒരു മോട്ടോർ വാഹന വകുപ്പ് ഓഫീസ്, അതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക്. ഒരു ഓഫീസ് ഒന്നാകെ സംഘടിതമായി അഴിമതി നടത്തുക, അങ്ങനെയൊന്ന് കോട്ടയത്തുണ്ട്. കോട്ടയം തെള്ളകത്തെ മോട്ടോർ വാഹന വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് ഓഫീസ്. സാറേ, ആ 1663 നമ്മുടെ ചങ്ങനാശ്ശേരി വെച്ച് നമ്മുടെ ഒരു വണ്ടി പിടിച്ചത് KL17 369 ആ ഒരു വണ്ടി പിടിച്ചത് നമ്മൾ ചെയ്യുന്ന വണ്ടിയാണ്. ഇവിടെ വെച്ച് ചങ്ങനാശ്ശേരി വെച്ച് പിടിച്ചില്ല, സിഗ്നലിന്റെ അവിടെ വെച്ച് ഒന്ന് വിളിച്ച് പറഞ്ഞേക്കാവോ? എനിക്കിവിടെ റേഞ്ചില്ല സാറേ, ഒരു രക്ഷയിലൊന്നും കേൾക്കാൻ മേല, റേഞ്ചില്ല. രാജീവ്, അവനെ ഞാൻ കേസ് ഇട്ടിട്ടുണ്ട് ഡ്രാഫ്റ്റിൽ. അവനൊരു 1000 രൂപ ഫൈൻ അടയ്ക്കാൻ വരാൻ പറ കേട്ടോ. ഞാൻ ഇന്നലത്തെ ഡേറ്റിലാണ് കേസ് ഇട്ടിരിക്കുന്നത്. ഒരു 1000 രൂപ അടച്ചുകൂടെ ക്ലോസ് ചെയ്യാൻ പറ. അതെന്നെ വന്ന് കാണാൻ പറ. ഉച്ചയ്ക്ക് ശേഷം ഞാനുണ്ടാവും. 2 മണിയാകുമ്പോൾ എന്റെ അടുക്ക് വരാൻ പറ. 1000 രൂപ അടയ്ക്കാൻ പറ. കോട്ടയത്തെ വിജിലൻസ് സംഘം തന്ത്രപൂർവ്വമാണ് ഈ ഓഫീസിനെ കഴിഞ്ഞ ദിവസം കുടുക്കിയത്. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ 3-അംഗ സംഘം രാജീവ് എന്ന ഏജന്റിനെ വെച്ച് 13 മാസമായി 6 ലക്ഷം രൂപ തട്ടിയതിന്റെ തെളിവുകളാണ് വിജിലൻസ് കണ്ടെടുത്തത്. സാറേ, വിനായക്കാരൻ പൈസ തന്നിട്ടുണ്ടേ. ആ കൺസോൾക്കാരൊന്ന് വിളിക്കോ, അല്ലെ അതൊന്ന് അറേഞ്ച് ചെയ്യണേ. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. രാവിലെ വിളിച്ചായിരുന്നു, എടുക്കണില്ല. കൺസോ ഇതിലെ വരുന്നില്ല, കാണുന്നില്ല. ഞങ്ങൾ തൊടുപുഴ റൂട്ടിൽ ഇപ്പൊ ഉണ്ട്, നോക്കാം. രാജീവ് ഇതിലേക്ക് അതൊന്ന് ഇട്ടേക്കാവോ? ബാക്കിയെല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്.
രാജീവ് ഇത് ഡ്രൈവറാണ്, അവൻ ഓണറോട് ചോദിച്ചിട്ട് സംസാരിച്ചിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. ചുമ്മാ അത് ചോദിച്ചു നോക്കി, ഞാൻ ഇപ്പോൾ കൊടുക്കുന്നില്ലല്ലോ, താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കാന്ന് പറഞ്ഞുള്ള രീതിയിലേ. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ഷാജൻ, അജിത് ശിവൻ, അനിൽ എന്നിവർ ടിപ്പർ ഉൾപ്പെടെയുള്ള ഭാരവാഹനങ്ങൾക്ക് അനധികൃത യാത്ര നടത്താനാണ് പണം വാങ്ങി അനുമതി നൽകിയത്. ഓരോ മാസത്തെയും മാസപ്പടിയുടെ പട്ടികയടക്കം വിജിലൻസ് പിടിച്ചെടുത്തു. ഷാജൻ പിതാവിന്റെ അക്കൗണ്ടിലേക്കും അജിത് ശിവൻ സ്വന്തം അക്കൗണ്ടിലേക്കും പണം വാങ്ങി. ഇനിയും കണ്ടെത്തേണ്ട നീതു എസ് നായരുടെ അക്കൗണ്ടിലേക്കാണ് ബാക്കി പണം പോയത്. അഴിമതിയുടെ കറ ഈ 3 ഉദ്യോഗസ്ഥരിൽ അവസാനിക്കുന്നില്ല എന്ന് വിജിലൻസ് സംഘം ഉറപ്പിക്കുന്നു. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അഴിമതി നടത്തുന്ന പോലെയല്ല ഇത്. ഒരു ഓഫീസിനെ ആകെ അഴിമതിയിൽ കുളിപ്പിച്ചിരിക്കുകയാണ് ഇവർ. ഒരു തരത്തിലും വെച്ചു പൊറുപ്പിക്കാൻ പാടില്ലാത്തവർ. പക്ഷേ മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോഴും ഉറക്കമുണർന്നിട്ടില്ല. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ജി ശ്രീജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ശ്രീജിത്ത്, ഇത് വലിയൊരു വ്യാപ്തിയുള്ള അഴിമതിയാണ്. കൃത്യമായ തെളിവുകളും അന്വേഷണ സംഘങ്ങൾക്കടക്കം കിട്ടിയ പശ്ചാത്തലമുണ്ട്. എന്നിട്ടും നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഴിമതികൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു രീതിയും സ്വഭാവവും ഒക്കെ വ്യത്യസ്തമായ സാഹചര്യത്തിൽ കൂടി ഇത് കൂടുതൽ നടപടികളിലേക്ക് കടക്കേണ്ടതല്ലേ? അത്തരം കാര്യങ്ങളിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? രഞ്ജിത്ത്, ഇത്തരം MBAമാരുടെ ഇവരുടെയെങ്കിലും കാര്യം, ഇവരുടെ പണി എന്താണ് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഇത്. ഇവർ റോഡിലൊക്കെ നിന്ന് പല പരിശോധനകളും ഒക്കെ നടത്തുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ നിന്ന് ഇവർ ഫോൺ ചെയ്ത് ഏജന്റുമാരോട് പറയുന്നത് ഇതൊക്കെയാണ്: ഇന്ന വണ്ടി വന്നിട്ടില്ല, അവരുടെ നിന്ന് പൈസ കിട്ടിയിട്ടില്ല. ഇതൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്നുള്ളതാണ് വിജിലൻസ് തെളിവ് സഹിതം പിടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ റെയ്ഡ് ഉണ്ടാകുകയും ഇത്തരം ഇവരുടെ ഫോൺ അടക്കം മുഴുവൻ ഡിജിറ്റൽ രേഖകളും പിടിച്ചെടുക്കുകയും ചെയ്തത്. 13 മാസത്തെ തെളിവ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ 3 ഉദ്യോഗസ്ഥരുടെ മാത്രം മറ്റന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കോടതിയിൽ അടക്കം സമർപ്പിച്ചു വേണം വിജിലൻസിന്റെ തുടർ നടപടികൾ ഉണ്ടാകാൻ. വിജിലൻസിന്റെ പക്കൽ തെളിവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അവർ അതുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷെ ഇപ്പുറത്ത് ഈ വാർത്ത അന്ന് തന്നെ വന്നിരുന്നതാണ്. പക്ഷെ മോട്ടോർ വാഹന വകുപ്പ് ഇവർക്കെതിരെ ഇതുവരെയും ഒരു നടപടിയും എടുത്തിട്ടില്ല. ഇവരൊന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ പോലും തയ്യാറായിട്ടില്ല. മോട്ടോർ വാഹന വകുപ്പ് കാത്തിരിക്കുകയാണ്. ഒരു വകുപ്പിൽ എന്തെങ്കിലും സാധാരണ ഇത്തരം സംഭവം ഉണ്ടായാൽ അവർ ഒരു ആഭ്യന്തര അന്വേഷണമെങ്കിലും പെട്ടെന്ന് എന്താണ് സംഭവിച്ചത് എന്നത് കണ്ടെത്തിയ ശേഷം മാധ്യമങ്ങളടക്കം വാർത്ത വന്ന വിഷയമാണ്. അതിലൊരു തുടർ നടപടിയെങ്കിലും ഉണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് വിജിലൻസിന്റെ റിപ്പോർട്ടിനായി അവർ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അവർ ചെയ്യേണ്ടത് ഇത്രയധികം വലിയൊരു അഴിമതിയാണ്. ഇതിന്റെ തെളിവുകൾ യഥാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ്. ഇവരുടെ പണി ഇതാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്നതാണ് ഈ തെളിവുകൾ. ആ തെളിവുകൾ മാധ്യമങ്ങളോടടക്കം ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തു വന്നിട്ടും ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞെട്ടിക്കുന്നത്. ഇത്തരം ഉദ്യോഗസ്ഥരെ ഇവരെ ഇങ്ങനെ റോഡിൽ ഇറക്കി നിർത്തുമ്പോൾ ഇവരെന്താണ് ചെയ്യുന്നത് എന്ന് മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കുന്നുണ്ടോ എന്ന സംശയവും അവിടെ ഉയർന്നു വരികയാണ്. പ്രത്യേകിച്ച് ഷാജൻ എന്ന അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥനെതിരെ ഉണ്ടായ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് കഴിഞ്ഞ കുറച്ചു കാലമായി ഇവരെ രഹസ്യമായി ഫോളോ ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് ഇവരെ യഥാർത്ഥത്തിൽ പിടികൂടുന്നത് എന്നുള്ളതാണ്. വിജിലൻസ് സംഘം ഇനിയും പ്രതീക്ഷിക്കുന്നത് ഇവരിൽ ഒതുങ്ങുന്നില്ല അഴിമതി എന്നുള്ളതാണ്. ഈ കോട്ടയത്ത് തെള്ളകത്തെ ഒരു പ്രത്യേക ഓഫീസാണ്, എൻഫോഴ്സ്മെന്റും കൺട്രോൾ റൂമും ഒക്കെയുള്ള ഓഫീസാണ്. അവിടുത്തെ ഈ എൻഫോഴ്സ്മെന്റ് ഓഫീസ്, അതായത് ട്രാഫിക് ഭാരവാഹനങ്ങൾ പോകുന്നതുമായി ബന്ധപ്പെട്ട അഴിമതിയാണ്. അവരെ ഓപ്പറേഷൻ ഓവർലോഡ് എന്ന പേരിലാണ് വിജിലൻസ് ഈ റെയ്ഡ് നടത്തിയത്. ഈ റെയ്ഡിൽ വളരെ ഗുരുതരമായ ക്രമക്കേട് ആണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ വിജിലൻസ് നടപടി എടുക്കുന്നില്ല. ഈ ഇവരിൽ നിന്നെല്ലാം ഏതാണ്ട് ഓരോ വണ്ടിക്കാരിൽ നിന്നും 17,500 രൂപ എന്ന മാസപ്പടി അത് ഓരോ വണ്ടിക്കാരുടെയും പേര് കൃത്യമായി എഴുതി വെച്ചുകൊണ്ട് തന്നെ വരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, പോലീസിനെതിരെ വലിയ വിമർശനമൊക്കെ ഒരു വശത്തുണ്ടാകുമ്പോൾ ഇവരിങ്ങനെ രഹസ്യമായി അവരുടെ പണിയും ചെയ്തുകൊണ്ട് അഴിമതി നടത്തി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഈ തെള്ളകത്തെ ഓഫീസിലെങ്കിലും ഉണ്ടാകുന്നത്. മറ്റു പലയിടത്തും ഉണ്ടാകുന്നുണ്ട് എന്നുള്ള അനുഭവം സാധാരണക്കാരെ സംബന്ധിച്ച്
തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു തെളിവുകളൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇത് ഒരു ഗുരുതരമായ ആരോപണമാണ്. എന്തുകൊണ്ടാണ് ഇത്ര ദിവസമായിട്ട് കഴിഞ്ഞ ബുധനാഴ്ച കണ്ടുപിടിച്ചതാണ് മോട്ടോർ വാഹന വകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരോ ഒരു തുടർ നടപടി എടുക്കാത്തത്, ഒരു സസ്പെൻഷൻ പോലും ചെയ്യാത്തത് എന്നുള്ളതാണ്. ഇവരെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വെച്ചു പൊറുപ്പിക്കാൻ പാടില്ലാത്തവരാണ്. ഇവർ അഴിമതി തന്നെ തുടർക്കഥയായി നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരാണ്. അവരെക്കെതിരെ ഒരു സസ്പെൻഷന് പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ആശ്ചര്യജനകമായ കാര്യം. ഇവർക്ക് ഈ ദിവസങ്ങളിലൊക്കെ മറ്റ് തെളിവുകളോ പട്ടിക അടക്കം വിജിലൻസ് പിടിച്ചെടുത്തിട്ടും അഴിമതിയിൽ മുങ്ങി ഒരു മോട്ടോർ വാഹന വകുപ്പ് ഓഫീസ് പ്രവർത്തിച്ചിട്ടും ആ തെള്ളകത്തെ ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഇപ്പോഴും മനസ്യൂതം അവരുടെ പ്രവർത്തനങ്ങൾ തുടരുന്നു എന്നുള്ളതാണ്. 6 ലക്ഷം രൂപയുടെ തട്ടിപ്പ് അല്ലെങ്കിൽ കൈക്കൂലി അത് ഇതിനകം കണ്ടെത്തിക്കഴിഞ്ഞു. വിജിലൻസ് അതിൻ്റെ പട്ടിക, മാസപ്പടിയുടെ പട്ടിക പ്രത്യേകം ഓരോ വാഹന ഉടമയിൽ നിന്ന് വാങ്ങുന്ന പണമടക്കം എഴുതി വെച്ച് കൃത്യമായ പട്ടിക തയ്യാറാക്കിയുള്ള പിരിവായിരുന്നു. എന്നിട്ടും നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ജി ശ്രീത്ത് ആ വാർത്തയാണ് വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്തത്. പ്രഭാത കേരളത്തിൽ ഇടവേള. ഇപ്പോൾ കൂട്ടിലേക്ക് ഇറക്കിയിരിക്കുന്നു. നിലവിൽ PT7 ശാന്തനാണ്. കാരണം മയക്കം വിട്ടുമാറാൻ ഇനിയും ഏറെ സമയമെടുക്കും. മയക്കം വിട്ടുവന്നതിന് ശേഷമായിരിക്കും ഇതെങ്ങനെയാണ് ഈ ഒരു മാറിയ സാഹചര്യത്തോട് പ്രതികരിക്കുക എന്ന് പറയാനാവുക. കാരണം ഈ പലതരത്തിലും ഈ ആന ഈ പ്രതിരോധം തകർക്കുവാൻ, പ്രതിരോധം ഇല്ലാതെയാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് ഉറപ്പാണ്. നിലവിൽ ആന മയക്കത്തിലായതുകൊണ്ട് തന്നെ കൂട്ടിൽ ശാന്തനായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഇനിയുള്ള മണിക്കൂറുകളിൽ ഈ സെഡേഷൻ മാറിയതിന് ശേഷം എന്ത് തരത്തിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ പ്രതികരണം എന്നതാണ് അറിയാനുള്ളത്. നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. മിഷൻ PT7 ഈ സമയം വരേക്കും വിജയമാണ്. കാരണം നിർദ്ദിഷ്ട കാര്യങ്ങൾ, ഉദ്ദേശിച്ച കാര്യങ്ങൾ അണുവിട തെറ്റാതെ കൃത്യമായ പ്ലാനിങ്ങോടെ, കൃത്യമായ എക്സിക്യൂഷനോടെ നടപ്പാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞു. രാവിലെ പുലർച്ചെ മുതൽ, കഴിഞ്ഞ ദിവസം മുതൽ ആനയെ കൃത്യമായി ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അനുയോജ്യമായ സ്ഥലത്ത് ആന എത്തിയെന്ന് പുലർച്ചെ 3 മണിക്ക് തന്നെ അരുൺ സഖറിയ അടങ്ങുന്ന സംഘത്തിന് ഇൻഫർമേഷൻ ലഭിച്ചു. 5:30 അരുൺ സഖറിയ അടങ്ങുന്ന സംഘം അവിടെ എത്തുന്നു. 7:10 വെടിവെക്കുന്നു. 11:30 കുങ്കിയാനകളുടെ സഹായത്തോടെ PT7 വാഹനത്തിലേക്ക് കയറ്റുന്നു. വളരെ വേഗത്തിൽ 12:30 ധോണി ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിൽ ഒരുക്കിയ ആനക്കൊട്ടിലേക്ക് ആനയെ മാറ്റിയിട്ടുണ്ട്. നിലവിൽ ആന ശാന്തനാണ്. സെഡേഷൻ പൂർണ്ണമായിട്ടും പ്രഭാത കേരളത്തിൽ മറ്റൊരു പ്രധാന വാർത്ത രാവിലെ നടന്ന ദുഃഖകരമായ ഒരു സംഭവമാണ്. വെളുപ്പിനെ 1:30 മണിക്ക് ആലപ്പുഴ ദേശീയപാതയിൽ വലിയ അപകടമുണ്ടായി. 5 ചെറുപ്പക്കാർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. മരിച്ച എല്ലാവരും 30 വയസ്സിൽ താഴെയുള്ളവരാണ് എന്നുള്ളതാണ്. അമ്പലപ്പുഴ കാക്കാഴം മേൽപ്പാലത്തിലാണ് ഈ അപകടം ഉണ്ടായത്. കാറും ലോറിയും എന്നുള്ളതാണ്. പുലർച്ചെ 1:30 അമ്പലപ്പുഴ കാക്കാഴം ഓവർബ്രിഡ്ജ് ഇറങ്ങുന്ന ഭാഗത്ത്, അതായത് എറണാകുളം ഭാഗത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്താണ് അപകടം ഉണ്ടായിട്ടുള്ളത്. പൊതുവെ വീതി കുറഞ്ഞൊരു റോഡാണ്. പക്ഷെ എതിർവശത്ത് നിന്ന് വന്ന ലോറിയിലാണ് വാഹനം ഇടിച്ചത്. ഇടിച്ച സമയത്ത് തന്നെ ചെറിയ കാറായിരുന്നു, അത് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. 5 പേരാണ് ഈ സംഭവത്തിൽ മരിച്ചിട്ടുള്ളത്. അതിൽ 4 പേർ സംഭവ സ്ഥലത്തും ഒരാളെ ആശുപത്രിയിൽ എത്തിച്ച ശേഷവുമാണ് മരിച്ചത്. മരിച്ചവരുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. കാർ യാത്രക്കാരായ തിരുവനന്തപുരം പെരുങ്കടവിള ആലത്തൂർ സ്വദേശികളായ പ്രസാദ്, ഷിജുദ, സച്ചിൻ, സുമോദ്, ഒപ്പം തന്നെ കൊല്ലം മൺട്രോത്തുരുത്ത് തേവലക്കര സ്വദേശി അമൽ എന്നിവരാണ് മരിച്ചത്. ഇവരെല്ലാവരും യുവാക്കളാണ്. ഒപ്പം തന്നെ പുലർച്ചെ 1:30 ഈ അപകടം. ഒരു ISROയിലെ ക്യാന്റീൻ നടത്തുന്ന ജീവനക്കാരാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ബന്ധുക്കളെയൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവരൊക്കെ ആലപ്പുഴയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് കാർ അമിത വേഗതയിലാണ് എന്നാണ് പോലീസിന്റെ പ്രാഥമികമായൊരു നിഗമനം ഉണ്ടായിരുന്നത്. പുലർച്ചെ 1:30 പക്ഷെ എങ്കിൽ പോലും ആളുകളൊക്കെ
അവിടെ ഉണ്ടായിരുന്നു. അവര് എല്ലാവരും തന്നെയാണ് വാഹനം വെട്ടിപ്പൊളിച്ചാണ് എല്ലാവരും പുറത്തെടുത്തത്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കാറിനകത്ത് കുടുങ്ങിയ നിലയിലായിരുന്നു ഈ 5 പേരും ഉണ്ടായിരുന്നത്. തുടർന്ന് പിന്നെ ആ കാറ് ഫയർഫോഴ്സും അമ്പലപ്പുഴ പോലീസും അവിടുത്തെ പ്രാദേശികമായ ജനങ്ങളും ഒക്കെ കൂടെ ചേർന്നാണ് വെട്ടിപ്പൊളിച്ച് കാറ് ഇന്ന് ഇവരെ പുറത്തെടുത്തത്. തൊട്ടടുത്ത് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി ഉണ്ടായിരുന്നുവെങ്കിലും 4 പേരെ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു എന്നുള്ളതാണ് ആശുപത്രിയിൽ എത്തിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഒരാളെ ആശുപത്രിയിൽ എത്തിച്ച ശേഷവുമാണ് മരിച്ചിട്ടുള്ളത്. വലിയൊരു അപകടം തന്നെയായിരുന്നു ആലപ്പുഴയിൽ ഇന്ന് പുലർച്ചെ ഉണ്ടായത്. ആ അപകടത്തിൽ ദാരുണമായി 5 പേർ മരണപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വാർത്ത. 5 ജീവനുകളാണ്. ഈ 5 പേരും 30 വയസ്സിൽ താഴെയുള്ളവരാണ്. 4 പേർ സംഭവ സ്ഥലത്ത് വെച്ചും ഒരാൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചത്. തിരുവനന്തപുരം കൊല്ലം സ്വദേശികളായ 5 ചെറുപ്പക്കാർക്കാണ് അമ്പലപ്പുഴ കാക്കാലത്തുണ്ടായ വാഹനാപകടത്തിൽ ജീവൻ നഷ്ടമായത്. ഈ പോലീസിലെ നടപടികൾ അത് DGP കർശനമാക്കുന്നു എന്ന വാർത്തകളൊക്കെ വലിയ തോതിൽ പുറത്തു വന്നിരുന്നു. വിജിലൻസ് അന്വേഷണം നേരിടുന്ന 3 ഉന്നത IPS ഉദ്യോഗസ്ഥർ പക്ഷേ ഇപ്പോഴും വകുപ്പ് മേധാവികളായി തുടരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. വിജിലൻസ് ADGP, മനുഷ്യാവകാശ കമ്മീഷൻ ഇൻവെസ്റ്റിഗേഷൻ DGP, ട്രാൻസ്പോർട്ട് കമ്മീഷണർ പദവിയിലുള്ളവരാണ് വിജിലൻസ് കേസുകൾ നേരിടുന്നത്. പോക്സോ, ഗുണ്ട വിജിലൻസ് കേസുകളുള്ള സംസ്ഥാനത്തെ മുഴുവൻ പോലീസുകാരുടെയും വിവരങ്ങൾ ആഭ്യന്തര വകുപ്പ് ശേഖരിക്കുന്നതിനിടയിലാണ് ആരോപണ വിധേയർ ഉന്നത സ്ഥാനങ്ങളിൽ തുടരുന്നത്. വിജിലൻസ് ADGP മനോജ് എബ്രഹാം, മനുഷ്യാവകാശ കമ്മീഷൻ ഇൻവെസ്റ്റിഗേഷൻ DGP ടോമിൻ ജെ തച്ചങ്കരി, ട്രാൻസ്പോർട്ട് കമ്മീഷണർ S ശ്രീജിത്ത് എന്നിവരാണ് വിജിലൻസ് അന്വേഷണം നേരിടുന്ന ഉന്നത IPS ഉദ്യോഗസ്ഥർ. വിവിധ ക്രമക്കേടുകളുടെ ഭാഗമായാണ് ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള വിജിലൻസ് അന്വേഷണം. വിജിലൻസ് കേസ് നിലനിൽക്കുമ്പോഴാണ് വിജിലൻസ് ADGP-ആയി മനോജ് എബ്രഹാം തുടരുന്നത് എന്നതാണ് കൗതുകകരം. മനുഷ്യാവകാശ കമ്മീഷനിലെ അന്വേഷണ വിഭാഗം മേധാവിയായ DGP ടോമിൻ ജെ തച്ചങ്കരി മുമ്പും പല കേസുകളിലും ഉൾപ്പെട്ടിട്ടുണ്ട്. മനുഷ്യാവകാശ പ്രശ്നങ്ങളിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട സമുന്നത ഉദ്യോഗസ്ഥനും വിജിലൻസ് കേസ് നേരിടുന്നു എന്നത് സർക്കാരിന് തന്നെ അപമാനമാണ്. ട്രാൻസ്പോർട്ട് കമ്മീഷണർ S ശ്രീജിത്ത് പോലീസ് തലപ്പത്തിരിക്കെയാണ് വിജിലൻസ് കേസിൽപ്പെടുന്നത്. ക്രൈംബ്രാഞ്ച് ADGP-ആയിരിക്കെയാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറായി ശ്രീജിത്തിനെ നിയമിച്ചത്. പോക്സോ, ഗുണ്ട വിജിലൻസ് കേസുകളുള്ള മുഴുവൻ പോലീസുകാരുടെയും വിവരങ്ങൾ നൽകാൻ ആഭ്യന്തര വകുപ്പ് ആവശ്യപ്പെടുമ്പോഴാണ് വിജിലൻസ് കേസിൽപ്പെട്ട ഉന്നത IPS ഉദ്യോഗസ്ഥർ അധികാരസ്ഥാനത്ത് തുടരുന്നത്. ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള വിജിലൻസ് അന്വേഷണത്തിന് ആധാരമായ കേസുകളുടെ വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കാനാവില്ലെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ മറുപടി. വിജിലൻസ് അന്വേഷണം നേരിടുന്ന തലപ്പത്തുള്ള IPSകാർക്കെതിരെ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത്? താഴെത്തട്ടിലുള്ള പോലീസുകാരുടെ ഗുണ്ട, പോക്സോ, വിജിലൻസ് ബന്ധങ്ങൾ മാത്രം അന്വേഷണ വിധേയമാക്കിയാൽ മതിയോ? ഉത്തരം പറയേണ്ടത് ആഭ്യന്തര വകുപ്പാണ്. S വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, നമ്മൾ ഈ വാർത്തയിൽ പറഞ്ഞു തന്നെയാണ് പ്രധാന കാര്യം. കാരണം പോലീസിന്റെ താഴെത്തട്ടിൽ നിരവധിയായ നടപടികൾ ഉണ്ടാകുന്നു. പല പോലീസ് സ്റ്റേഷനുകളിലും ഉദ്യോഗസ്ഥരെ പൂർണ്ണമായും സ്ഥലമാറ്റിയ വാർത്തയൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ ഉന്നത തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണമോ പരിശോധനകളോ നടപടികളോ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഗൗരവതരമായ കാര്യമായി ഉയർന്നു വരികയാണ്. രഞ്ജിത്ത്, വിജിലൻസ് ADGP മനോജ് എബ്രഹാമാണ് ഒരു വിജിലൻസ് അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥൻ. നമുക്കറിയാം, അദ്ദേഹം വിജിലൻസിന്റെ തന്നെ തലപ്പത്തിരിക്കുന്ന ഒരാൾ കൂടിയാണ്. അദ്ദേഹം ഇതേപോലെ വിജിലൻസ് അന്വേഷണം നേരിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഇതിന്റെ രേഖകളാണ് നമ്മൾ പുറത്തുവിടുന്നത്. ഒപ്പം തന്നെ മറ്റൊന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഇൻവെസ്റ്റിഗേഷൻ DGP-ആണ്. അതായത് പോലീസ് അതിക്രമവും മറ്റുള്ള ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനവും ഉണ്ടാവുമ്പോൾ അത് അന്വേഷിച്ച് കൃത്യമായ നടപടിക്ക് ശുപാർശ ചെയ്യേണ്ട ഒരു ഉദ്യോഗസ്ഥനാണ് ഈ മനുഷ്യാവകാശ കമ്മീഷനിലെ അന്വേഷണ വിഭാഗം DGP. ഇത് ടോമിൻ ജെ തച്ചങ്കരിയാണ്. നമുക്കറിയാം, ഇയാൾക്കെതിരെ മുമ്പും പലപ്പോഴും പല കേസുകളും ഉണ്ടായിട്ടുണ്ട്. ക്രിമിനൽ കേസുകൾ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് പല കേസുകളിൽ. അതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹവും വിജിലൻസ് അന്വേഷണം നേരിടുന്നു എന്നുള്ളതാണ് നമുക്കിതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം. മറ്റൊന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണറായ S ശ്രീജിത്താണ്. ശ്രീജിത്തിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ നിന്നുൾപ്പെടെ നിരവധി പരാമർശങ്ങൾ ഉണ്ടായെന്ന് നമുക്കറിയാം. കഴിഞ്ഞ ക്രൈംബ്രാഞ്ചിന്റെ ADGP ആയിരുന്നു അദ്ദേഹം. അതിനുശേഷമാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറായി ദിലീപിന്റെ നടി ആക്രമിക്കപ്പെട്ട സംഭവമായി ദിലീപിന്റെ കേസ് അന്വേഷണം എല്ലാം നടക്കുന്ന ഒരു വേളയിലായിരുന്നു അദ്ദേഹത്തെ ട്രാൻസ്പോർട്ട് കമ്മീഷണറാക്കി മാറ്റിയത്, ട്രാൻസ്പോർട്ട് കമ്മീഷണർ സ്ഥാനത്തേക്ക് മാറ്റിയത്. അദ്ദേഹത്തിനെതിരെയാണ് മറ്റൊന്ന് വിജിലൻസ് അന്വേഷണം നേരിടുന്ന മറ്റൊരു ഉദ്യോഗസ്ഥൻ അദ്ദേഹമാണ്. കാരണം ഇത്തരത്തിൽ ഇതിന്റെ തലപ്പത്തിരിക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെ വകുപ്പ് മേധാവി സ്ഥാനത്ത് ഇരിക്കുന്ന ആളുകളാണ്
ഇത്തരത്തിലുള്ള വിജിലൻസ് അന്വേഷണം നേരിടുന്നത്. നമുക്കറിയാം, ഈ പോലീസുകാർക്കിടയിൽ വിജിലൻസ് അന്വേഷണവും പോക്സോ ഗുണ്ട നിയമങ്ങളും അനുസരിച്ച് അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥരുടെ മുഴുവൻ വിവരങ്ങളും കഴിഞ്ഞ ദിവസം ആഭ്യന്തര വകുപ്പ് തേടിയിരുന്നു DGPയിൽ നിന്ന്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്രയും കാലമായി വിജിലൻസ് അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥർ ഇപ്പോഴും സർവീസിലുണ്ട് എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല, ഇവർ നേരിടുന്ന കേസുകൾ ഏതൊക്കെയാണ്, ഏത് കാലയളവിലാണ് എന്നുള്ളതെല്ലാം തന്നെ വിവരാവകാശ പ്രകാരം ആവശ്യപ്പെട്ടെങ്കിലും ഇത് നൽകാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്, അല്ലെങ്കിൽ ഈ വിവരാവകാശത്തിന്റെ ഇൻഫർമേഷൻ ഓഫീസറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അതാണ്. എന്തായാലും ഈ 3 ഉന്നത ഉദ്യോഗസ്ഥർ, വകുപ്പ് മേധാവികൾ എന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് ഇത്തരത്തിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം. രഞ്ജിത്ത്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റു വാർത്തയിലേക്ക് പോയാൽ സേനയിലെ ശുദ്ധീകരണം ഏകപക്ഷീയമെന്ന പോലീസിലെ ആരോപണം. DYSP റാങ്ക് വരെ ഉള്ളവരുടെ ഗുണ്ടാബന്ധം പരിശോധിക്കുമ്പോൾ IPSകാരടക്കം ഉന്നതരെ തൊടാതെ പോലീസ് തലപ്പത്ത് ഒത്തുകളി നടക്കുന്നുവെന്നാണ് ആരോപണം. പോലീസിലെ ഗുണ്ടാബന്ധത്തിന്റെ പേരിലുള്ള ശുദ്ധികലശത്തിൽ ഉന്നതരുടെ ഗുണ്ടാബന്ധങ്ങളെക്കുറിച്ച് അന്വേഷണമോ നടപടിയോ ഇല്ല. ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരെക്കുറിച്ചുള്ള DGPയുടെ വിവരശേഖരണത്തിൽ നിന്നും SP മുതൽ മുകളിലോട്ടുള്ളവരെ ഒഴിവാക്കിയെന്നാണ് പ്രധാന പരാതി. സേനയിൽ ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരുടെ മുഴുവൻ വിവരങ്ങളും ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ നൽകണമെന്ന് പോലീസ് ആസ്ഥാനം നിർദ്ദേശിച്ചിരുന്നു. കമ്മീഷണർമാരും റൂറൽ SP-മാരും ഉൾപ്പെടെ മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥരാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. എന്നാൽ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരും ഗുണ്ട മാഫിയ ബന്ധം വെച്ചു പുലർത്തുന്നു എന്ന് താഴെത്തട്ടിലെ ഉദ്യോഗസ്ഥർ പറയുന്നു. ഇത് പരിശോധിക്കാൻ എന്ത് നടപടി എന്നും ചോദ്യം ഉയരുന്നു. തലസ്ഥാനത്തെ ഒരു മാഫിയ തലവന്റെ ബാംഗ്ലൂരിലെ ഫാം ഹൌസിൽ 5-ലേറെ IPS ഉദ്യോഗസ്ഥർ പലപ്പോഴായി തങ്ങിയതായി വിവരമുണ്ട്. ഇതേക്കുറിച്ചൊന്നും അന്വേഷണമില്ല. 2018 ഏപ്രിൽ 6-ന് വരാപ്പുഴയിൽ ശ്രീജിത്തിന്റെ കസ്റ്റഡി മരണത്തിൽ എറണാകുളം റൂറൽ SP ആയിരുന്ന AV ജോർജിൽ തുടങ്ങി CIയും SIയും അടക്കം 10-ലേറെ പോലീസുകാർക്കെതിരെ ആരോപണം ഉയർന്നിരുന്നു. ഒടുവിൽ ഉന്നതർ അന്വേഷിച്ച് കുറ്റപത്രം എത്തിയപ്പോൾ SP സാക്ഷി മാത്രമായി രക്ഷപ്പെട്ടു. ജയിലിൽ കിടക്കുന്ന തട്ടിപ്പുകാരൻ മോൺസൺ മാവുങ്കലിന്റെ സൗഹൃദ പട്ടിക തുടങ്ങിയത് അന്നത്തെ DGPയിൽ നിന്നായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ഗുണ്ടാവേട്ടയിൽ തിരുവനന്തപുരത്തെ കുപ്രസിദ്ധ ആധാരമെഴുത്തുകാരനെതിരെയും അന്വേഷണം. വ്യാജ പ്രമാണങ്ങൾ തയ്യാറാക്കിയതിന്റെ പേരിലാണ് പെരുന്താന്നി സ്വദേശിയായ ആധാരമെഴുത്തുകാരനെതിരെ അന്വേഷണം ആരംഭിച്ചത്. ഗുണ്ടകളും പോലീസുകാരും ഒത്തുചേർന്ന് നടത്തിയ ഭൂമി ഇടപാടിൽ ആധാരമെഴുത്തുകാരനും പങ്കുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. ജില്ലയിൽ ആദ്യം സസ്പെൻഷനിലായവരിൽ ഒരാൾ തിരുവല്ലം SI സതീഷായിരുന്നു. ഒറ്റയ്ക്ക് നൽകിയ ഭൂമിയിൽ ആൾമാറാട്ടം നടത്തി വ്യാജപ്രമാണം നടത്തിയതിനു പിന്നിൽ SIക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. വ്യാജരേഖയ്ക്ക് കൂട്ടുനിന്നതിന്റെ പേരിലായിരുന്നു തിരുവല്ലം SI ആയിരുന്ന സതീഷ് സസ്പെൻഷനിലായത്. തിരിമറി കേസിൽ ഭൂമി നഷ്ടപ്പെട്ടെങ്കിലും ഉടമകൾ 30 ലക്ഷം നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടു. 10 ലക്ഷം രൂപ നൽകി പ്രശ്നം തീർക്കാമെന്നായിരുന്നു കൃത്രിമം കാണിച്ചവരുടെ മറുപടി. ഉടമകൾ ആവശ്യത്തിൽ ഉറച്ചുനിന്നോടെ ഗുണ്ടകളുടെ ഭീഷണി വന്നു. തിരുവല്ലത്തെ ക്രൈം SI തട്ടിപ്പിനെ അനുകൂലിച്ചു. SI വഴിവിട്ട ഇടപെടൽ നടത്തിയെന്ന് പിന്നീട് സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തുകയായിരുന്നു. ഓംപ്രകാശിന്റെ സ്വാധീനത്താൽ തിരുവല്ലം SI വഴിവിട്ട പ്രവർത്തനം നടത്തിയെന്നായിരുന്നു കണ്ടെത്തൽ. വ്യാജപ്രമാണം നടത്തിയ പെരുന്താനി സ്വദേശിക്കെതിരെയും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇയാൾ വഴി ബിനാമി പേരിൽ ഭൂമി ഇടപാടുകൾ നടത്തുന്നതായും സൂചനയുണ്ട്. ADGP റാങ്കിലുള്ളവർ വരെ ഈ വലയിലുണ്ടെന്നാണ് വിവരം. ഇത് സംബന്ധിച്ചും സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടത്തുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രഭാത കേരളത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സെഗ്മെന്റാണ് പത്രവിശേഷം. പത്രം 18-നുമായി സരുൺ എ ജോസ് ഉണ്ട്. സരുൺ, പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെക്കാം. രഞ്ജിത്ത്, ഇന്നത്തെ മലയാളം പത്രങ്ങളിൽ മുഴുവൻ പത്രങ്ങളിലും അതിൻ്റെ ആദ്യ പേജിൽ ചിത്രമായി നൽകിയിരിക്കുന്നത് ഇന്നലെ നമ്മൾ ടി വികൾ കണ്ട വാർത്തയാണത്. PT7 കൂട്ടിലാക്കിയ അതിൻ്റെ ചിത്രങ്ങൾ എല്ലാ പത്രങ്ങളും ആദ്യ പേജിൽ പ്രധാനമായി നൽകിയിരുന്നു. ഈ പത്രങ്ങളുടെ പ്രധാനപ്പെട്ട വാർത്തയായി എല്ലാ പത്രങ്ങളിലും വ്യത്യസ്ത വാർത്തകളാണ് വന്നിരിക്കുന്നത്. ഇംഗ്ലീഷ് പത്രങ്ങളിലാകട്ടെ സർക്കാരും സുപ്രീം കോടതിയും തമ്മിൽ ഈ കൊളീജിയം വിഷയത്തിലുള്ള തർക്കമാണ് ഇംഗ്ലീഷ് പത്രങ്ങൾ പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നത്. പത്രം 18-ലേക്ക് സ്വാഗതം. മലയാള മനോരമയിലെ ഒരു വാർത്തയാണ്. അതായത് കെട്ടിട നികുതി 5% കൂട്ടുമെന്ന വാർത്ത മനോരമ അതിൻ്റെ പ്രധാന വാർത്തയായി ആദ്യ പേജിൽ തന്നെ നൽകിയിരിക്കുന്നു. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങൾ വർഷം തോറും ഈടാക്കുന്ന കെട്ടിട നികുതി ഏപ്രിൽ മുതൽ 5% കൂട്ടും. നേരത്തെ
5 വർഷത്തിലൊരിക്കൽ 25% എന്ന നിരക്കിലായിരുന്നു ഇത് കൂടിയിരുന്നത്. ഇപ്പോൾ ഓരോ വർഷവും 5% എന്ന നിലയിൽ കൂട്ടാനാണ് തീരുമാനമായിരിക്കുന്നത്. ഈ കെട്ടിട നികുതിയിലൂടെ 2600 കോടിയോളം രൂപയാണ് ഒരു വർഷം സർക്കാരിന് ലഭിക്കുന്നത്. ഈ 5% കൂട്ടുന്നതിലൂടെ 130 കോടി രൂപ സർക്കാരിന് അധിക വരുമാനം പ്രതീക്ഷിക്കുന്നതായാണ് ഈ റിപ്പോർട്ടിൽ ഉള്ളത്. മുമ്പ് ഇത്തരത്തിൽ കെട്ടിട നികുതി കൂട്ടിയത് 2011 ഈ വാർത്തയിൽ വിശദീകരിക്കുന്നുണ്ട്. മനോരമയിൽ തന്നെയുള്ള മറ്റൊരു വാർത്ത, ദുരിതങ്ങളുടെ കണക്ക് തീർത്ത് 1 കോടി ഭാഗ്യം എന്നൊരു വാർത്ത നൽകിയിരിക്കുന്നു. അതായത് നേരത്തെ മാസങ്ങളോളം നീണ്ട ആശുപത്രി ചികിത്സയ്ക്ക് എങ്ങനെ പണം കണ്ടെത്തുമെന്ന് അറിയാതെ വിഷമിച്ച കാലമുണ്ടായിരുന്നു. അഖിലേഷ് അതുപോലെ തന്നെ ഭാര്യ കുമാരിക്കും അന്ന് നാട്ടുകാരാണ് സഹായം നൽകിയത്. അഖിലേഷിന് ഇന്ന് ഈ ക്രിസ്തുമസ് ബമ്പറായി 1 കോടി രൂപ 2ാം സമ്മാനം ലഭിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് മനോരമയിൽ ആദ്യ പേജിൽ തന്നെ നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, KSRTCക്ക് വീണ്ടും CNG മോഹം. അതായത് മന്ത്രി ആന്റണി രാജു ഗുജറാത്ത് സന്ദർശിക്കാൻ ഒരുങ്ങുന്നു. ഡീസൽ ബസ്സുകൾ മാറ്റി CNG ബസ്സുകളാക്കാൻ 5000-ഓളം ബസ്സുകൾ അങ്ങനെ CNGയിലേക്ക് മാറ്റാൻ ഉദ്ദേശിക്കുന്നു എന്ന നിലയിലാണ് ആ റിപ്പോർട്ടുള്ളത്. അതുപോലെ തന്നെ 500 ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാൻ നേരത്തെ ബജറ്റിൽ നിർദ്ദേശമുണ്ടായിരുന്നു. ആ 500 ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാൻ, അതിൽ 300 ബസ്സുകളോളം വാങ്ങാനുള്ള ധാരണയായി കഴിഞ്ഞു എന്നുള്ള വാർത്തയും മനോരമ വളരെ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു. മാതൃഭൂമിയിലേക്ക് പോയാൽ വരുമാനത്തിൽ കേരളത്തിൽ നികുതി വളർച്ചയിൽ കേരളം വളരെ പിന്നിലാണ്. പ്രധാന സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിൽ കേരളം വളരെ പിന്നിലാണ് എന്നുള്ളൊരു വാർത്ത. അതായത് 2016-17 തൊട്ട് 2020-21 കാലയളവിലെ 5 വർഷത്തെ കണക്കാണ് കേന്ദ്ര ധനമന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ ഈ നികുതി പിരിവിൽ കേരളം വളരെ പിന്നിലാണ് എന്ന വിവരമാണ് ഈ റിപ്പോർട്ടിൽ ഉള്ളത്. അതായത് പ്രളയം, കോവിഡ് തുടങ്ങിയ കാര്യങ്ങൾ ഉലച്ച ആ സമയത്തെ കണക്കാണിത്. പക്ഷേ ആ സമയത്ത് നികുതി വരുമാനം കുറവാണെങ്കിൽ പോലും അസാധാരണമായ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് വളരെ അപകടകരമാണെന്നുള്ള ഒരു റിപ്പോർട്ടാണ് മാതൃഭൂമിയിൽ പ്രധാനമായും ഉള്ളത്. മാതൃഭൂമിയുടെ ഉൾപേജിൽ എടുത്താൽ ഇന്നിപ്പോൾ ഗവർണറുടെ നയപ്രഖ്യാപനം തുടങ്ങുകയാണ്. ആദ്യ സർക്കാരിൻ്റെ സമയത്ത് ഈ ഗവർണറും അതുപോലെ തന്നെ സർക്കാരും തമ്മിലുള്ള ഈ ഭിന്നത അന്നും ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടാണ്. അത് അന്നത്തെ EMS അന്ന് രാജിവെച്ചതിന് ശേഷം, വിമോചന സമരത്തിന് ശേഷം രാജിവെച്ചതിന് ശേഷം സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരോട് സംസാരിക്കുന്ന ചിത്രം ഉൾപ്പെടെ നൽകിയാണ് മാതൃഭൂമിയുടെ ഈ റിപ്പോർട്ട് ഉള്ളത്. മാതൃഭൂമിയിൽ തന്നെ മറ്റൊരു ഉൾപേജിൽ ഉള്ള ഒരു വാർത്തയാണ്, നാവികസേനയ്ക്ക് വീണ്ടും വാഗിർ വീര്യം എന്ന വാർത്ത. അതായത് കാൽവരി ശ്രേണിയിലെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഭാരത് ആത്മനിർഭർ ഭാരതിൻ്റെ ഭാഗമായി നിർമ്മിച്ച മുങ്ങിക്കപ്പലിൻ്റെ അത് ഇന്ന് കമ്മീഷൻ ചെയ്യുകയാണ് INS വാഗിർ. ആ കാൽവരി കപ്പൽ ശ്രേണിയിലെ 5ാമത്തെ മുങ്ങിക്കപ്പലാണിത്. അതിൻ്റെ വാർത്തയാണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. കടലിലെ ഒട്ടേറെ പരീക്ഷണങ്ങൾക്കൊടുവിലാണ് അന്തർവാഹിനി നാവികസേനയുടെ ഭാഗമാകുന്നത്. ഈ ശത്രുക്കളെ, അതായത് കടലിലും അതുപോലെ തന്നെ കടലിൻ്റെ അടിത്തട്ടിലും ശത്രുക്കളെ നേരിടാനുള്ള വീര്യം, വിവരങ്ങൾ ശേഖരിക്കാനുള്ള കഴിവ് എന്നീ ദൗത്യങ്ങൾ നിറവേറ്റാൻ ഈ INS വാഗിറിന് കഴിയും എന്നാണ് നാവികസേന അറിയിച്ചിട്ടുള്ളത്. മംഗളത്തിലേക്ക് വന്നാൽ, മംഗളത്തിൽ ഈ ദിവസങ്ങളിലൊക്കെ കേരളം ചർച്ച ചെയ്തായിരുന്നു പോലീസും ഗുണ്ടകളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം. അതിന് തെളിവായി ഈ തിരുവനന്തപുരം മംഗലപുരത്ത് പോലീസും അതുപോലെ തന്നെ തദ്ദേശീയരായ ഗുണ്ടകളും ഒരുമിച്ചുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, അതായത് മംഗലപുരം ചങ്ക്സ് എന്ന പേരിലുള്ള വാട്സപ്പ് ഗ്രൂപ്പ്, അതിൻ്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു, അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു. അതിൽ പോലീസിൻ്റെ പല രഹസ്യങ്ങളും, പോലീസിൻ്റെ നീക്കങ്ങൾ സംബന്ധിച്ച പല രഹസ്യങ്ങളും ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് ചോർന്നതെന്ന വിവരവും ലഭിക്കുന്നുണ്ട്. പിന്നീട് ഇത് പുറത്തായതിനു ശേഷം ഈ ഗ്രൂപ്പ് പിരിച്ചുവിട്ടു. ഈ ഗ്രൂപ്പ് ഇപ്പോൾ നിലവിലില്ല. പക്ഷേ സൈബർ സംഘത്തിന് ഈ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും ലഭിച്ചിട്ടുണ്ട് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കേരള കൗമുദിയിൽ പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നത് കണ്ണെഴുതി കാഴ്ച പോവല്ലേ, പൊട്ടുതൊട്ട് പാണ്ടാവല്ലേ എന്നുള്ളൊരു വാർത്തയാണ്. അതായത് ദിവസവും കേരളത്തിൽ 4 കോടിയുടെ ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളാണ് വിൽക്കുന്നത്. ഇതിൽ 2 കോടിയോളം രൂപയുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അത് വ്യാജൻ ആണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് നൽകിയിരിക്കുന്നത്. അത് ഈ ശരീരത്തിന് പല രീതിയിലും അത് ബാധിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പും ഈ റിപ്പോർട്ടിൽ കാണാൻ കഴിയുന്നതാണ്. ഇനി ഗാർഡിയൻ എന്ന പത്രത്തിലെ ഒരു ബ്രിട്ടീഷ് പത്രത്തിലെ ഒരു ചിത്രമാണിത്. അതായത് അവിടെ സ്കോട്ട്ലൻഡിൽ നിർമ്മിച്ച ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്, അത് 3300ഓളം തൊഴിലാളികൾ ജോലി ചെയ്ത് നിർമ്മിച്ച ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റാണ്.
അതിൻ്റെ ആ തൊഴിലാളികളുടെ സ്മരണയ്ക്കായി അല്ലെങ്കിൽ അവരെ ബഹുമാനിച്ചുകൊണ്ടുള്ള ഒരു വളരെ ഈ പരുന്തിൻ്റെ ഒരു ശില്പം അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. വളരെ ഉയരത്തിലുള്ള വെങ്കല ശില്പമാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ചിത്രമാണ് ഗാർഡിയൻ വളരെ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയിലേക്ക് വന്നാൽ ടൈംസ് ഓഫ് ഇന്ത്യയിൽ CAG റിപ്പോർട്ടാണ്. അതായത് സർക്കാർ ഭൂമി പാട്ടത്തിന് നൽകിയ ക്രമക്കേട്, അതായത് യോഗ്യരല്ലാത്ത വ്യക്തികൾക്ക് സർക്കാർ ഭൂമി പാട്ടത്തിന് നൽകിയെന്ന വളരെ ഗുരുതരമായ ക്രമക്കേട് CAG റിപ്പോർട്ടിലുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ടൈംസ് ഓഫ് ഇന്ത്യയിൽ നൽകിയിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്ന് പത്രത്തിലെ ശ്രദ്ധേയമായ വിശദാംശങ്ങൾ. രഞ്ജിത്ത്. സരുണ ജോസാണ് പത്രവിശേഷം വിശദമായി തന്നെ നൽകിയത്. നമുക്കിനി മറ്റു ചില വാർത്തകളിലേക്ക് പോകണം. വയനാട് എന്നൂര് ഗോത്ര പൈതൃ ഗ്രാമത്തിൽ വാൾ പെയിന്റിംഗ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. തുടങ്ങിയ 3 ദിവസത്തെ ക്യാമ്പിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 5 ചിത്രകാരന്മാരാണ് പങ്കെടുത്തത്. ഗോത്ര ചിത്രകലയെയും പൈതൃക കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കാനും യുവാക്കളായ ഗോത്ര ചിത്രകാരന്മാരെ പിന്തുണയ്ക്കുകയുമാണ് വർക്ക്ഷോപ്പ് കൊണ്ട് എന്നൂർ അധികൃതർ ഉദ്ദേശിക്കുന്നത്. കൂടെ അവരുടെ സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് വഴിയൊരുക്കുകയും മറ്റൊരു ലക്ഷ്യമാണ്. ഗോത്ര പാരമ്പര്യം അത് പല കലകളിലൂടെയും എല്ലാ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലേക്ക് എത്തിക്കുക. അവരുടെ ആ കലകളുടെ അല്ലെ അവരുടെ ആ ഒരു പാരമ്പര്യത്തിന്റെ ശ്രേഷ്ഠത നമുക്ക് വരകളിലൂടെയും പല കലകളിലൂടെയും തന്നെയാണ് നമുക്ക് സമൂഹമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുക. അതിനൊരു വഴിയൊരുക്കുക എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിലുള്ള വർക്ക്ഷോപ്പുകളുടെ ലക്ഷ്യം. ജില്ലയിലെ വിവിധ ഗോത്ര വിഭാഗങ്ങളിൽ നിന്നുള്ള ചിത്രകലയിൽ പ്രാവീണ്യം നേടിയ ചിത്രകാരന്മാരാണ് വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുന്നത്. പരിശീലനത്തോടൊപ്പം പുതിയ ചിത്രസങ്കേതങ്ങളെപ്പറ്റി പരിചയപ്പെടാനുള്ള അവസരവുമാണ് പെയിന്റിംഗ് വർക്ക്ഷോപ്പ്. വരുന്ന വർക്ക്ഷോപ്പുകളിൽ അത് അങ്ങനെയുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്ക്ഷോപ്പുകളുണ്ട്. കാരണം അവരെ ട്രഡീഷണലി അവർ പണ്ട് ഉപയോഗിച്ചിരുന്ന ഓർണമെന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ തൽക്കാലം നമ്മൾ ബിഗിനിങ്ങിൽ ഇവർ പെയിന്റിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗോത്ര പൈതൃക ഗ്രാമമായ എന്നൂരിൽ വിവിധ മേഖലകളിലെ വിദഗ്ധ ഗോത്ര കലാകാരന്മാരെ കണ്ടെത്തുകയും പരിശീലനം നടത്തുകയും പരിചയപ്പെടുത്തുകയും ചെയ്യുക എന്നതിന്റെ ഭാഗമായാണ് വിവിധ പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. ന്യൂസ് 18 വയനാട്. പ്രഭാത കേരളത്തിൽ ഇടവേള. ഇപ്പോൾ കൂട്ടിലേക്ക് ഇറക്കിയിരിക്കുന്നു. നിലവിൽ PT7 ശാന്തനാണ്. കാരണം മയക്കം വിട്ടുമാറാൻ ഇനിയും ഏറെ സമയമെടുക്കും. മയക്കം വിട്ടു വന്നതിന് ശേഷമായിരിക്കും ഇതെങ്ങനെയാണ് ഈ ഒരു മാറിയ സാഹചര്യത്തോട് പ്രതികരിക്കുക എന്ന് പറയാനാവുക. കാരണം ഈ പലതരത്തിലും ഈ ആന ഈ പ്രതിരോധം തകർക്കുവാൻ പ്രതിരോധം ഇല്ലാതെയാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് ഉറപ്പാണ്. നിലവിൽ ആന മയക്കത്തിലായതുകൊണ്ട് തന്നെ കൂട്ടിൽ ശാന്തനായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഇനിയുള്ള മണിക്കൂറുകളിൽ ഈ സെഡേഷൻ മാറിയതിന് ശേഷം എന്ത് തരത്തിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ പ്രതികരണം എന്നതാണ് അറിയാനുള്ളത്. നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. മിഷൻ PT7 ഈ സമയം വരേക്കും വിജയമാണ്. കാരണം നിർദ്ദിഷ്ട കാര്യങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ അണുവിട തെറ്റാതെ കൃത്യമായ പ്ലാനിങ്ങോടെ കൃത്യമായ എക്സിക്യൂഷനോടെ നടപ്പാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞു. രാവിലെ പുലർച്ചെ മുതൽ കഴിഞ്ഞ ദിവസം മുതൽ ആനയെ കൃത്യമായി ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അനുയോജ്യമായ സ്ഥലത്ത് ആന എത്തിയെന്ന് പുലർച്ചെ 3 മണിക്ക് തന്നെ അരുൺ സഖറിയ അടങ്ങുന്ന സംഘത്തിന് ഇൻഫർമേഷൻ ലഭിച്ചു. 5:30 അരുൺ സഖറിയ അടങ്ങുന്ന സംഘം അവിടെ എത്തുന്നു. 7:10 വെടിവെക്കുന്നു. 11:30 കുങ്കിയാനകളുടെ സഹായത്തോടെ PT7 വാഹനത്തിലേക്ക് കയറ്റുന്നു. വളരെ വേഗത്തിൽ 12:30 ധോണി ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിൽ ഒരുക്കിയ ആനക്കൊട്ടിലേക്ക് ആനയെ മാറ്റിയിട്ടുണ്ട്. നിലവിൽ ആന ശാന്തനാണ്. സെഡേഷൻ പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല. പക്ഷേ നിലവിൽ സ്ഥിതികൾ നിയന്ത്രണ വിധേയമാണ്. എന്താണെങ്കിലും ഈ ഒരു ദൗത്യം ഉദ്ദേശിച്ച പോലെ തന്നെ വിജയകരമായി നടപ്പിലാക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു ആശ്വാസം അധികൃതർക്കുണ്ട്. PT7 പിടിയിലായതിൻ്റെ ഒരു വലിയ ആശ്വാസം നാട്ടുകാർക്കും പങ്കുവെക്കാനുണ്ട്. നമ്മൾ അല്പസമയം മുമ്പ് നാട്ടുകാരുടെ എല്ലാം തന്നെ പ്രതികരണം തേടിയപ്പോഴും അവർക്കെല്ലാം പറയാനുള്ളത് ഇതിൻ്റെ ഒരു ആശ്വാസവും സന്തോഷവും. ഒരു ലോട്ടറി കിട്ടിയാൽ പോലും ഇതിലേറെ സന്തോഷം ഉണ്ടാകില്ല എന്നൊക്കെയാണ് നാട്ടുകാരുടെ പ്രതികരണം. എന്താണെങ്കിലും വളരെ ആശ്വാസത്തോടെയാണ് വളരെ സന്തോഷത്തോടെയാണ് ഈ ഒരു മിഷൻ അധികൃതർ പൂർത്തിയാക്കിയിരിക്കുന്നത്.
ശരി, അനുമോദാണ് അവിടെ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അനുമോദ തുടരുക. എന്തായാലും PT7 ദൗത്യം പൂർണ്ണമായിരിക്കുന്നു. അതിന്റെ ആശ്വാസത്തിലാണ് ധോണി മേഖല. ധോണിയിലെ ജനങ്ങൾ ഒരു ലോട്ടറി കിട്ടിയാൽ പോലും ഇത്രയധികം സന്തോഷമുണ്ടാകില്ല എന്നാണ് തൊട്ടുമുമ്പ് അനുമോദിനോടക്കം അവിടുത്തെ പ്രദേശവാസികളടക്കം പ്രതികരിച്ചത്. എന്തായാലും PT7 കൂട്ടിലായിരിക്കുന്നു. ആനയെ കൂട്ടിൽ കയറ്റുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ശോഭം പറഞ്ഞ ശോഭം പറഞ്ഞ ശോഭം പറഞ്ഞ ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ എല്ലാവരെയും ആദ്യമായി നാട്ടുകാർക്കെല്ലാം വേണ്ടി അഭിനന്ദിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഞാനിവിടെ വന്നത്. നാട്ടുകാർ അവർക്കൊരു സ്വീകരണം നൽകുന്നുണ്ട്. ഏറെ ദിവസമായി ഈ പ്രദേശത്തെ ആളുകളുടെ ഉറക്കം കെടുത്തിയതാണ്, പരിഭ്രാന്തി പടർത്തിയതാണ് PT7. അപ്പം അതിനെ പിടിക്കുക എന്നുള്ളത് ഒരു വളരെ അത്യാവശ്യമായിരുന്നു. അപ്പം അതിനുവേണ്ടി നിരന്തരം വനം വകുപ്പ് മന്ത്രി മുതൽ ഇവിടെയുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വരെയുള്ളവരെ ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നിരുന്നു. വനം വകുപ്പ് മന്ത്രി നേരത്തെ തന്നെ അത് പിടിക്കുമെന്നുള്ള ഉറപ്പ് തന്നിരുന്നു. അതിനിടയിലാണ് വയനാട്ടിൽ കടുവ ഇറങ്ങിയത്. അപ്പോൾ അതും ഇതേ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ആ ഓപ്പറേഷൻ പൂർത്തിയാക്കിയത്. നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സഭാ സമ്മേളനം ആരംഭിക്കുക. നമുക്കറിയാം, ഏറെ ഗവർണറും സർക്കാരും തമ്മിലുള്ള വലിയ പോരുകൾ സംഭവിച്ചിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ നയപ്രഖ്യാപനത്തോടുകൂടി കാര്യങ്ങൾ ആരംഭിക്കുക. VV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അരുൺ, എന്ത് പ്രതീക്ഷിക്കണം? നയപ്രഖ്യാപന പ്രസംഗത്തിൽ സർക്കാരും ഗവർണറും തമ്മിലൊരു രമ്യതയിലെത്തിയിട്ടുണ്ടോ? ഗവർണർ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നോ? അതിനോടുള്ള സർക്കാരിന്റെ പ്രതികരണം ഏത് തരത്തിലായിരുന്നു? മന്ത്രിസഭ അംഗീകരിച്ച് നൽകിയ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരട് അതേപടി തിരിച്ചു നൽകുകയായിരുന്നു ഗവർണർ ചെയ്തത്. അതായത് അദ്ദേഹം അതിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റത്തിനോ ഭേദഗതികൾക്ക് തയ്യാറായില്ല എന്ന ഏറ്റവും വലിയ കാര്യം. സർക്കാർ ഏറ്റവും ആശ്വാസമുള്ള കാര്യം അത് തന്നെയാണ്. നേരത്തെ സർക്കാരും ഗവർണറുമായി വലിയ പോരിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വേള ഈ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ബജറ്റ് സമ്മേളനം തുടങ്ങണമെന്ന കാര്യത്തിൽ പോലും സർക്കാരിന് വ്യത്യസ്ത അഭിപ്രായമുണ്ടായിരുന്നു. അതായത് സാധാരണഗതിയിൽ ഒരു കലണ്ടർ വർഷത്തിലെ ആദ്യ സഭാ സമ്മേളനം ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തോടെ വേണം തുടങ്ങേണ്ടത്. കഴിഞ്ഞ ഡിസംബറിൽ അവസാനിച്ച സമ്മേളനം തുടർച്ചയായി ഇത് നടത്തിയാൽ മതിയെന്ന ധാരണ സർക്കാരിൽ ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് സജി ചെറിയാൻ്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ ആവശ്യം ഗവർണർ അംഗീകരിച്ചതോടുകൂടി മഞ്ഞുരുകുന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. അതിൻ്റെ തുടർച്ചയാണ് നയപ്രഖ്യാപന പ്രസംഗത്തോട് തന്നെ ഈ സഭാ സമ്മേളനം ആരംഭിക്കാനുള്ള സർക്കാരിൻ്റെ തീരുമാനവും. അത് സർക്കാരിൻ്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ് നയപ്രഖ്യാപന പ്രസംഗത്തിന് ഗവർണർക്ക് അവസരം കൊടുക്കുക എന്നുള്ളത്.
അത് സർക്കാർ നിറവേറ്റി. ഗവർണറും സർക്കാരിൻ്റെ നയപ്രഖ്യാപന പ്രസംഗത്തെ കഴിഞ്ഞ പല തവണയൊക്കെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടാതെ വൈകിച്ചും അതിന് ശേഷം കേന്ദ്ര സർക്കാരിനുള്ള വിമർശനങ്ങൾ തൻ്റെ വിയോജിപ്പോടുകൂടി സഭയിൽ വായിച്ചുമൊക്കെ നിലപാട് പ്രഖ്യാപിച്ച ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. പക്ഷേ ഇത്തവണ അത്തരം കടുത്ത പരാമർശങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടുകൂടിയാണ് ഗവർണർ ഒരു മാറ്റവും നിർദ്ദേശിക്കാതെ നയപ്രഖ്യാപന പ്രസംഗം അംഗീകരിച്ച് നൽകിയത്. സർക്കാരും ഗവർണറുമായി രമ്യതയിൽ പോകുമ്പോഴും രണ്ട് പ്രധാനപ്പെട്ട ബില്ലുകൾ ഇപ്പോഴും രാജ്ഭവനിൽ വിശ്രമത്തിലാണ്. അത് ലോകായുക്ത ഭേദഗതി ബില്ലും സർക്കാർ വളരെ അഭിമാനത്തോടെ കൊണ്ടുവന്ന, അല്ലെങ്കിൽ വളരെ നയപരമായ തീരുമാനത്തിൻ്റെ ഭാഗമായി കൊണ്ടുവന്ന ഒരു ബില്ലാണത്, ലോകായുക്ത ഭേദഗതി ബിൽ. അത് ലോകായുക്തയുടെ ചിറകരിയുന്ന ബില്ലെന്ന് വിമർശനമുണ്ടായാൽ തുടർന്ന് ഗവർണർ അത് പിടിച്ചു വച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് സർവകലാശാല ഭേദഗതി ബില്ലും. അതിലും ഗവർണർ ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല. അത് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടാൻ രാജ്ഭവൻ ആലോചിക്കുകയാണ്. അത്ര നിയമോപദേശം കിട്ടുകയും ചെയ്തു. ആ രണ്ട് ബില്ലുകളുടെ തർക്കം നിലനിൽക്കുമ്പോഴും ആ രണ്ട് ബില്ലുകളുടെ കാര്യവും നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ ഭാഗമാക്കിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഗവർണർ ഇന്ന് സർക്കാർ അംഗീകരിച്ചു നൽകിയ നയപ്രഖ്യാപന പ്രസംഗം അതേപടി സഭയിൽ അവതരിപ്പിക്കാൻ തന്നെയാണ് സർക്കാരിൻ്റെ പ്രതീക്ഷ. 9 മണിക്കാണ് നയപ്രഖ്യാപന പ്രസംഗം ആരംഭിക്കുക. 8:55 കൂടി ഗവർണർ ഇവിടെ എത്തിച്ചേരും. ഏറ്റവും പ്രധാനം ഈ നയപ്രഖ്യാപന പ്രസംഗത്തെ പ്രതിപക്ഷം എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. പ്രതിപക്ഷം നേരത്തെ നിലപാട് വ്യക്തമാക്കിയതാണ്. സർക്കാരും ഗവർണറും ഒത്തുകളിയാണ്. സർക്കാർ വലിയ വിവാദത്തിൽപ്പെട്ട സമ്മർദ്ദത്തിലാകുമ്പോൾ, പ്രതിരോധത്തിലാകുമ്പോൾ രക്ഷകനായി അവതരിക്കുന്നത് ഗവർണറാണ്. അപ്പോൾ ഒരു വിവാദം സർക്കാരും ഗവർണറുമായി തർക്കം തരത്തിൽ വിവാദങ്ങൾ ഉയർന്നു വരും. അത് ഇവർ തമ്മിലുള്ള ഒത്തുകളുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണറോട് എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന കാര്യത്തിൽ പ്രതിപക്ഷം തീരുമാനമെടുക്കുക. അല്പസമയത്തിനകം ചേരുന്ന നിയമസഭാ കക്ഷി, UDF-ന്റെ നിയമസഭാ കക്ഷി യോഗത്തിലായിരിക്കും അതിൽ ഒരു തീരുമാനം അവരെടുക്കും. ഏതായാലും 9 മണിക്ക് നയപ്രഖ്യാപന പ്രസംഗം ആരംഭിക്കും. ഇന്ന് മറ്റ് അജണ്ടകളിലേക്ക് സഭ കടക്കില്ല. നാളെ സഭ ചേരുന്നില്ല. 3-ാം തീയതിയാണ് ബജറ്റ്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പോയിക്കൊണ്ടിരുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലൊരു ബജറ്റാണ് വരാനിരിക്കുന്നതെന്ന് വളരെ ശ്രദ്ധയോടെ നാട് കാത്തിരിക്കുന്നു. എങ്ങനെയാണ് ഈ സാമ്പത്തിക പ്രതിസന്ധികളെ, പരിമിതികളെ ബാലഗോപാൽ മറികടക്കാൻ പോകുന്നത്? എന്തെല്ലാം നികുതി ഭാരമാണ് ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ പോകുന്നത്? സർക്കാർ ജനങ്ങൾക്ക് മേൽ മാത്രം നികുതി ഭാരം അടിച്ചേൽപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിരവധി ദുർവ്യയങ്ങളുണ്ട്, ദുർച്ചെലവുകളുണ്ട്. ആ ചെലവുകൾ കുറയ്ക്കാനുള്ള ഏതെങ്കിലും നിർദ്ദേശം ഈ ബജറ്റ് ഉണ്ടാകുമോ എന്ന കാര്യമൊക്കെ 3-ാം തീയതി അറിയാം. ഏറ്റവും പ്രധാനം ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗം തന്നെയാണ്. നിരവധി രാഷ്ട്രീയ വിഷയങ്ങൾ ഈ സഭാ സമ്മേളനത്തിൽ ഉയർന്നു വരുമെന്ന് ഉറപ്പാണ്. പോലീസും ഗുണ്ടകളുമായുള്ള ബന്ധം, അതിൻ്റെ പേരിൽ നടപടി നേരിട്ട ഉദ്യോഗസ്ഥരുടെ കണക്ക്, ഇനിയും നടപടി കാത്തിരിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർ, കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ, മുന്നണിയിലെ പടലപ്പിണക്കങ്ങൾ തുടങ്ങി നിരവധി വിഷയങ്ങൾ, ഭാരത് ജോഡോ യാത്രയോട് CPM-ൻ്റെയും CPI-യുടെയും വ്യത്യസ്ത നിലപാടുകൾ തുടങ്ങി നിരവധി വിഷയങ്ങൾ ഈ സഭാ സമ്മേളനത്തെ ചർച്ചകൾ ഉയർന്നു വരുമെന്ന് ഉറപ്പാണ്. 9 മണിക്ക് തന്നെ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിക്കും. അതിനായി 8:55 കൂടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമസഭയിൽ എത്തിച്ചേരും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ചേർന്ന് ഗവർണറെ സ്വീകരിക്കും. ഒപ്പം ഈ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത തലസ്ഥാനത്ത് നിന്ന് നൽകാനുള്ളത് അരുൺ, ഈ KR നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ടാണ്. അവിടെ കഴിഞ്ഞ ദിവസം ഡയറക്ടർ രാജിവെച്ചതൊക്കെ നമ്മൾ കണ്ടു. വലിയ വിവാദങ്ങൾക്ക് ശേഷം, വലിയ പ്രതിഷേധങ്ങൾക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ട പുതിയൊരു നിയമനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടോ? ഏതാണ്ടൊരു സമവായത്തിലേക്ക് സർക്കാർ തലത്തിൽ ആലോചനകൾ എത്തിയിട്ടുണ്ടോ? സമവായ നീക്കത്തിൽ തന്നെയാണ് സർക്കാർ KR നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ട് വിഷയത്തിലും ഉള്ളത്. കഴിഞ്ഞ കുറേ നാളുകളായി സമരം നടക്കുന്നു. ആദ്യഘട്ടത്തിലൊക്കെ അനുഭാവപൂർവമായ നിലപാടല്ല സർക്കാർ സ്വീകരിച്ചത്. സമരക്കാരെ അനുകൂലിച്ച് രംഗത്ത് വന്ന, ഡയറക്ടറെ അനുകൂലിച്ച് രംഗത്ത് വന്ന അടൂർ ഗോപാലകൃഷ്ണനെ പോലും പിന്തുണച്ച് CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം MAB ആദ്യവും പിന്നീട് മുഖ്യമന്ത്രിയും രംഗത്തെത്തിയിരുന്നു. ഒടുവിൽ മറ്റു വഴികളില്ലാതെ ഡയറക്ടറുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച കണ്ടെത്തിയെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തോട് രാജിവെക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടു. അദ്ദേഹം രാജിവെച്ച് ഒഴിയുകയും ചെയ്തു. അതിനുശേഷമാണ് ഇന്ന് അപ്പോഴും വിദ്യാർത്ഥികളുടെ, സമരക്കാരുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും പാലിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ആ ആവശ്യങ്ങൾ കൂടി പരിഗണിക്കാനാണ്, ചർച്ച ചെയ്യാനാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി യോഗം വിളിച്ചിരിക്കുന്നത്. നിയമസഭയിൽ മന്ത്രിയുടെ ചേംബറിലാണ് യോഗം. 11 മണിക്ക് യോഗം ആരംഭിക്കും. അതിൽ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുമെന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ പ്രതീക്ഷിക്കുന്നത്. അതോടുകൂടി ഈ സമരം അവസാനിക്കുമെന്ന പ്രതീക്ഷയും വിദ്യാർത്ഥികൾക്കുണ്ട്. ഏതായാലും 11 മണിക്ക് നിർണായക യോഗം നടക്കും. പുതിയ ഡയറക്ടറെ തീരുമാനിക്കുന്ന നടപടികളിലേക്കും സർക്കാർ മുന്നോട്ട് പോയി കഴിഞ്ഞു. BB അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു ചില വാർത്തകളിലേക്ക് പോകണം. മലയോര ഹൈവേ നിർമ്മാണത്തെ തുടർന്ന് വെട്ടിലായിരിക്കുകയാണ് കരുവാരക്കുണ്ട് നിവാസികൾ. പൊടിശല്യം കാരണം കടകളെല്ലാം അടച്ചുപൂട്ടേണ്ട നില വരെ എത്തി. ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് നിർമ്മാണം ഇവിടെ വീണ്ടും ആരംഭിച്ചത്.
ഈ പൊടി പടലങ്ങൾ കാരണം സ്കൂളിലേക്ക് പോകുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്, യാത്രക്കാരുണ്ട്, അതുപോലെ സാധാരണ ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ട്. അവരൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ്. കുറേ കടകളൊക്കെ ഇവിടെ ഷട്ടറിട്ട് താഴ്ത്തിയ നിലയിലാണ്, കുറേ കടക്കാർ വിൽക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ്. ആരോഗ്യപ്രശ്നം ഇപ്പോൾ എനിക്ക് ഒരാഴ്ചയിൽ ജലദോഷം വിട്ടുമാറുന്നില്ല. 2 മാസമായിട്ട് ഇപ്പം ഇങ്ങനെ ഈ പൊടി തന്നെ. പിന്നെ ഞാൻ ഇടക്കിടക്ക് നനക്കും ഇവിടെ 2 നേരം, പിന്നെ അവരെ 2 നേരം ഉണ്ടാവും. എന്നാലും പൊടി ഭയങ്കര പൊടിയാണ്. എന്താ പൊടി കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജലദോഷം വേണ്ടിയൊന്നും മാറുന്നില്ല. 2-3 ദിവസം ഞങ്ങൾ തുറന്നിട്ടേ ഇല്ല. പൊടി കൊണ്ട് തുറക്കാൻ പറ്റാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ വാക്കുകളിൽ എല്ലാമുണ്ട്. ബാക്കി ഈ ദൃശ്യങ്ങൾ പറയും. മലയോര ഹൈവേ നിർമ്മാണം 1 വർഷത്തിലധികമായി ഇഴഞ്ഞു നീങ്ങുന്ന കരുവാരക്കുണ്ടിലെ അവസ്ഥ ഇതാണ്. കരാറുകാരനും കിഫ്ബിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് പ്രശ്നങ്ങളാണ് നാട്ടുകാരെ പൊടിതീറ്റിക്കുന്നത്. ബിൽ പാസ്സാകുന്നില്ല എന്ന കാരണം പറഞ്ഞാണ് കരാറുകാരൻ നിർമ്മാണം മന്ദഗതിയിലാക്കിയത്. എന്നാൽ ബിൽ സമർപ്പിച്ചതിലെ പ്രശ്നങ്ങളാണ് കിഫ്ബി ഫണ്ട് പാസ്സാകുന്നതിന് തടസ്സമായി അധികൃതർ പറയുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന സർവകക്ഷി യോഗത്തിൽ എല്ലാം പരിഹരിച്ചുവെന്ന് MLA AP അനിൽകുമാർ പറഞ്ഞു. 3 ആഴ്ച കൊണ്ട് 1-ാം ഘട്ടം പൂർത്തീകരിക്കും. അത് കഴിഞ്ഞാൽ അടുത്ത 3 ആഴ്ച കൊണ്ട് 1-ാം ഘട്ട ടാറിങ്ങും പൂർത്തീകരിച്ച് ഇപ്പോൾ ജനങ്ങൾക്കുള്ള പ്രശ്നം പരിഹരിക്കാനുള്ള തീരുമാനമെടുത്താണ് യോഗം പിരിഞ്ഞത്. കോൺട്രാക്ടർമാരുടെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മേഖലയിലെ മലയോര ഹൈവേ ജോലികൾ പൂർണ്ണമായും തീർക്കാൻ ഇനിയും സമയം വേണ്ടിവരും. എങ്കിലും പൊടിശല്യത്തിന് 3 ആഴ്ചത്തെ നിർമ്മാണം കൊണ്ട് പരിഹാരമാകുമെന്ന ആശ്വാസത്തിലാണ് നാട്ടുകാർ. ന്യൂസ് 18 മലപ്പുറം. തിരുവനന്തപുരം ശ്രീകാര്യത്ത് വൃക്കദാനം നടത്തിയ ഓട്ടോ ഡ്രൈവർ ശേഷിച്ച വൃക്ക തകരാറിലായതിനെ തുടർന്ന് സഹായം തേടുന്നു. വൃക്കരോഗത്തിനൊപ്പം കരൾ രോഗവും പിടിപെട്ടതോടെ ശസ്ത്രക്രിയയ്ക്ക് മാത്രം 1/2 കോടി രൂപയിലേറെ കണ്ടെത്തേണ്ട ഗതികേടിലാണ് ഇദ്ദേഹത്തിന്റെ കുടുംബം. ഇത് ശ്രീകാര്യം ചെങ്കോട്ടുകോണം സ്വദേശി GS സന്തോഷ് കുമാർ. ആപത്തുള്ള കാലത്ത് സേവനരംഗത്ത് സജീവമായിരുന്നു ഇദ്ദേഹം. RCCയിലേക്ക് ചികിത്സയ്ക്കെത്തുന്ന രോഗികൾക്ക് സൗജന്യമായി സന്തോഷിന്റെ ഓട്ടോയിൽ യാത്ര ചെയ്യാമായിരുന്നു. ആതുര സേവന രംഗത്തും സജീവമായിരുന്ന ഇദ്ദേഹം വൃക്കദാനം നടത്തി മാതൃക കാട്ടുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ വിധിയുടെ മുൻപിൽ പകച്ചു നിൽക്കുകയാണ് ഈ 43-കാരൻ. വൃക്കരോഗത്തിനും കരൾ രോഗത്തിനും ചികിത്സയ്ക്ക് മാത്രമായി 69 ലക്ഷം രൂപ വേണ്ടിവരുമെന്ന് സന്തോഷ് പറയുന്നു. നമ്മൾ സർക്കാരിൻ്റെ ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ചെയ്യില്ല. ഇത് നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിച്ചേ ചെയ്യാൻ പറ്റൂ. അത് എറണാകുളത്ത് മാത്രമേ ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ അന്ന് ആശുപത്രിയുടെ പേരിൽ കാരുണ്യെന്ന് പൈസ അവർക്ക് കൊടുക്കും. 2-3 ലക്ഷം രൂപ ഉണ്ട്. ആ ആശുപത്രി കൊടുക്കുകയുള്ളൂ. നമ്മളെ തരുന്നില്ല. ഇവിടെ ആഹാരത്തിന് തന്നെ പാടാം. ഇപ്പം തന്നെയാണ് രാവിലെ സ്കൂളിൽ ആഹാരമൊക്കെ കഴിച്ച് വെച്ചിട്ട് പോകും. ഇവിടെ ചോറ് വയ്ക്കാൻ മാത്രമേ അവനറിയാവൂ. അല്ലെങ്കിൽ കഞ്ഞിയും പയറിട്ട് വയ്ക്കും. ഭാര്യ ഉപേക്ഷിച്ചു പോയി. ഒപ്പമുള്ളത് 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ മകൻ അഭിജിത്ത്. കൃത്യമായി വാടകത്തുക അടയ്ക്കാത്തതിനാൽ താമസിക്കുന്ന വീട്ടിൽ നിന്നും മാറിക്കൊടുക്കേണ്ട ഗതികേടിലാണ് അച്ഛനും മകനും. അച്ഛൻ്റെ കിഡ്നി കംപ്ലൈൻ്റ് ആണ്. അവന് 69 ലക്ഷം രൂപ വേണം മാറ്റി വയ്ക്കും. എന്താ പോംവഴിയുള്ളത്? നിങ്ങൾ എന്തെങ്കിലും സഹായം ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലില്ല. ഇനി ഇവരുടെ പ്രതീക്ഷ നൊമ്പരകഥ സ്ക്രീനിൽ കണ്ട പ്രേക്ഷകരിലാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. സാമൂതിരി കാലത്തേക്ക് വെളിച്ചം വീശുന്ന മറ്റൊരു നിർമ്മിതി കൂടി. കോഴിക്കോട് കൊപ്ര ബസാറിലെ പൈതൃക റെസ്റ്റോറന്റിൽ നിന്നാണ് സാമൂതിരി കോട്ടയുടേതെന്ന് കരുതുന്ന ശിലാനിർമ്മിതി കിട്ടിയത്. കോട്ടയുടെ വാതിൽപ്പടിയുടെ ഭാഗമാണ് ഇതെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. മുൻപ് പാണ്ഡികശാലയായിരുന്ന കെട്ടിടം നവീകരിച്ചാണ് 9080 എന്ന ഹോട്ടൽ ഒരുക്കിയത്. നവീകരണത്തിനിടെ കിട്ടിയ നിർമ്മിതി കൗതുകത്തിന് ഹോട്ടലിൽ സൂക്ഷിക്കുകയായിരുന്നു. മിഠായി തെരുവ് നിൽക്കുന്ന ഭാഗം കേന്ദ്രമായി സാമൂതിരിയുടെ കോട്ടയുണ്ടായിരുന്നുവെന്ന് രേഖകളുണ്ട്. സാമൂതിരിയും പരിവാരങ്ങളും എഴുന്നള്ളിയിരുന്ന ഗോപുരദ്വാരത്തിന്റെ മേൽപ്പിടി വർഷങ്ങൾക്ക് മുൻപ് ഓവുചാൽ നവീകരണത്തിനിടെ കണ്ടെത്തിയിരുന്നു. കോട്ടയുടെ പടിഞ്ഞാറേ കവാടം വലിയങ്ങാടിയിൽ ആയിരുന്നത്രേ. ഹോട്ടലിൽ നിന്ന് ലഭിച്ചത് ഈ കവാടത്തിന്റെ വാതിൽപ്പടിയാവാനാണ് സാധ്യതയെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഇതിന് മുമ്പ് ഞങ്ങൾക്ക് ഇതിനേക്കാൾ വലുതൊന്ന് കിട്ടിയിരുന്നു. അത് മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്.
അപ്പം അതും ഇതും ഇതിൻ്റെയും മുമ്പ് ഏതാണ്ട് കോട്ടയുടെ പടിഞ്ഞാറേ വാതിലായിരുന്നു ഞങ്ങൾക്ക് ആദ്യം കിട്ടിയിരുന്നത്. അതിൻ്റെയും മുമ്പ് കിഴക്കേ വാതിൽ ആ സബ്വേ ഉണ്ടാക്കുന്ന അവസരത്തിൽ കിട്ടിയിരുന്നു. അത് ആഷിറലിക്ക സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് മുഴുവനും ഒന്നാക്കിയിട്ട് നമുക്ക് ഒരു സിറ്റി മ്യൂസിയം ഉണ്ടാക്കാൻ കഴിയണം. ചങ്ങലപ്പാലങ്ങൾ ഉണ്ടായിരുന്ന കോട്ടയെപ്പറ്റി വിദേശ സഞ്ചാരികളുടെ വിവരണങ്ങളിലുണ്ട്. ഒരു ഭാഗത്തെ മതിലിന് 800 മീറ്റർ നീളത്തിലുള്ള ഒരു കോട്ടയായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് ഫ്രണ്ടിൽ പ്രധാന 2 കവാടങ്ങൾ. ഒരു കവാടം നമ്മുടെ പാളയത്തിൽ ടാക്സി സ്റ്റാൻഡ് ആ ഭാഗത്തായിട്ട് ആണ് പറയുന്നത്. വടക്കേ കവാടം ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്തായിട്ടാണ് പറയുന്നത്. അത് ഓൾറെഡി നമ്മുടെ നഗരം രജിസ്റ്റർ ഈ രേഖകൾ വെച്ച് നോക്കിയാൽ തന്നെ ഓൾറെഡി ഉള്ളതാണ്. MGSRും ഒക്കെ തന്നെ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ കോട്ടയ്ക്ക് ചങ്ങലപ്പാലങ്ങളും വലിച്ചു മാറ്റാവുന്ന ചങ്ങലപ്പാലങ്ങളും അതൊക്കെ വിദേശ സഞ്ചാരികൾ ആ കാലഘട്ടത്തിൽ 14-15 നൂറ്റാണ്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നിർമ്മിതി കണ്ടെത്തിയതിനെ തുടർന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഹോട്ടലിലെത്തി. വാതിൽപ്പടി മ്യൂസിയത്തിലേക്ക് മാറ്റാനും നേരത്തെ കണ്ടെത്തിയ നിർമ്മിതികൾക്കൊപ്പം പ്രദർശിപ്പിക്കാനുമാണ് തീരുമാനം. ഇപ്പോൾ ഇത് നമ്മുടെ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ നിന്ന് ഏറ്റെടുത്ത് നമ്മുടെ കോഴിക്കോട്ടെ മ്യൂസിയത്തിൽ തൽക്കാലം സൂക്ഷിച്ചു വെക്കുകയും അത് കഴിഞ്ഞ് നമ്മുടെ കോർപ്പറേഷൻ്റെ മ്യൂസിയം യാഥാർത്ഥ്യമാകുമ്പോൾ സിറ്റിക്കകത്തുള്ളൊരു മ്യൂസിയം എന്ന നിലക്ക് വിനോദസഞ്ചാരികൾക്ക് വളരെ എളുപ്പത്തിലിടാനുള്ള ഒരു പ്രദേശം എന്ന നിലക്ക് അവിടെ സജ്ജീകരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. സമാനമായ രൂപത്തിൽ വടക്ക് തെക്ക് ഗോപുരങ്ങളുടെ അവശിഷ്ടങ്ങളും ഉണ്ടാവാമെന്നും കൂടുതൽ ഗവേഷണം ആവശ്യമാണെന്നും ചരിത്രകാരന്മാർ പറയുന്നു. ന്യൂസ് 18 കോഴിക്കോട്. കൊട്ടാരക്കര ആയൂരിൽ മദ്യപ സംഘങ്ങളുടെ ആക്രമണത്തിൽ ഗൃഹനാഥൻ ജീവനൊടുക്കിയ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ബന്ധുക്കൾ പരാതി നൽകി. മകളോട് മോശമായി സംസാരിച്ചത് ചോദ്യം ചെയ്ത പിതാവ് അജയകുമാറിന് മർദ്ദനമേറ്റതിലുള്ള മനോവിഷമത്തിൽ തൂങ്ങി മരിച്ചതാണെന്ന് ബന്ധുക്കളുടെ പരാതിയിൽ പറയുന്നു. ചടയമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ബുധനാഴ്ച 8 മണിയോടെയാണ് സംഭവം. +2 പഠിക്കുന്ന മകളെയും കൂട്ടി അജയകുമാർ ബൈക്കിൽ വരുമ്പോൾ വീടിന് സമീപത്ത് വെച്ച് ഒരു സംഘം മദ്യപാനികൾ മകളോട് അസഭ്യം പറഞ്ഞെന്നാണ് പരാതി. മകളെ വീട്ടിലാക്കിയതിനു ശേഷം പിതാവ് അജയകുമാർ മദ്യപ സംഘത്തെ ചോദ്യം ചെയ്തതിലുള്ള വിരോധം സംഘർഷത്തിലെത്തിക്കുകയായിരുന്നു. ട്യൂഷൻ കഴിഞ്ഞ് രാത്രി വഴി നിൽപ്പുണ്ടായിരുന്നു. അപ്പം വരുന്ന വഴി എന്നെ പറഞ്ഞു, എന്നെ മോശമായിട്ടെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് സഹിച്ചില്ല. എൻ്റെ അച്ഛൻ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ചോദിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അച്ഛനെ അവർ ക്രൂരമായിട്ട് മർദ്ദിക്കുകയൊക്കെ ഉണ്ടായി. കണ്ണിലൊക്കെ നല്ല പരിക്കേറ്റിരുന്നു, മുഖത്തൊക്കെ നല്ല അടിയുണ്ടായിരുന്നു, ചവിട്ടുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞത് അച്ഛൻ. നിലവിളി കേട്ട് ഓടിയെത്തിയ സമീപവാസി അജയകുമാറിനെ അക്രമി സംഘത്തിൽ നിന്ന് പിടിച്ചു മാറ്റുകയായിരുന്നു. വീട്ടിലെത്തിയിട്ടും അജയകുമാർ ആരോടും ഒന്നും സംസാരിച്ചിരുന്നില്ല. വ്യാഴാഴ്ച വൈകിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ അജയകുമാർ ദൂരേക്ക് നടന്നു പോകുന്നതാണ് വീട്ടുകാർ കണ്ടത്. ഓട്ടോ ഡ്രൈവർ ഫൈസൽ, കണ്ടാൽ അറിയാവുന്ന 3 പേർ എന്നിവർക്കെതിരെയാണ് കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. കേസ് രജിസ്റ്റർ ചെയ്ത ചടയമംഗലം പോലീസ് 2 ഓട്ടോറിക്ഷകൾ കസ്റ്റഡിയിലെടുത്തെങ്കിലും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ന്യൂസ് 18 കൊട്ടാരക്കര. പ്രഭാത കേരളത്തിൽ ഒരിടവേള കൂടി. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയ റിപ്പോർട്ട് ഇന്ന് സർക്കാർ ഹൈക്കോടതിയിൽ നൽകുന്ന സാഹചര്യമുണ്ട്. കാരണം അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലായി ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്ന് വലിയ നടപടികൾ സംസ്ഥാനത്തുടനീളം നേതാക്കളുടെയും പാർട്ടി ഓഫീസുകളുടെയും ഒക്കെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള വലിയ നടപടികൾ ഹൈക്കോടതിയുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഒപ്പം ലക്ഷദ്വീപ് MP മുഹമ്മദ് ഫൈസൽ ഒരു കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ജാമ്യത്തിൽ വിടണമെന്ന ആവശ്യം ഉന്നയിച്ച പശ്ചാത്തലമുണ്ട്. ഇതടക്കം നിരവധി വാർത്തകൾ ഹൈക്കോടതിയിൽ സംഭവിക്കാനുണ്ട്. ഒപ്പം ഈ നഗരസഭയ്ക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവുമായി ഹോട്ടൽ ഉടമകളും വ്യാപാര വ്യവസായി സമിതിയും നിയമനടപടി ഒരുങ്ങുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. കളമശ്ശേരി നഗരസഭയ്ക്കെതിരെ വ്യാപാരി വ്യവസായ സമിതിയും നഗരസഭയും തമ്മിലുള്ള തർക്കം വലിയൊരു വിഷയമായി അവിടെ നിൽക്കുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. കൊച്ചിയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി ഡാനി പോൾ ചേരുകയാണ്. ഡാനി, ഈ ആദ്യം നമുക്ക് ഈ പോപ്പുലർ ഫ്രണ്ട് വിഷയത്തിലേക്കൊന്ന് പോകാം. അവിടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയ വിഷയം അത് സർക്കാർ വലിയ തോതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഊർജിതമായി നടത്തിയിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി. ആ വിഷയത്തിൽ സർക്കാർ എന്താണ് ഇനി കോടതിയെ ബോധിപ്പിക്കാനുള്ളത്? ഈ നടപടികളിൽ കോടതി തൃപ്തി രേഖപ്പെടുത്താനുള്ള സാഹചര്യമാണോ ഒരുങ്ങുന്നത്?
രഞ്ജിത്ത, ഇതിൽ ഇന്ന് കോടതിയിലേക്ക് റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേസ് നാളെയാണ് പരിഗണിക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ നടപടികൾ പൂർത്തിയാക്കി, അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് അത് റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കേണ്ടതുണ്ട്. അതിൻ്റെ മുന്നൊരുക്കങ്ങൾ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട റവന്യൂ വകുപ്പ് അടക്കമുള്ള ഡിവിഷനുകൾ. ഇതിൽ 5.5 കോടിയോളം രൂപയുടെ നാശനഷ്ടമാണ് മിന്നൽ ഹർത്താൽ മുഖേന സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നതെന്നാണ് കോടതി നിരീക്ഷിക്കുകയും ആ റിപ്പോർട്ടുകൾ പരിഗണിച്ച് വന്നിട്ടുള്ളത്. ഇതിൽ തുടർച്ചയായി ഈ നഷ്ടപരിഹാരം ഈടാക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിൻ്റെ അന്ത്യശാസനം പോലും ലംഘിക്കപ്പെട്ട ഘട്ടത്തിലാണ് കോടതി കർശന നടപടികളിലേക്ക് കടക്കുകയും പൊടുന്നനെ സർക്കാർ ഇതിന് അനുസൃതമായിട്ട് കൊണ്ട് പ്രതികരിക്കാൻ തയ്യാറാകുകയും റവന്യൂ വകുപ്പ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്തത്. സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ ഈ മുൻ PFI നേതാക്കളുടെ വസ്തുവകൾ, വീടുകൾ, അതോടൊപ്പം തന്നെ ഓഫീസുകൾ ഉൾപ്പെടെയുള്ള പലതും തന്നെ ഇതിനോടൊപ്പം ഈ അറ്റാച്ച്മെൻറ്റ് ചെയ്യപ്പെട്ടു. അതിൻ്റെ നടപടികളിലേക്ക് കടന്നിരുന്നു. കൂടുതൽ നടപടികളുണ്ടായത് മലപ്പുറം ജില്ലയിലായിരുന്നു. അങ്ങനെ പല ജില്ലകളിലായിട്ട് തന്നെ വ്യാപിച്ചു കിടക്കുന്ന പലരെയും വസ്തുവകൾ ഇതിനോടൊപ്പം ചേർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച് ഇത് എത്ര രൂപയോളം വരുന്ന ഒരു സ്വത്തുക്കൾ, അതിൻ്റെ വിവരങ്ങൾ, വിശദമായ കണക്കുകൾ, ആരുടെയൊക്കെയാണ് ഭൂമി, ഇതെല്ലാം തന്നെ വളരെ വിശദമായിട്ട് തന്നെ ഇവർക്ക് സംഘടനയുമായുള്ള ബന്ധം, അങ്ങനെ അതെല്ലാം തന്നെ നേരിട്ട് വ്യക്തമാക്കുന്ന രീതിയിലുള്ള വിശദമായ റിപ്പോർട്ട് തന്നെയാവും ഇന്ന് ഹൈക്കോടതിക്ക് മുൻപാകെ എത്തുക. ഹൈക്കോടതിക്ക് ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്, അത് അന്ത്യശാസനമാണ്, ഇന്ന് റിപ്പോർട്ട് നൽകണം. അതിനുശേഷം അടുത്ത ദിവസമായിരിക്കും ഈ കേസ് കോടതിയുടെ പരിഗണനയിലേക്ക് വരിക. കൂടുതൽ വിശദാംശങ്ങളും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളും എല്ലാം തന്നെ കോടതി അത് സംബന്ധിച്ച് പരിശോധിക്കുന്നതും വരും ദിവസങ്ങളിൽ നാളെ തന്നെയായിരിക്കും കേസ് പരിഗണിക്കുന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ലക്ഷദ്വീപ് മുൻ MP മുഹമ്മദ് ഫൈസലിൻ്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അദ്ദേഹം ഈ കേസ് റദ്ദാക്കണം, തനിക്കെതിരെയുള്ള നടപടികൾ റദ്ദാക്കണം. ഇപ്പോൾ വിധിച്ചിരിക്കുന്ന ഈ കവരത്തെ മജിസ്ട്രേറ്റ് കോടതി വിധിച്ചിരിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് 10 വർഷം തടവും 1 ലക്ഷം രൂപയുമാണ് ഫൈസലും കൂട്ടാളികളും ഒരു കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ ഇതിൽ തങ്ങൾ കൊടുത്തിട്ടുള്ള കൗണ്ടർ ഹർജികളുണ്ട്. ഇതൊന്നും പരിഗണിക്കാതെയാണ് ഈ ശിക്ഷാവിധിയിലേക്ക് കടന്നിരിക്കുന്നതെന്നാണ് MP-യുടെയും അതോടൊപ്പം തന്നെ കൂട്ടരുടെയും തന്നെ പ്രധാന വാദം. അതുകൊണ്ട് ഇത്തരം ഈ വാദങ്ങൾ പരിഗണിച്ച് വേണം പോകേണ്ടത്. കാരണം അല്ലാത്ത പക്ഷം അത് സുപ്രീം കോടതിയുടെ മുൻ വിധികളുടെ ലംഘനമാണ് എന്നാണ് ഇവർ ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് തങ്ങളുടെ വാദമുഖങ്ങൾ കൂടി പരിഗണിക്കണം എന്നാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന് ലക്ഷദ്വീപ് ഭരണകൂടം വളരെ നിശിതമായിട്ട് തന്നെ എതിർത്തിട്ടുണ്ട്. കാരണം ഇതൊരു തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്നും അത് തെറ്റായ സന്ദേശം സമൂഹത്തിന് നൽകുമെന്നും ഇവർ വാദിക്കുന്നു. എന്തായാലും ഈ കവരത്തി കോടതിയിൽ നിന്ന് ഇതിൻ്റെ രേഖകളടക്കം വിളിച്ചു വരുത്താനായിട്ട് കോടതി രജിസ്ട്രാറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതിൽ പരാതിക്കാരനെയും അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെയും എല്ലാം തന്നെ ആർഗ്യുമെൻറ്റ്സ്, അവരുടെ വാദങ്ങളെല്ലാം തന്നെ കോടതി വിശദമായിട്ട് കേൾക്കും. വരും ദിവസങ്ങളിലായിരിക്കും ഒരുപക്ഷെ ഇന്ന് അതിൻ്റെ വിശദമായ വാദം കേൾക്കൽ മാത്രമാണ്, അത്തരം നടപടികളായിരിക്കും കോടതിയിൽ നിന്ന് ഉണ്ടാകുക. മറ്റൊന്ന്, ഒരു പ്രധാനപ്പെട്ട കേസ് കൂടി കോടതിയുടെ മുന്നിലേക്ക് വരുന്നത് സാങ്കേതിക സർവകലാശാല നിയമനം സംബന്ധിച്ച കാര്യങ്ങളാണ്. അതിൽ വൈസ് ചാൻസലർ നിയമനം ഗവർണർ നടത്തിയതിന് ചോദ്യം ചെയ്തുകൊണ്ടാണ് സർക്കാർ സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹർജി എന്ന് പറയുന്നത്. അതിൽ നേരത്തെ സിസ ജേക്കബിനെ നിയമിച്ചത്, അത് ചോദ്യം ചെയ്തത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ച് അത് ശരിവെച്ചിരുന്നു. പക്ഷേ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഡിവിഷൻ ബെഞ്ചിലേക്ക് വീണ്ടും സർക്കാർ സമീപിച്ചിരിക്കുന്നത്. ഇതിൽ UGC അവർ സാവകാശം ചോദിച്ചിരുന്നു. കാരണം ഇത് അഡീഷണൽ സോളിസിറ്റർ ജനറൽ അദ്ദേഹം ഹാജരാകുന്നതിന് വേണ്ടി വിശദീകരണം നൽകുക അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനുവേണ്ടി സാവകാശം ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് കേസ് നീട്ടിയത്. ആ കേസ് കൂടി ഇന്ന് പരിഗണനയിലേക്ക് വരുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയ റിപ്പോർട്ട് ഇന്ന് സർക്കാർ ഹൈക്കോടതിയിൽ നൽകുന്ന സാഹചര്യം. ദേശീയ വാർത്തകളും നിരവധി നൽകാനുണ്ട് പ്രഭാത കേരളത്തിൽ. അശ്വിനി ചേരും. അശ്വിനി, എന്തൊക്കെയാണ് ദേശീയ തലത്തിലുള്ള ഇന്നത്തെ പ്രധാന വാർത്തകൾ, തലക്കെട്ടുകളാകുന്ന വാർത്തകളടക്കം? ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. ദേശീയ തലത്തിൽ നിരവധി വാർത്തകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതായിട്ടെന്ന് പറയാനാണെങ്കിൽ ഇന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ 125ാം ജന്മവാർഷികമാണ്. പരാക്രം ദിവസ് എന്ന പേരിലാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിലെ 21 ദ്വീപുകളുടെ പുനർനാമകരണം നടക്കുകയാണ്. പരാക്രം പുരസ്കാരം നേടിയിട്ടുള്ള ആൾക്കാരുടെ പേരുകളാണ് ദ്വീപുകൾക്ക് നൽകുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ദ്വീപുകളുടെ നാമകരണം നടത്തുക. പരംവീർ ചക്ര നേടിയവരുടെ പേരുകളാണ് ദ്വീപുകൾക്ക് നൽകുന്നത്. അതിനോടൊപ്പം തന്നെ ആൻഡമാനിലെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപിൽ നിർമ്മിച്ച ദേശീയ സ്മാരകത്തിൻ്റെ അനാവരണവും ഇന്ന് പ്രധാനമന്ത്രി നടത്തും.
ഇതോടൊപ്പം തന്നെ ഉത്തരേന്ത്യയിൽ വീണ്ടും തണുപ്പ് ഒന്നുകൂടെ ശക്തമാകും എന്നുള്ള മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലും ഉത്തരേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും ശക്തമായ മഴയ്ക്കും അതുപോലെ തന്നെ ആലിപ്പഴം വീഴ്ചയുമൊക്കെയാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത്. അടുത്ത 5 ദിവസത്തേക്കാണ് ഈ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഹരിയാന, പഞ്ചാബ് സംസ്ഥാനങ്ങളിലേക്കാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബീഹാർ, ഒഡീഷ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കനത്ത മൂടൽമഞ്ഞും പ്രവചിച്ചിട്ടുണ്ട്. സുരക്ഷാ ഭീഷണി തുടരുന്നതിനിടെ ഭാരത് ജോഡോ യാത്ര അതിൻ്റെ പര്യടനം ജമ്മു കാശ്മീരിലെ പര്യടനം തുടരുകയാണ്. സാംബയിലെ വിജയ്പൂരിൽ നിന്നാണ് ഇപ്പോൾ ഇന്നത്തെ യാത്ര ആരംഭിച്ചിട്ടുള്ളത്. സിക്രയിലെ സ്റ്റേഡിയത്തിലാണ് യാത്ര ഇന്ന് അവസാനിക്കുക. യാത്രയ്ക്ക് വേണ്ട എല്ലാ സുരക്ഷയും സർക്കാർ നൽകണമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. സുരക്ഷാ ഭീഷണിയുടെ പേരിൽ യാത്രയുടെ രീതിയിലോ അല്ലെങ്കിൽ യാത്ര മാറ്റിവെക്കാനോ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. ഇതിനോടൊപ്പം തന്നെ നിരവധി വാർത്തകളും വരുന്നുണ്ട്. കർണാടകയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സർക്കാരിനെതിരായ പ്രതിഷേധം തുടരുകയാണ്. ഇന്ന് 300ഓളം കേന്ദ്രങ്ങളിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം കോൺഗ്രസ് നടത്തും. രാജസ്ഥാനിൽ നിയമസഭാ സമ്മേളനം, ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കുകയാണ്. സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടും തമ്മിലുള്ള ഒരു പോരിനായിരിക്കും ഈ ബജറ്റ് സമ്മേളനം വേദിയാവുകയെന്നാണ് പ്രവചനം. അതുപോലെ തന്നെ കൊളീജിയം സംവിധാനത്തിനെതിരെ കഴിഞ്ഞ ദിവസവും കിരൺ റിജിജു രംഗത്ത് വന്നതും കൂടുതൽ വാർത്തകൾ അല്ലെങ്കിൽ ആ തരത്തിലുള്ള വാർത്തകൾ വീണ്ടും സജീവമാകാനുള്ള സാധ്യതയും നൽകുന്നുണ്ട്. രഞ്ജിത്തിലേക്ക് ദേശീയ വാർത്തകളുമായി ചേർന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. കേരള ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് ചർച്ച നടത്തുമെന്നുള്ളതാണ്. രാവിലെ 11 മണിക്ക് നിയമസഭയിലെ മന്ത്രിയുടെ ചേംബറിലാണ് യോഗം. ചർച്ചയ്ക്ക് ശേഷം മാത്രമേ സമരം അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കൂ എന്നാണ് സ്റ്റുഡൻസ് കൗൺസിൽ പ്രതിനിധികളുടെ നിലപാട്. ഡയറക്ടർ രാജിവെച്ച സാഹചര്യത്തിൽ മറ്റ് ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികൾ. തുടർപഠനത്തിന്റെ കാര്യങ്ങളിലടക്കം തീരുമാനമുണ്ടായേക്കാമെന്നും സൂചനയുണ്ട്. പശ്ചിമഘട്ട സംരക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട നീർച്ചാൽ മാപ്പിംഗിന് തുടക്കമായി. ഇടുക്കി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ മാപ്പിംഗ് ഉദ്ഘാടനം ചെയ്തു. നീർച്ചാലുകളുടെ സ്വാഭാവിക ഒഴുക്കിന് തടസ്സം നേരിടുന്നത് പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഇത് ക്രമപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണമെന്നും മന്ത്രി പറഞ്ഞു. എല്ലാ പദ്ധതിയിലൂടെ കണ്ട ആ നേട്ടങ്ങളും അതിന്റെ വിജയവും തുടർച്ചയായി ഇത്തരം വിഷയങ്ങളെ അഡ്രസ് ചെയ്യാൻ തയ്യാറാകുമ്പോൾ ഏറ്റവും കൂടുതൽ ചേർന്ന് നിന്ന് സഹായം കൊടുക്കുകയും പങ്കാളിത്തം വഹിക്കുകയും ഇതിന്റെ ഭാഗമായി മാറുകയും ചെയ്യേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമായ നോക്കാണ്. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി സുരക്ഷിതമാക്കാം പശ്ചിമഘട്ടം എന്ന പദ്ധതിയിലെ നീർച്ചാൽ മാപ്പിംഗ് പ്രവർത്തനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇടുക്കി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നത്. എം എം മണി MLA അധ്യക്ഷത വഹിച്ചു. വാഴൂർ സോമൻ MLA, നവകേരളം സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ TN സീമ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 ഇടുക്കി. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ കൃഷി വകുപ്പിന്റെ ലക്ഷങ്ങൾ വില വരുന്ന കാർഷിക യന്ത്രങ്ങൾ ഉപയോഗയോഗ്യമല്ലാതെ നശിക്കുന്നു. ഒളവറ, ഉടുമ്പുന്തല പാടശേഖര സമിതികൾക്ക് നൽകിയ യന്ത്രങ്ങളാണ് ഇവ. മെതിയന്ത്രം, കൊയ്ത്ത് യന്ത്രം, പവർ ടില്ലറുകൾ എന്നിവയാണ് മഴയും വെയിലും കൊണ്ട് തുരുമ്പെടുത്ത് നശിക്കുന്നത്. പാടശേഖര സമിതികൾക്ക് നൽകിയ കാർഷിക ഉപകരണങ്ങൾ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരാണ്. എന്നാൽ ലക്ഷക്കണക്കിന് രൂപയുടെ വിലമതിക്കുന്ന കാർഷിക യന്ത്രങ്ങൾ പലയിടത്തും തുരുമ്പെടുത്ത് നശിക്കുകയാണ്. ഈ യന്ത്രങ്ങളുടെ നിലവിലെ അവസ്ഥ പരിശോധിക്കുകയും ആവശ്യമായ ഇടപെടൽ നടത്തുകയും വേണം. ഈ കാണുന്ന യന്ത്രങ്ങൾ കൃഷിവകുപ്പ് ഒളവറ ഉടുമ്പുന്തല പാടശേഖര സമിതിക്ക് നൽകിയതാണ്. യന്ത്രങ്ങൾ പ്രദേശത്തെ വയലുകൾക്ക് അനുയോജ്യമാണോ, സൂക്ഷിക്കാനുള്ള സൗകര്യമുണ്ടോ എന്നിവയെല്ലാം പരിശോധിച്ചാണ് പാടശേഖര സമിതിക്ക് നൽകേണ്ടത്. വിശാലമായ പാടശേഖരങ്ങളിൽ ഉപയോഗിക്കേണ്ട യന്ത്രങ്ങളാണ് തങ്ങൾക്ക് നൽകിയതെന്ന് കർഷകർ പറയുന്നു. സൂക്ഷിക്കാൻ സൗകര്യമില്ലാതെ ഇവയെല്ലാം പാടശേഖര സമിതി ഭാരവാഹികളുടെ വീട്ടിലും പരിസരങ്ങളിലുമായി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് 18 തൃക്കരിപ്പൂർ. കോവിഡ് ബാധിച്ചു മരിച്ച കോഴിക്കോട് എടച്ചേരി സ്വദേശി കുയിമ്പിൽ സോമന് കവിതകളിലൂടെ പുനർജന്മം. സോമൻ എഴുതിയ കവിതകളുടെ സമാഹാരമായ കണ്ണീർ കണമാണ് പുറത്തിറക്കിയത്. മുന്നിൽ തിളങ്ങുന്ന ദീപമേ നീ നിന്റെ. സോമൻ മരിച്ചിട്ട് 1.5 വർഷം കഴിയുമ്പോഴാണ് കവിതകൾ പുസ്തക രൂപത്തിൽ ഇറങ്ങുന്നത്. അധികം ആരും കാണാതെ വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ച കവിതകൾ ഭാര്യയും മക്കളുമാണ് ആദ്യം കാണുന്നത്. സോമന്റെ 1ാം ചരമവാർഷികത്തിൽ സഹോദരൻ വത്സരാജ് കവിത ആലപിച്ചതാണ് പുസ്തകമാക്കുന്നതിന് നിമിത്തമായത്.
ഇത്തരത്തിൽ നിരവധി കവിതകളുണ്ടെന്നും പ്രസിദ്ധീകരിക്കാൻ സുമനസുകളുടെ സഹായം വേണമെന്നും വത്സരാജ് പറഞ്ഞു. അന്ന് ചടങ്ങിൽ പങ്കെടുത്ത മുൻ KPCC സെക്രട്ടറി ഐ മൂസ പ്രകാശനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയായിരുന്നു. ഏട്ടൻ്റെ എഴുത്തിനെ കുറിച്ച് ചെറിയ അറിവാദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രത്തോളം എഴുതിയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം പേഴ്സണൽ ബിലോങ്ങിങ്സൊക്കെ എടുത്തു വെക്കുന്ന സമയത്താണ് ഒരു കൂട്ടം എഴുത്തുകൾ കാണുന്നത്. അതിൽ 987 മുതൽ ഇങ്ങോട്ട് എഴുതിയ കവിതകൾ ആണ് കണ്ടത് ഞാൻ. അപ്പോൾ അതെല്ലാം എടുത്തൊരാവർത്തി ഞാൻ വായിച്ചപ്പോൾ അതെന്തായാലും പുറലോകം കാണേണ്ടതാണെന്നുള്ളൊരു ആഗ്രഹം മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എടച്ചേരിയിൽ നടന്ന ചടങ്ങിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പുസ്തകം പ്രകാശനം ചെയ്തു. സാഹിത്യകാരൻ PK പാറക്കടവ് ഏറ്റുവാങ്ങി. 2021 ഓഗസ്റ്റ് 24 സോമൻ കോവിഡ് ബാധിച്ച് മരിച്ചത്. ന്യൂസ് 18 വടകര. നിയമസഭാ സമ്മേളനത്തിന് അല്പസമയത്തിനകം തുടക്കമാവുകയാണ്. ഗവർണർ നയപ്രഖ്യാപനം നടത്തും. അല്പസമയത്തിനകം ഗവർണർ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി സഭയിലേക്ക് എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. VV അരുൺ ചേരും. അരുൺ, 9 മണിക്കാണ് നയപ്രഖ്യാപന പ്രസംഗം. ഗവർണർ എത്താറായോ? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? അല്പസമയത്തിനകം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനിൽ നിന്ന് ഇവിടേക്ക് നിയമസഭയിലേക്ക് പുറപ്പെടും. അദ്ദേഹത്തെ ഇവിടെ സ്വീകരിക്കാൻ നിയമസഭാ സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ഇതിനകം തന്നെ ഇവിടെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുകയാണ്. മുഖ്യമന്ത്രിയും പാർലമെന്ററി കാര്യമന്ത്രി K രാധാകൃഷ്ണൻ, സ്പീക്കർ എൻ ഷംസീർ തുടങ്ങി പ്രധാനപ്പെട്ടവർ തന്നെ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ ഇവിടെ ഗവർണറെ സ്വീകരിക്കാൻ ഇവിടെ കാത്തു നിൽക്കുകയാണ്. അല്പസമയത്തിനകം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചേരും. നമുക്കറിയാം, വലിയ വിവാദമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട ഒരു നയപ്രഖ്യാപനം അല്ലെങ്കിൽ നയപ്രഖ്യാപന പ്രസംഗം തന്നെ ഉണ്ടാകുമോ ഇത്തവണ ഈ ആദ്യ സമ്മേളനത്തിൽ എന്ന് തന്നെ ആശങ്കയുണ്ടായിരുന്ന സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മാറി ഒരു മഞ്ഞുരുകളുടെ, ഗവർണർ സർക്കാർ പോലെ ഒരു മഞ്ഞുരുകളുടെ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് ഇത്തരമൊരു നയപ്രഖ്യാപന പ്രസംഗത്തിന് തന്നെ സർക്കാർ തയ്യാറായത്. അല്പസമയത്തിനകം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടേക്ക് എത്തിച്ചേരും. അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഗവർണർ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പങ്കെടുക്കാനായി നിയമസഭാ മന്ദിരത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. നമ്മൾ മറ്റൊരു വിൻഡോയിൽ കണ്ട ദൃശ്യം അതാണ്. അവിടെ നിന്ന് പുറപ്പെട്ടു. ഏതാനും മിനിറ്റുകൾ മാത്രം മതി രാജ്ഭവനിൽ നിന്ന് ഈ നയപ്രഖ്യാപന പ്രസംഗ വേദിയായ നിയമസഭാ ഹാളിലേക്ക് എത്താൻ. സ്പീക്കർ AN ഷംസീർ, ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രി A രാധാകൃഷ്ണൻ തുടങ്ങിയവർ അവിടെ ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ മുഖ്യമന്ത്രിയെ ഗവർണറെ സ്വീകരിക്കാനായി അവിടെ നിൽപ്പുണ്ട്. അവർ ഈ നിയമസഭാ സമ്മേളനത്തിന് നയപ്രഖ്യാപനം ഔദ്യോഗികമായ ചടങ്ങടക്കം കൊണ്ടാണ് ആരംഭിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭാ മന്ദിരത്തിൻ്റെ പുറത്ത് ഗവർണറെ സ്വീകരിക്കാനായി എത്തിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ കണ്ട ഏതാണ്ട് 3-4 മിനിറ്റ് മുൻപാണ് ഗവർണർ രാജ്ഭവനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ഏതാണ്ട് മിനിറ്റുകൾക്കകം തന്നെ ഗവർണർ ഇവിടെ എത്തും. മന്ത്രിമാരും അടക്കമുള്ളവർ, സ്പീക്കറും അടക്കമുള്ളവർ അദ്ദേഹത്തെ സ്വീകരിക്കും. നയപ്രഖ്യാപന പ്രസംഗത്തിൽ സർക്കാരിൻ്റെ നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ അതേപടി അംഗീകരിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളുടെ മൂർച്ച കുറച്ചായിരിക്കും ഒരുപക്ഷേ ഈ നയപ്രഖ്യാപന പ്രസംഗം എന്ന് വേണം കരുതാൻ. അശ്വതി പിള്ള അടുത്ത മണിക്കൂറിലുള്ള ഈ വാർത്താ ബുള്ളറ്റിൻ തുടരുകയാണ്. നയപ്രഖ്യാപന പ്രസംഗവുമായി ഗവർണർ അല്പസമയത്തിനകം സഭയിലേക്ക് എത്തും. അശ്വതി പിള്ള കൂടുതൽ വിവരങ്ങളുമായി ചേരും. അശ്വതി, നയപ്രഖ്യാപനം തന്നെയാണ് ഇന്നത്തെ പ്രധാന വാർത്തയായി ഉള്ളത്. നമുക്ക് അത് കാത്തിരിക്കാം. ഗവർണർ എന്താണ് സഭയിൽ പറയുക എന്നുള്ളത്, അതടക്കം നിരവധി വാർത്തകളുണ്ട്. രഞ്ജിത്ത്, പ്രധാനമായി നമ്മൾ അങ്ങോട്ടേക്ക് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. നിയമസഭയിലേക്ക് അല്പസമയത്തിനകം ഗവർണർ എത്തും. അദ്ദേഹം രാജ്ഭവനിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞു. അവിടെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഗവർണറെ സ്വീകരിക്കാനായി നിയമസഭയിൽ കാത്തു നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അതിലേക്ക് വളരെ വേഗം മടങ്ങിയെത്തും. ആദ്യം പ്രധാന വാർത്തകൾ നമുക്കൊന്ന് നോക്കാം. കേരള മാട്രിമോണി പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരള മാട്രിമോണിയിലുണ്ട് ലക്ഷക്കണക്കിന് പ്രൊഫൈലുകൾ. എല്ലാവരും ചൂസിയായിരിക്കാൻ. നയപ്രഖ്യാപനം അല്പസമയത്തിനകം. നിയമസഭയിൽ ബജറ്റ് സമ്മേളനം ഇന്നു മുതൽ. വിവിധ വിഷയങ്ങൾ ഉയർത്തി പ്രതിഷേധിക്കാൻ പ്രതിപക്ഷം. ആലപ്പുഴയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 5 മരണം. മരിച്ചത് തിരുവനന്തപുരം, കൊല്ലം സ്വദേശികൾ. അപകടം പുലർച്ചെ 1:30-ഓടെ.
പിടികൂടാനെത്തിയ ദൌത്യ സംഘം ഇന്ന് മടങ്ങും. കുങ്കിയാനാക്കാനുള്ള പരിശീലനം ഒരാഴ്ചയ്ക്ക് ശേഷം. ഹർത്താൽ അക്രമത്തിൽ PFI നേതാക്കളുടെ സ്വത്ത് കണ്ടുകെട്ടി സർക്കാർ. ഹൈക്കോടതിയിൽ ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. പതിനഞ്ചാം നിയമസഭയുടെ 8ാം സമ്മേളനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നയപ്രഖ്യാപനത്തോടെ അല്പസമയത്തിനകം തുടക്കമാകും. ഇപ്പോൾ നിയമസഭയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സ്വീകരിക്കുന്നതിനായി മുഖ്യമന്ത്രി അടക്കം ഉള്ള പ്രമുഖർ നിൽക്കുന്നു. മന്ത്രിമാരടക്കമുണ്ട്. അങ്ങോട്ടേക്ക് അല്പസമയത്തിനകം ഗവർണർ എത്തും. നമ്മൾ നേരത്തെ കണ്ടത് രാജ്ഭവനിൽ നിന്നും ഗവർണർ പുറപ്പെടുന്നതാണ്. ഉടൻ തന്നെ അങ്ങോട്ടേക്ക് എത്തും. 9 മണിക്കാണ് നയപ്രഖ്യാപന പ്രസംഗം. ഇപ്പോൾ ഗവർണർ അങ്ങോട്ടേക്ക് എത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമസഭയിലേക്ക് എത്തുന്നു. വണ്ടി പോട്ടെ നയപ്രഖ്യാപനത്തിനായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രിയും സ്പീക്കറും ചേർന്ന് ഗവർണറെ സഭയിലേക്ക് സ്വീകരിച്ചു. അല്പസമയത്തിനകം നയപ്രഖ്യാപന പ്രസംഗം ആരംഭിക്കും. വി അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഉടൻ തന്നെ സഭാ നടപടികൾ ആരംഭിക്കുകയല്ലേ? തീർച്ചയായും കൃത്യം 9 മണിക്ക് തന്നെ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിക്കും. ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയനും പാർലമെന്ററി കാര്യമന്ത്രി കെ രാധാകൃഷ്ണനും ഉദ്യോഗസ്ഥരുമടക്കം അദ്ദേഹത്തെ സ്വീകരിച്ച് ഇപ്പോൾ സഭയ്ക്കുള്ളിലേക്ക് ആനയിക്കുകയാണ്. ദൃശ്യങ്ങൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്പസമയത്തിന് അദ്ദേഹം സഭയ്ക്കുള്ളിൽ എത്തും. നയപ്രഖ്യാപന പ്രസംഗം 9 മണിക്ക് തന്നെ ആരംഭിക്കും. നമുക്കറിയാം, ഇത്തരമൊരു നയപ്രഖ്യാപന പ്രസംഗത്തോടുകൂടി ബജറ്റ് സമ്മേളനം ആരംഭിക്കുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വമുണ്ടായിരുന്നു, അവ്യക്തതയുണ്ടായിരുന്നു. കാരണം സർക്കാർ ഗവർണർ പോലെ അതിന്റെ പാരമ്യത്തിൽ എത്തിയ സാഹചര്യമാണ്. ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സഭയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ദൃശ്യങ്ങൾ ലഭ്യമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പാർലമെന്ററി
വിദേശകാര്യമന്ത്രി കെ രാധാകൃഷ്ണൻ, ചീഫ് സെക്രട്ടറി വി പി ജോയ്, നിയമസഭാ സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർ തുടങ്ങിയവരാണ് ഗവർണറെ സ്വീകരിച്ച് ഗവർണർ സഭയ്ക്കുള്ളിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്ക്. Honorable Speaker, Chief Minister, Ministers, Leader of the Opposition and members. It's my honor and privilege to address the august body of representatives of the people of Kerala, marking the beginning of the 8th session of the 15th Kerala Legislative Assembly. My government envisions building of a modern developed Kerala, Nava Keralam. We focus on digital and technological progress, scientific temper, and new levels of production and decent employment, particularly for the youth who are entering the labor force. Equal emphasis is also given to provide social security to all deserving sections of our society. According to the latest report of the Reserve Bank of India on state finances, Kerala is one of the relatively better off among the states regarding innovation index, addressing environmental concerns and providing wide social security net. I am happy to note that Kerala has achieved remarkable economic growth, 12% at constant prices and 17% at current prices. Kerala is a pioneering state in the country where decentralized decision making has catalyzed developmental activities by ensuring people's participation. My government's relentless endeavor
to achieve holistic and sustainable development of the state has been recognized time and again by the Government of India and reputed international entities. Kerala has been ranked at the forefront among the states in the achievement of sustainable development goals consistently by the Niti Aayog. In the overall public affairs index also, Kerala ranks forefront. Kerala won the Voyo Shrestha Samman 2021 of the Ministry of Social Justice and Empowerment, Government of India, as India's best state in caring for elderly people. My government has put in place a comprehensive medical insurance for the serving and retired employees. This is a unique with a substantial coverage of 30 lakh members. My government would vigorously pursue its development agenda with focus on the most vulnerable sections. It is with this in mind that my government undertook a survey to identify extreme poverty in early 22, which identified 64,006 extremely poor families across Kerala. The findings of the survey are broadly in line with the findings of the Niti Aayog baseline report on multidimensional poverty index, which indicated that multidimensional poverty in Kerala is only 0.7%, the lowest in the country. My government is committed to uplifting these extremely poor and vulnerable families from their present state, for which micro plans are being drawn up in collaboration with Kutumshri and the local governments. My government is committed to land and housing for all in both rural and urban areas. Under the aegis of the Life Mission, launched in 2016, 322,922 houses and 4 multi-storied complexes have been completed as on 15th January 2023. My government is relentlessly pursuing efforts to transform governance in the state to a people-centric, technology-driven, outcome-oriented, digital governance system. All departments and public institutions transact their work through the e-office digital platform. More than 1,900 services have been made online. The integrated local government management system has been operationalized in all Gram Panchayats of the state. The K-Smart application for urban local bodies will be rolled out by April 1st, 2023. I am happy to note that this would revolutionize service delivery in urban local bodies. Dashboards have been set up for tracking progress of applications and service delivery in local governments as well as government departments with citizen interface. In order to address the issue of unemployment, my government initiated a massive program, the Kerala Knowledge Economy Mission, with the aim of creating 20 lakh jobs in the economy within the next 5 years. The India Skills Report 2022 ranks Kerala third among the states in terms
of employability of its youth. I am also happy to note that the concerted efforts taken by my government in improving investment atmosphere of the state have started bearing fruit. My government took several path-breaking initiatives to transform the investment atmosphere to a business-friendly one. The grievance redressal mechanism, centralized inspection system, timely license approval mechanism for MSMEs and non-MSMEs have enabled us to make great strides in investment facilitation. Due to these progressive initiatives of the state government, Kerala has improved its position in the ease of doing business ranking. My government will continue to bring in reforms in the investment arena and modernize and amend laws, rules and regulations to facilitate and simplify approvals for investment in the state. I would like to make a special mention of the role played by Kutum Shri Mission in empowering women of Kerala socially, economically and politically. I feel happy and proud to note that Kutum Shri is celebrating its silver jubilee in 2023. My government is committed to protect constitutional values which are presently facing many challenges, to defend democracy, secularism, plural values and federalism, the important foundations of our national unity and part of the basic structure of the Constitution. We need to take special efforts. Hegemonic tendencies in religious, linguistic and other arenas hamper building of a robust democracy which respects diversity for strengthening its unity. A strong nation has to have a strong center, empowered states and actively functioning local governments. For the body politic of the nation to be strong, it needs strong limbs. States have heavy responsibilities in the social sector and their fiscal position has to be strong. Recent measures to curtail the borrowing limits of the states constrain the scope of their interventions in the health, education and infrastructural sectors. While fiscal discipline has to be enforced in right earnest, there cannot be different yardsticks for state governments which are not made applicable to the union government. Our Constitution has provided legislative space for the union and the states. Incursions into the legislative domain of the states do not augur well for a cooperative federal setup. Checks and balances in the system have to be scrupulously observed for the healthy functioning of our democratic polity. Legislative assemblies represent the will of the people, the spirit of legislation and the intention of the legislature has to be protected. My government is committed to the constitutional value that intention of the legislature should take effect as law. Similarly, the freedom of the press is a cardinal feature of every strong democratic society.
Free and fair media activities are to be protected. Some instances of curtailing the freedom of the press in different ways are coming up in some parts of the country. My government is always committed to protect the freedom of the press. Here it needs to be underscored that even remotely a perception that agencies empowered to investigate matters regarding compliance to laws are acting in a manner which deviates from the professionalism expected from them. Agriculture and allied sectors. My government is cognizant of the need for adoption of a mission mode program to enhance farmer incomes through value addition as well as productivity enhancement and to build resilience to Kerala's agriculture to climate and biotic stresses. With this objective in mind, my government has commenced a multi-departmental initiative, the Value-Added Agricultural Mission, to realize the potential for value addition in agricultural products in the state. As announced in the budget of 22-23, the Agriculture Department is floating a company, Kerala Agri-Business Company, to accelerate agri-business projects and agro-food parks in the state. As implemented in Aluva State Seed Farm, more activities in organic and natural farming will be initiated during 2023-24. Farming systems that can regenerate degraded lands and prevent losses to the arable lands using adequate conservation measures have been attempted by the department. Adequate thrust will be given to the plantation sector in 23-24. The existing special livestock breeding program of Animal Husbandry Department will be implemented in a revamped manner. More emphasis will be provided for strengthening quality doorstep veterinary service delivery to farmers. Mobile veterinary surgery units with advanced diagnostic and treatment facilities will be established as part of a Rebuild Kerala initiative program. The department will continue the comprehensive livestock insurance scheme Go Samriddhi with the lowest premium rates. Interventions by the Dairy Development Department to supplement clinical and animal health management practices have helped Kerala attain self-sufficiency in milk production. The department has inducted high-yielding crossbreed cows and heifers to the existing cattle population of the state. The department will carry out a special quality assurance drive for detection of aflatoxin and antibiotic residues in milk products and cattle feed. Further quality assurance drive for certified milk will also be completed. My government proposes to bring in a comprehensive amendment in the cooperative law with a view to improving the activities in the cooperative sector and to check corrupt practices in the sector.
The draft bill for amending the Act was presented before the Assembly. The Kerala Sahakarana Samrakshana Nidhi, when implemented, will streamline investment in cooperative societies and revive distressed cooperative societies. A unified software system has been introduced for the state cooperative bank Sahkaranam Sahodidam was introduced to disperse loans to persons with disabilities for starting business ventures. Fisheries sector continues to be a high priority sector for my government. The department will strengthen efforts to promote aquaculture activities through diversification of species, adoption of innovative technologies, and area expansion. Another focus area is modernization of fishing fleet of the state to better standards in a phased manner. The social security of fishermen is a major thrust area of my government. The department will continue the scheme of insurance coverage to all the fishermen and the fishing implements of traditional fishermen. My government has also prioritized projects for provision of safe dwelling for the fishermen coastal population by rehabilitating those living in erosion-prone areas through the flagship program Punargeham. 1473 individual houses and 390 flats have been completed and handed over to the beneficiaries. The Harbour Engineering Department will continue its activities for modernization of fisheries infrastructures, fishing harbours and fish markets. Under new projects, the department will take up construction of 660 flats for an amount of rupees 120.63 crores at Muttatara in Tiruvananthapuram, Koiladi in Kasargod, Unniyal and Ponani in Malappuram. My government, through the Pothu Vidya Bhyas Samrakshana Yagnam and the Vidya Keralam projects, have brought in holistic reforms in the education sector. Innovative schemes are under implementation to stimulate creativity and inculcate scientific temper in students. The departmental data shows that 119,970 students shifted from unaided schools and from other syllabi schools to government and governmental aided schools in Kerala in 22-23. This is indeed an endorsement of the top quality education provided by the General Education Department and the top class infrastructure in these institutions. The school curriculum will be modified, highlighting the uniqueness and richness of Kerala culture. That curriculum of vocational higher secondary students would be made more skill-oriented. The government also intends to streamline English learning and teaching through innovative programs. The department would strive to create a differently abled friendly environment
in schools without losing sight of inclusive education. The department proposes construction of autism parks in schools and enhanced financial assistance for institutions for mentally challenged children. My government is acutely aware of the menace posed by the misuse of drugs and is implementing a host of programs in collaboration with various departments to prevent students from falling into the drug trap. Kerala's higher education sector has had notable achievements, as can be seen from NAC ranking received by the higher education centers of the state. My government is of the view that much needs to be done to make Kerala a destination of higher education. We are taking steps in this direction. My government is keen that democratic, secular and inclusive nature of our higher education sector is preserved and protected. The higher education department aims to transform the state into knowledge society by facilitating the generation and translation of new knowledge. The department is preparing novel academic programs in emerging disciplines with renewed focus on research and skill upgradation. In its attempt to revamp the curricular for higher education courses, the department is contemplating modification of undergraduate programs. The higher education curriculum framework will be formulated by Kerala State Higher Education Council after stakeholder consultations. The proposed Kerala language network shall undertake various initiatives for the development of Malayalam as a language of knowledge. Chief Minister's Nava Kerala Postdoctoral Fellowship was awarded to 77 candidates for undertaking quality research in different core disciplines. Kerala has made significant gains in the health sector with the lowest infant and maternal mortality rates of services and reducing out-of-pocket expenditure. The conversion of primary health centers to family health centers with adequate supply of medicines and assured treatment protocols has enhanced the trust of the people in the public health system. My government is cognizant of the increased incidence of non-communicable diseases in our population. The health department does annual screening of citizens over 30 years for early detection and treatment of hypertension, diabetes and cancer. All health facilities in the state have been mapped to cancer centers as part of the cancer grid. The department runs campaign for promoting healthy lifestyles and carries out community surveillance for zoonotic diseases. Keralam and Kottayam districts are gearing towards declaration of elimination of filariasis by March 2023. The first phase of the One Health project has started in Pathanamthitta, Elapura, Kottayam and Idiki districts. Ayush department will continue its focus on preventive, promotive and rehabilitative aspects of health care and health and wellness. The department is preparing the blueprint of a project
on Ayush medical value tourism, which will lay down clear guidelines and standards for wellness applications in tourist resorts. Kerala is the first state in the nation to complete 100% Aadhaar seeding of all ration cards. As part of the diversification of ration shops, K-Store project has been launched to provide various products, services. I am happy to note that 6,690 Antyodaya Anna Yojana cards and 264762 priority household cards were issued to those eligible. Special consideration was given to families which have members with terminal illness, disability, of children with autism. Steps have been taken to provide Aadhaar seeded ration cards to people living on the streets and tenants who do not possess requisite certificates. I am happy to note that 85,69,583 free Onam kits containing 14 essential items, including cloth bags prepared by Supplyco, were distributed to all households in the state through ration shops. That this was done despite the financial constraints of the state portrays the pro-people approach of my government. The Institute of Advanced Virology functioning at the Life Science Park, Thonakkal, Tiruvananthapuram, has established infrastructure and human resources required to carry out high-end research in advanced virology. The Women and Child Development Department continues to focus on the overall health and nutrition status of women and children. The department is planning a long-term campaign in order to achieve the 3 dimensions of gender equality, equal opportunity, equal voice, and freedom from violence. My government will prepare a comprehensive plan for the establishment of community disability management centers and integrated rehabilitation villages at the local government level with the technical support of National Institute for Speech and Hearing. My government would be drawing up a strategy to address the special needs of the elderly. Under the aegis of Vatil Padi Sevanam, various services were provided to the bedridden and disabled senior citizens at their homes, such as delivery of emergency medicines, organization of home visits by medical teams, palliative care, etc. The Scheduled Caste Development Department is preparing the outline of a program training for career excellence for providing internship and placement training for professionals and graduate SC youth. A green income program for solar electrification of houses of scheduled caste families has been worked out. This would enable them to generate income by selling surplus electricity to KSEB. The department plans to generate health cards to record the health and nutritional status of students in model residential schools. My government intends to prepare micro plans for all tribal settlements, giving priority to projects for providing basic amenities like road, drinking water,
electricity, internet connection in all the tribal settlements in the state. Action has been initiated for setting up of a special mobile medical clinic in Attapadi. Eda Malakudi special package has been rolled out. The Minority Welfare Department implements a host of welfare programs for bridging identified development gaps of the minority communities in Kerala. The department is also preparing the blueprint of an action plan with focus on skilling of the unskilled youth, especially in new and emerging areas. My government notes the recent decision of the Union government in having stopped the pre-matric scholarship to the backward class and minority students of class 1 to 8. My government apprehends that this decision may trigger lesser enrollment and higher dropout of students from marginalized sections. 2022 marked the 25th year of the Big Bang decentralization exercise, which was rolled out in 1997. The local governments of Kerala have become partners with the state government in its development activities consequent to the transfer of funds, functions and functionaries. The pivotal role played by the LSGD in the development story of the state needs a special mention. The integration of 5 line departments under local self-government is a historical and revolutionary policy decision of my government. This will improve the quality and place the delivery of service to the common man. The Mahatma Gandhi National Rural Employment Guarantee Scheme continues to provide succor to jobless families driven by poverty. As on 18 January 23, the scheme has generated 7.24 crore person days of employment, providing support to 14.85 lakh families. An amount of rupees 22,266.96 crores has been provided as wages. Women continue to be the major labor force under the scheme in Kerala, with women person days being 89.45% of the total person days generated in the current year. The total employment generated this year also would cross 10 crore person days, the third year in a row with more than 10 crore person days. Under the Tribal Plus scheme, my government provides wages from state funds for additional 100 days of employment for the scheduled tribe families. I am happy to note that Kerala is the only state where additional employment is generated for ST beneficiaries of Manrega through a separate state-supported scheme. My government continues to give thrust to the Ayankal Urban Employment Guarantee Scheme, the first such scheme for urban employment implemented in any Indian state. The budget outlay for the scheme was increased to rupees 125 crores in 22-23. My government has embarked on preparation of risk-informed master plans to make cities disaster resilient and safe.
Such plans prepared scientifically by layering 29 maps have been done for Chenganur and Manantawadi towns and initiated for 10 towns in the Pamba Basin under Rebuild Kerala initiative. In order to monitor the waste management activities in all local bodies, Harit Kerala Mission and Suchitwa Mission through Keltron have developed the Haritam Amritam application. The contamination of water bodies by coliform bacteria is a serious problem we are facing. My government is taking steps to ameliorate the situation. Kerala has augmented the activities under liquid waste management by pooling resources from various schemes. The state government reported to the National Green Tribunal that an amount of rupees 2343.81 crore has been ring-fenced for liquid waste management. It is a matter of immense satisfaction for my government that the NGT at its sitting on December 1st, 2022 acknowledged the commitment of the state government and issued orders that it was not necessary to levy compensation from Kerala. Under the Manasoditri Mannu campaign launched by Life Mission, soliciting voluntary contribution of land from individuals, institutions and agencies, an extent of 23.62 acre of land has been promised to Life Mission till 15 January 2023. An international conclave to showcase Kutumshri is planned on the occasion of the 25th year of its formation in May 2023. Kutumshri conducted Sudridam campaign for inclusion of more beneficiaries, after which 69,590 new members joined the network. The Kerala Institute for Local Administration developed the Local Indicator Framework, a web portal-based dashboard for ranking the local bodies in their implementation of the Sustainable Development Goals. My government has taken several initiatives to improve the business-friendly atmosphere in the state. The new industrial policy has been formulated with the objective to tap the strength of the state and foster investment in sunrise priority sectors. A special focus is being placed on upgrading skills of youth for future jobs, industries and technologies of the fourth industrial revolution. My government has declared the year 22-23 as the year of enterprises and launched the innovative flagship 1 lakh enterprises scheme. It is not a mean achievement that since the inception of the scheme, a total of 1,23968 micro, small and medium enterprises have been started in the state, which in turn has paved the way for an investment of 7,517 crore and an employment generation of 2,67,196 persons. This scheme has been selected as the best practice in the MSME sector by the Government of India. My government is in the process of establishing the International Exhibition cum Convention Center Palakkad High Tech Industrial Corridor, the Global Industrial, Financial and Trade City, Petrochemical Park,
Spices Park, Rubber Park. The mining survey process will be automated to bring in more transparency, and the Kerala online mining permit awarding services will be strengthened. I am happy to note that in 21-22, 21 PSUs made operating profit. The closed Hindustan Newspaper Limited and BHEL EML were taken over by the state government from union government, and these units have resumed production, which is an alternate development model put forward by state to protect PSU. The Kerala Public Enterprises Selection and Recruitment Board will be operationalized during 23-24. My government has constituted expert committees in coir, cashew and handloom sectors for a comprehensive review of these sectors. Kerala State IT Mission released the e-district application version 2 with more services and modules. Digital Kerala architecture will be implemented with extensive use of data analytics. Universities will be enabled to issue certificates and mark lists through National Academic Depository DigiLocker. Kerala Startup Mission will implement Startup Infinity for setting up a launchpad to select countries, and Kerala Startup Commons, a unique one-stop platform for technical and business support for startups. The government IT parks added 258 new companies last year and registered a revenue growth of 2,993 crores. KSITIL will implement Community Skill Parks project for providing world-class industry-relevant skills. The Digital University has entered into MOU with 4 foreign universities for research and academics. The university has developed and launched an extensive mobile application KKEM Jalakam with integrated web dashboard for conducting household-based job seeker survey as part of Kerala Knowledge Economy Mission. My government has taken all-out efforts to ensure the welfare of the guest workers, and Atithi portal is functional for registration of interstate migrant workers. A Todil Seva application was developed for registering the complaints of the general public on various issues and disputes. Employment Department is in the process of transforming conventional employment exchanges to e-employment exchanges. My government proposes to implement Karmachari scheme to provide part-time jobs to the students while they are studying, and a scheme for re-skilling of employees. I am happy to note that Kerala Knowledge Economy Mission established under Kerala Development and Innovation Strategic Council has identified 53 lakh potential job seekers, more than 11 lakh job seekers, and 2,525 employees have registered on the digital workforce management system. A public interface of the local government level has been initiated through Todil Sabha. 882 Todil Sabha have been completed so far. One local government, one idea program would be operationalized in 100 local governments, targeting innovative problem solving and promoting local economic development and entrepreneurship. I am happy to note that there is a conducive policy framework
For the infrastructure sector, my government has ensured all necessary assistance for the timely completion of National Highway 66. The pothole-free Kerala project is under implementation. A comprehensive design policy is on the anvil. A special plan will be formulated to make the PWD bridges iconic. The Public Works Department will make roads leading to tourism destinations as model green and safe corridors. The department proposes to adopt advanced technology in the construction sector and to promote construction using rubber, coil, geotextiles, plastic and prefab structures. The Kerala Maritime Board has established all necessary infrastructure facilities at important minor ports for facilitating coastal shipping. The board also plans to start cruise shipping operations based at Bepur, Kolam, Azikal and Ponani ports in a phased manner. The Water Resource Department has provided functional household tap connections to more than 15 lakh rural households as on 15 January 2023 under the aegis of Jal Jeevan Mission in 23-24. Kerala has been taking a consistent stand that while sufficient water should be given to Tamil Nadu, a new dam needs to be constructed, considering the grave threats posed by existing aged Mulla Periyar Dam. A comprehensive project would be envisaged to protect the Periyar river bank in the Mulla Periyar area. The state's share of water in Pambar Basin awarded by Cauvery Water Dispute Tribunal is 3 TMC. Once Pattaseri Dam is completed and functional, 0.075 TMC of water could be effectively utilized. Water Resources Department will establish an irrigation museum at Chelutoni, Idukki for imparting knowledge to the new generation about the dams and irrigation techniques, and will also take steps to promote irrigation tourism in a long way in connection with power generation at Mula Mattum. A project is envisaged to ensure continuous flow of water to Meenachil River through the Meenachil River Valley Integration Project. A comprehensive Meenachil flood mitigation survey will be undertaken to analyze the reasons for flooding of Pala and downstream areas during peak monsoon periods. My government will continue works related to strengthening of vulnerable coastal stretches, leveraging innovative technologies like geotubes, trailer pods, diaphragm walls. 10 coastal areas prone to sea erosion have been identified as hot spots. My government is keen on establishing faster, greener and efficient transportation facilities for the public. My government's dream proposal Silver Line, a semi-high-speed rail infrastructure project, would be a fast, safe and convenient mode of transport for the travelling public. The detailed project report has been approved by the state government and submitted to Ministry of Railway for final approval. Talasheri Mysuru New
broad gauge rail line via Kalpeta and the Nilambur Nanjagund rail project are other projects that my government intends to implement. The state government has also agreed to share 50% cost of Angnamali Sabri rail line. West Coast Canal, when completed, would be the main arterial waterway in the state, connecting Keralam in the south with Bakel in the north. On completion, the canal would facilitate easy transportation of goods and freight. Kerala State Electricity Board is committed to providing uninterrupted quality power at affordable prices and has made investment for augmenting domestic power generation from 30% to 50% of the total peak demand. Efforts will be made to capitalize central assistance for flood control dams and commission multitask hydel projects. This will not only cater to our internal power requirements for the next decade, but will enable us to export surplus power too. My government will be bringing out guidelines for development of sustainable energy sources, such as for floating solar power plants in water bodies, abandoned quarries, and degraded barren land. Kerala is expecting a boom in e-mobility in the coming years. My government will take steps to establish enabling EV charging infrastructure facilities to meet the requirement. The State Action Plan on Climate Change has been revised, keeping in view the vulnerabilities of various sectors. A climate change knowledge portal will be developed to provide data on historic and future climate vulnerabilities and impacts. My government plans to inventorize the greenhouse gas emissions of various sectors. Harit Kerala Mission has launched a campaign highlighting net zero emission targets. The Kerala State Biodiversity Board completed the preparation of a state biodiversity strategies and action plan. Forest Department will chalk out an effective strategy to check incidents of man-animal conflict and to provide more benefits to the victims. Rapid response teams have been established in high conflict zone areas. The RRTs and forest stations will be further strengthened. Kerala is prone to 17 natural hazards and 22 anthropogenic hazards that have disaster potential. The disaster management literacy program will equip the general public in disaster preparation and mitigation. The Kerala Disaster Management Authority has forayed into innovative resilience building measures with a long-term perspective. KSDMA has developed the Kerala Warnings, Hazards and Crisis Department Management System, which is India's first integrated cloud-based early warning system. Attempts will be made to downscale the scenarios using a coordinated regional climate downscaling experiment. The Kerala State Land Use Board proposes to strengthen the Geoinformatics Lab as a geospatial data repository on natural resources for the entire state. Rebuild Kerala initiative is the dedicated state-level institutional modality for formulating and coordinating the implementation of a resilient Kerala and is mandated to develop, coordinate, facilitate and monitor the Rebuild Kerala development program. My government intends to bring out radical changes in the property registration sector as part of the ease of doing business initiatives in the state. The existing registration application system, PEARL, will be redesigned
with emerging technologies. Consent-based Aadhaar integration will be done for identification of parties to a document. The GST department is being restructured in accordance with the requirement of new GST law. Taxpayer services will be provided with utmost efficiency, while tax evasion will be tackled with stringency. The new system will also reduce the dispute between the taxpayer and the department. The department introduced a taxpayer card with a rating tag of taxpayers based on accurate and timely filling of returns. A virtual IT cadre was formed in the GST department to drive the e-governance project of the department. The department implemented the Lucky Bill application scheme in association with the Digital University Kerala to encourage people to ask for bills for their purchases. Kerala Lottery provides a means for livelihood to more than 1 lakh agents. The department conducted the Onam Bumper Lottery in 2022 with the highest ever first prize of 25 crore. The Kerala State Infrastructure Investment Fund Board has contributed to infrastructure development of the state using funds received from the government by way of motor vehicle tax and petroleum cess, and also by loan of 19,197 crore from both domestic and financial markets. The union government's revised decision to include loans availed of by KIIFB also within the ambit of Kerala's overall borrowing limits, thereby severely restricting the state's borrowing capacity. I would like to bring to the attention of this House that this would reduce the fiscal space for the government for furthering its development priorities and would constrain the state's resources. My government has submitted a memorandum to the union government in this regard. At this juncture, I hope that the question of fiscal federalism in the country is to be addressed in a very positive way by the union government. Under the Treasury infrastructure development of offices under Treasury Department has been prioritized. ETRs, an online application for accepting government revenues. Kerala Financial Corporation continues to be the most efficiently performing state financial corporation of the country. My government is implementing an action plan to eliminate the misuse of drugs and intoxicants in society, especially among the students and the youth. Awareness activities are also being carried out under the auspices of Vimukti Mission to make the people aware of the harmful aspects of intoxicating substances. The Home Department has launched Yodha to check the menace of narcotic drugs in society. My government launched a No to Drugs campaign on October 2nd, 2022, coordinating the activities of all stakeholders in all line departments. My government proposes to enact a Land Settlement Act and is considering enabling provision for legal occupiers of the land to get a conclusive title regarding ownership. Authentic survey documents which would be obtained through the ongoing digital survey in the state would be taken into consideration while implementing the provisions of the Act. I am happy to bring to the notice of the August House that 54,535 families have become landowners in the first year of government's tenure. A Patayam mission will be implemented to achieve the objective of providing Patayam to all eligible persons. My government has implemented Aadhaar-based unique Thandapad system, the first of its kind in India.